ഒരു വ്യക്തിയെ ഉയർത്തിക്കാട്ടി ഒരു വ്യക്തിയുടെ ആശയം എന്ന രൂപത്തിൽ അവതരിപ്പിക്കപ്പെടേണ്ട ആശയമല്ല ഖുർആനിൻ്റേത്. മറിച്ച് അതൊരു പ്രത്യയശാസ്ത്രം എന്ന നിലക്ക് അവതരിപ്പിക്കപ്പെടുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യപ്പെടേണ്ട ഒരു ആശയമാണ് ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ വെക്കുന്നത്. ഇന്ന് അറബ് ലോകത്തായാലും മറ്റേത് രാഷ്ട്രങ്ങളിൽ നിന്നായാലും ഈ പഠനവും ഈ ചിന്തയും ഈ ഖുർആനിന്റെ വ്യാഖ്യാനവും ലോകത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് വെറുതെ ഇതിന് കുറെ ആളുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയുന്ന സൈറ്റുകളും പഠന ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും ലോകത്ത് ഒരുപാട്. അറബ് സൈറ്റുകളാണെങ്കിൽ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. മുഖ്തബറുൽ മസ്റൂഫത്തുൽ ഖുർആനിയ എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. അതുപോലെ അൻസാറുൽ ഖുർആൻ എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. അൽ ഖുർആനിയൂൻ അൽ അഖ്ലാനിയൂൻ എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. ചിന്തകന്മാരായ ഖുർആൻ പണ്ഡിതന്മാർ എന്ന് പറയുന്നത്. ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് പറയുന്നതുണ്ട്. അതാണ് ലോകത്ത് ഈ പഠനം നടത്തുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളും സൈറ്റുകളും ഒരുപാട് പണ്ഡിതന്മാരും ലോകത്തുണ്ട്. സൗദിയിൽ നിന്ന് വരെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഹസനുബിന് മാലിക്കുൽ ഷെയ്ഖ് ഹസനുബിന് മാലിക്കുൽ ഫർഹാൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതന്. അങ്ങനെ എണ്ണമറ്റ, ഞാനിത് സൂചിപ്പിച്ചത് ഒരു വ്യക്തിയെ പ്രൊപ്പഗണ്ട ചെയ്ത് ഒരു വ്യക്തിയെ ഉയർത്തിക്കാണിക്കപ്പെട്ടിട്ട് അവതരിപ്പിക്കപ്പെടേണ്ട ആശയമല്ല എന്ന് എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി. അതിനു വേണ്ടിയിട്ടാണ് അതൊരാമുഖമായി അത്ര ഞാൻ ആ കാര്യം അത്രേ പറയുന്നുള്ളൂ. ഈ പറയുന്ന സൈറ്റുകൾ ഇനിയും നിങ്ങൾക്ക് ഞാൻ എത്ര വേണമെങ്കിലും തരാം. ഇന്ന് ലോകത്ത് നടക്കുന്ന ഈ ചർച്ചകൾ പണ്ഡിതന്മാരുടെ ഒരു നീണ്ട നിര തന്നെ ലോകത്ത് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും. തഹാരിഫു ഷുയൂഖ് എന്ന് പറയുന്ന ഈ ഹദീസിന്റെ പൊള്ളത്തരങ്ങൾ മാത്രം ഉയർത്തിക്കാട്ടുന്ന ഒരു സൈറ്റ് ഉണ്ട്. തഹാരിഫു ഷുയൂഖ്, ഷെയ്ഖുമാരുടെ കള്ളത്തരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. തഹാരിഫു ഷുയൂഖ് വെറും ഹദീസിന്റെ പൊള്ളത്തരങ്ങൾ മാത്രം ഉയർത്തിക്കാട്ടി അവതരിപ്പിക്കുന്ന, കണ്ടാൽ നമുക്ക് ചിന്തിച്ച് ചിരിച്ചും മണ്ണ് കപ്പിപ്പോകും. അത്രമാത്രം വളരെ മോശപ്പെട്ട ഹദീസിലെ പൊള്ളത്തരങ്ങൾ മാത്രം എടുത്തുയർത്തിക്കാണ്ടുന്നു. അതിലൊരു ആർട്ടിക്കിൾ ഇട്ടിട്ടുണ്ട്. അതായത് ലോകം ചൊവ്വയിലും അതുപോലെയുള്ള വലിയ വലിയ ഗ്രഹങ്ങളിലൊക്കെ മനുഷ്യന് കണ്ടെത്താൻ പറ്റാത്ത അത്രയും വലിയ ഗ്രഹങ്ങളിലേക്ക് മനുഷ്യൻ സാറ്റലൈറ്റും മറ്റതുമുട്ടൊക്കെ ചിന്തിച്ചും പഠിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഒട്ടകത്തിന്റെ മൂത്രത്തെക്കുറിച്ച് ഗവേഷണം നടത്താൻ വേണ്ടി ഡോക്ടർമാരുടെ, അറബികളായ ഡോക്ടർമാരുടെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയിരിക്കുക. അതിന് അനസിന്റെ ഒരു ഹദീസാണ് അവരുടെ തെളിവ്. അപ്പൊ അറബികൾ അവിടെ എത്തിയിട്ടുള്ളൂ എന്നാണ്. അബുവാലുൽ ഖൈല്, അനസിന്റെ ഒരു ഹദീസുണ്ട്. അബുവാലുൽ ഖൈല് എന്ന് പറഞ്ഞിട്ട് ഒട്ടകത്തിന്റെ മൂത്രത്തിലെ ഔഷധ ഗുണത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ഹദീസുണ്ട്. അതിന് അറബികളായ സൗദിയിലെ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് അതിനെക്കുറിച്ച് ഗവേഷണം നടത്താനും അത് എത്രമാത്രം അത് ഗുണകരമാണ് എന്ന് പഠിക്കാനും വേണ്ടി. അതിന്റെ ഇപ്പുറത്ത് കൊടുത്ത ചിത്രം എന്താന്ന് പറഞ്ഞാൽ ശാസ്ത്രരംഗത്ത് അതിശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന യൂറോപ്യർ. ഈ രണ്ട് ചിത്രവും കണ്ടാൽ ചിന്തിക്കുന്ന മനുഷ്യന് മുസ്ലിങ്ങളും ഇസ്ലാമും എവിടെ എത്തിയിരിക്കുന്നു. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ നൂറുകണക്കിന് എക്സാമ്പിൾസാണ്, ഉദാഹരണങ്ങളാണ് ഹദീസ് ലോകത്ത് സൃഷ്ടിച്ച വിപ്ലവം എന്ത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി അതിൽ തഹാരിഫു ഷുയൂഖ്, തഹാരിഫുൽ ബുഖാരി എന്ന് പറയുന്ന വേറൊരു സൈറ്റുണ്ട്. തഹാരിഫു ഷുയൂഖും ഉണ്ട്, തഹാരിഫുൽ ബുഖാരിയും. അത് നമ്മളിവിടെ ഹദീസ് പറയാൻ സമ്മേളിച്ച ഒരു യോഗം അല്ലാത്തത് കൊണ്ട് ഞാനത് കൂടുതൽ അവതരിപ്പിക്കുന്നില്ല. അതൊക്കെ അവതരിപ്പിച്ചാൽ നിങ്ങൾ ചിരിച്ച് മണ്ണ് കപ്പും ചിന്തിച്ചിട്ട്. അത്രമാത്രം മുസ്ലിം ലോകം. എന്നിട്ട് ഈ മുസ്ലിങ്ങളെ പിന്തുടരണം യൂറോപ്യരൊക്കെ എന്നാണ് പറയുന്നത്. കിട്ടുമോ? 100 കിലോമീറ്റർ വേഗത്തിൽ ഓടിയെത്തിയ മനുഷ്യർ 1 കിലോമീറ്റർ വേഗത്തിൽ പോലും സഞ്ചരിക്കാത്ത ആളുകളെ പിന്തുടരണമെന്ന് പറഞ്ഞാൽ അത് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരാശയമല്ല. അതിശീഘ്രമായി ഓടി അകലുന്ന, ഓടി മുന്നേറുന്ന ലോകം.
ഒരു ഒച്ചിന്റെ വേഗതയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലോകം. ഈ മുസ്ലിം ലോകത്തെ പിന്തുടർന്ന് ജീവിക്കണം ആര്? ഈ അതിശക്തമായ വേഗത്തിൽ ഓടുന്ന യൂറോപ്യൻ രാജ്യങ്ങളും അവിടുത്തെ ജനങ്ങളും എന്ന് പറഞ്ഞാൽ ആളെ കിട്ടൂല, അതിനാളെ കിട്ടൂല. അറബികളെന്നെ കിട്ടാത്ത അവസ്ഥയിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ പറയുന്നത്, ഇസ്ലാമും മുസ്ലിങ്ങളും എവിടെ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന ഒരു ശക്തമായ ചിന്തയും പഠനവും ഇനി ലോകത്ത് നടന്നിട്ടില്ലെങ്കിൽ ഇനി ഈ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് ലോകത്ത് മുന്നോട്ട് പോകാൻ മുസ്ലിങ്ങൾക്ക് കഴിയില്ല എന്ന തിരിച്ചറിവ് ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി മുസ്ലിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മതങ്ങൾക്ക് വേണ്ടിയാകരുത്, മനുഷ്യന് വേണ്ടിയായിരിക്കണം മതങ്ങൾ എന്ന തിരിച്ചറിവ് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുക. മതങ്ങൾ ആർക്കു വേണ്ടി? മതങ്ങൾക്ക് വേണ്ടിയോ അതോ മനുഷ്യന് വേണ്ടിയോ? മതപഠനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നത്തെ മതപഠനം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒളുണ്ടാക്കണം, ഒളുവിന്റെ ഷർത്തും ഫർളും ഉണ്ട്. എങ്ങനെ കുളിക്കണം, കുളിയുടെ ഷർത്തും ഫർളും ഉണ്ട്. എങ്ങനെ കൈ വെക്കണം, കാല് വെക്കണം, എങ്ങനെ കടന്നിറങ്ങണം, പെണ്ണുങ്ങളടുത്ത് എങ്ങനെ കിടക്കണം, ഭാര്യമാരടുത്ത് എങ്ങനെ കിടക്കണം, കക്കൂസൽ എങ്ങനെ ഇരിക്കണം, എങ്ങനെ പുറപ്പെടണം, എങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇതിന്റെ ഷർത്തുകളും ഫർളുകളും ജിന്നു വരൂലേ, അത് രാത്രി എന്തെങ്കിലും കാട്ടൂലേ, നമ്മുടെ കുട്ടികൾ തന്നെ നമ്മുടെ കുട്ടികളാണോ എന്ന് സംശയിക്കേണ്ട രൂപത്തിലേക്ക് വിശ്വാസങ്ങളെ വ്യതിചലിപ്പിക്കുന്ന ഈ വികലമായ വികൃതമായ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഈ വിശ്വാസവുമായി ഇനി മുസ്ലിങ്ങൾക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? എന്താണ് ഈ മുസ്ലിങ്ങൾ ചിന്തിക്കാത്തത്? ഈ വെളിച്ചം എന്തുകൊണ്ട് മുസ്ലിങ്ങൾ കാണുന്നില്ല എന്ന ഈ തിരിച്ചറിവിലേക്ക് ഇനി നമ്മൾ പോകണം. അവിടെയാണ് ഖുർആൻ നമ്മൾ ഉയർത്തിക്കാണിക്കേണ്ടത്. മനുഷ്യനീതിയെക്കുറിച്ച്, മനുഷ്യരുടെ അവകാശങ്ങളെക്കുറിച്ച്, ധർമ്മങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഖുർആനിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളതാണ്. ഈ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഹദീസൊന്നും വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല നമുക്ക്. ഒരു ഇസ്ലാമിക രാജ്യത്ത് പോലും ചിന്തിക്കാൻ പറ്റാത്ത ഹദീസുകളാണ് ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഉമിർതു അൻ ഉഖാതില നാസ ഹത്താ യശ്ഹദു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നും മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാണെന്നും വയുഖീമു സ്വലാത്ത, നമസ്കാരം നിർവഹിക്കുകയും വയുത്തു സകാത്ത, സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നതുവരെ മനുഷ്യരോട് യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ ഹദീസ് വിശ്വസിച്ചുകൊണ്ട് അത് നടപ്പിൽ വരുത്തിക്കൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല. വമ്പിച്ച അരാജകത്വത്തിലേക്കും അക്രമത്തിലേക്കും നയിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രവുമായി മുസ്ലിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ ഹദീസ് പ്രവാചകൻ പറയുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട വേണ്ട. ഖുർആനിക വചനങ്ങൾക്ക് വിരുദ്ധമാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമില്ല. ആശയം കൊണ്ട് തന്നെ ആ ഹദീസുകൾ തള്ളിക്കളയപ്പെടേണ്ടതാണ്. ഖുർആനിക വചനങ്ങൾക്ക് വിരുദ്ധമായ ഒരുപാട് വചനങ്ങൾക്ക് വിരുദ്ധമായ ആശയമാണത്. അതുപോട്ടെ, ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയില്ല. 2 ഷഹാദത്ത് കലിമ ചൊല്ലുകയും നമസ്കരിക്കുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നതുവരെ മാനവരാശിയോട് മുഴുവൻ ഫൈറ്റ് ചെയ്യാനും യുദ്ധം ചെയ്യാനും എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എങ്കിലേ അവരുടെ ദിമാഗുകൾക്കും അവരുടെ രക്തത്തിനും സമ്പത്തിനും സംരക്ഷണമുള്ളൂ എന്ന് പറഞ്ഞ ബുഖാരിയിലെ 25-ാമത്തെ ഹദീസ് നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? ആ ഹദീസ് ഈ ഇന്ത്യ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹം, വിവിധ മതസമൂഹങ്ങൾ ജീവിക്കുന്ന, മനുഷ്യർ സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു തലമുറയോടോ ഒരു ജനതയോടോ നമുക്ക് പറയാൻ പറ്റില്ല. ആമുഖമായിട്ട് എന്താണ് ഖുർആൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഖുർആൻ, എന്തല്ല ഖുർആൻ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഖുർആനിന്റെ പഠനത്തിലേക്ക്, ഖുർആനിക പഠനത്തിലേക്ക് നമുക്ക് കയറിപ്പോകാം. ഖുർആൻ ഇതൊന്നുമല്ല പറയുന്നത്. ഖുർആൻ ഇതൊന്നുമല്ല ലോകത്തോട് പറയുന്നത്. എങ്ങനെ കക്കൂസിലിരിക്കണം എന്നുള്ളത് ഒരു മനുഷ്യനറിയാം. അത് പഠിപ്പിക്കാൻ ഒരു വേദം വേണ്ട, ഒരു പ്രവാചകൻ വേണ്ട. എങ്ങനെ തന്റെ ഭാര്യയുടെ കൂടെ കിടക്കണമെന്ന് പഠിപ്പിക്കാൻ ഒരു വേദം വേണ്ട, ഒരു പ്രവാചകൻ വേണ്ട. ഒരു മുക്രിയും കൂടി അതിനാവശ്യമില്ല. വേറെ പ്രവാചകന്മാർ പോട്ടെ, വേദങ്ങൾ പോട്ടെ, ഒരു മുക്രിയുടെ ആവശ്യം പോലും അതിനില്ല. നബിയും സഹാബത്തും നബിയും ഭാര്യമാരും ഒരു പാത്രത്തിൽ നിന്നാണോ കുളിച്ചിരുന്നത്? അതല്ല,
ഒന്നിലധികം പാത്രത്തിൽ നിന്നാണോ കുളിച്ചിരുന്നത് എന്ന് കുളി എത്തി നോക്കിയിരുന്നത് എങ്ങനെയാണ് ഞാൻ ചോദിച്ചു. അനസൊക്കെ ആ കുളി എങ്ങനെയാണ് അനസ് എത്തി നോക്കിയിരുന്നതെന്നാണ് ഞാൻ. അനസൊക്കെ ചെറിയ കുട്ടിയാ. നബിയുടെയും ഭാര്യമാരുടെയും കുളി എങ്ങനെയാണ് അനസ് എത്തി വെക്കുക? എന്നിട്ട് അതിന്റെ റിപ്പോർട്ടർമാർ എഴുതിയിട്ടുണ്ട്, ഹിജാലുഹും കുല്ലുഹും സിഖാത്തുൻ. അത് റിപ്പോർട്ട് ചെയ്ത ആളുകൾ മുഴുവൻ വിശ്വസ്തരാണ്. ഇസ്നാദുഹു സഹീഹുൻ. ഇനി ആർക്കെങ്കിലും സംശയം വേണ്ടാന്നുള്ള രൂപത്തിൽ എഴുതിയെത്തിക്കാണ്. മുസ്നദ് അഹ്മദ് ഇബ്നു മാലിക്കിന്റെ മുസ്നദിൽ എഴുതിയെത്തിക്കാം. റിജാലുഹു കുല്ലുഹും സിഖാത്തുൻ. സംശയിക്കേണ്ട, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റിജാലുകൾ മുഴുവൻ സിഖാത്തുൻ, വിശ്വസ്തരാണ്. ഇനി ആരെങ്കിലും സംശയിച്ച് ഈ ഹദീസ് തള്ളിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ട് ഇസ്നാദുഹു സഹീഹുൻ, ഇതിന്റെ സനദ് കുറ്റമറ്റതാണ്, സഹീഹാണ്, ലഈഫല്ല എഴുതി വെച്ചിട്ടാണ്. ഖാന റസൂലുള്ളാഹി ജാലിസൻ ഫി അസ്ഹാബിഹി. റസൂല് സഹാബികൾക്കിടയിൽ ഇരിക്കുകയായിരുന്നു. ഈ ഹദീസിന്റെ വിശദീകരണം എഴുതിയോർത്താണ് ഇത് എഴുതിയിട്ടുണ്ട്. ഈ ഹദീസല്ല, 2-3 ഹദീസിന്റെ വിശദീകരണം എഴുതിയോർത്ത് റിജാലുഹു കുല്ലുഹും സിഖാത്തുൻ ഇസ്നാദുഹു സഹീഹുൻ, സംശയിക്കണ്ട എന്നുള്ള രൂപത്തിൽ. റസൂലും സഹാബത്തും ഇപ്പൊ നമ്മളിങ്ങനെ ഇരിക്കും പോലെ ഇരിക്കുകയായിരുന്നു. ഫദഖല, നബി ഉള്ളിലേക്ക് പ്രവേശിച്ചു. സുമ്മ ഖറജ, പിന്നെ പുറത്തേക്ക് വന്നു. വഗ്തസല, മൂപ്പര് കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സഹാബികൾ ചോദിച്ചു, അശൈഉൻ, എന്തെങ്കിലും പറ്റിയോ? ആ നബി, അജൽ, അതേ പറ്റി. മറത്ത് ബി ഫുലാന, എന്റെ അടുത്ത് കൂടി ഒരു പെണ്ണ് നടന്നുപോയി. ഖൽബി ശഹ്വത്തുൻ നിസാ, പെണ്ണുങ്ങളോടൊരു പൂതി തോന്നി എനിക്ക്. നഊദു ബില്ലാഹ്. ഈ ഹദീസൊക്കെ ബാക്കി ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ഹദീസിന്റെ ഒരു തീമാണ് ഇന്ന് ലോകത്ത്. ഈ സിനിമയുടെ ഒരു തീം അതാണ്. ഒരുപാട് തീമുകൾ, 18 മിനിറ്റ് ആണെങ്കിലും ആ സിനിമ ഒരു 18 മിനിറ്റ് ആണെങ്കിലും അതിലെ തീമുകൾ കൂടുതലും ഹദീസിന്റെ തീമുകളാണ്. ഒരു തീം ഇതാണ്, ആ ചങ്ങായി ഇങ്ങനെ ഒരു പെണ്ണിനെ ഇങ്ങനെ നോക്കുകയാണ്. അത് വളരെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് വേറൊരു സത്യമാണ്. അങ്ങനെയല്ലാതെ പിന്നെ ഈ ഹദീസ് എങ്ങനെ ചിത്രീകരിക്കേണ്ടതെന്ന് പിന്നെ നമുക്ക് ചോദിക്കാനുള്ളൂ. അപ്പൊ ഇതിന് വൈകാരികമായി മുസ്ലിം ലോകം പ്രതികരിക്കാൻ, ഞാൻ പറയുന്നത് ഉമവിയ കാലഘട്ടം തൊട്ട് പ്രവാചകനെയും ഇസ്ലാമിനെയും നിന്ദിക്കാനുള്ള ശ്രമങ്ങൾ ലോകത്ത് തുടങ്ങിയിട്ടുണ്ടെന്നാണ്. ഉമവിയ കാലഘട്ടം തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. മുസ്ലിങ്ങൾ പൂജിക്കുകയും ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥങ്ങളിലാണ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നിഷേധിക്കാനും തകർക്കാനും നിന്ദിക്കാനും നിസ്സാരവൽക്കരിക്കാനും ലോകത്തുള്ള ശ്രമങ്ങൾ ലോകത്ത് തുടങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടതാണ്. ഇന്ന് ഒരാൾക്ക് റോയൽറ്റി കിട്ടണമെങ്കിൽ, അയാൾ ഫേമസ് ആകണമെങ്കിൽ, കോടികൾ അയാൾക്ക് സമ്പാദിക്കണമെങ്കിൽ ഇസ്ലാമിനെ എന്തെങ്കിലും ഒരു വികൃതമായ എന്തെങ്കിലും എടുത്ത് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചാൽ മതി. മുസ്ലിങ്ങൾ വൈകാരികമായി പ്രതികരിക്കുമ്പോൾ അതിന്റെ ഫലമായിട്ട് ഇയാൾക്ക് മഹത്വം കൂടും. ഇപ്പൊ ഈ തസ്ലീമ എന്ന് പറയുന്ന സ്ത്രീയൊന്നും ഒരു 4ാംകിട എഴുത്തുകാരി പോലും ആയിരുന്നില്ല. ബംഗ്ലാദേശിലെ 4ാംകിട എഴുത്തുകാരി പോലും അല്ല അവളുടെ അതിനു മുമ്പ് ഒരു ലേഖനങ്ങളെ കുറിച്ചോ അവളുടെ പുസ്തകത്തെക്കുറിച്ചോ ലോകം വല്ലാതൊന്നും അറിയപ്പെട്ടിട്ടില്ല. പക്ഷെ ഈ ചെറുകഥകൾ എഴുതിയതോടുകൂടി അവൾ ലോകപ്രശസ്തയായി. അവളുടെ പുസ്തകങ്ങളുടെ റോയൽറ്റി വർദ്ധിച്ചു, കോടികൾ അവൾ സമ്പാദിച്ചു. വലിയ വലിയ രാജ്യങ്ങളിൽ അവൾക്ക് വലിയ ട്രീറ്റ്മെന്റാണ് കിട്ടുന്നത്. അതിനെ അവഗണിച്ചു വിട്ടാൽ മതി, നെഗ്ലക്ട് ചെയ്യുക, അതിനെ അവഗണിക്കുക, അത് പരിഗണിക്കാതെ ഇരിക്കുക. എന്നാൽ ഇതിന് ഇത്രമാത്രം പ്രശസ്തി ലോകത്ത് കിട്ടൂല. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊന്നുമല്ല, ഇതിനെതിരെയുള്ള എന്തിന് മുസ്ലിങ്ങൾക്ക് അതൊന്നും വേണ്ട. അപ്പോൾ ഒരു ചെറിയ മലാല യൂസുഫ് സായി എന്ന് പറയുന്ന ചെറിയൊരു പെൺകുട്ടി മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞത്, സ്ത്രീകളുടെ ഈ പിന്നോക്കത്തെക്കുറിച്ച് വെടിവെച്ച് അതിന്റെ തലന്നെ തുറപ്പിച്ചു. ഈ താലിബാനിസം കേരളത്തിൽ അതിന്റെ രൂപത്തിലും ഭാവത്തിലും വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. താടി വെക്കാത്തം താടിമ തൊട്ടം സംഘടനയിൽപ്പെട്ടത് അല്ലാന്നപ്പോ അവർ പറയുന്നത്. അവർക്കൊരു പൂർണ്ണ സ്വാധീനവും അധികാരവും കിട്ടിയ താടി വെക്കാത്തം ഈ ഭൂമിയിൽ വേണ്ടാന്ന് തീരുമാനിക്കും അവര്. ഈ താലിബാന്റെ അതേ അവസ്ഥയിലേക്ക് വരും. ഇപ്പൊ അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ടാ. ഇപ്പൊ താടിമ തൊട്ടോൻ സംഘടനയിൽ വേണ്ടാന്നുള്ള തീരുമാനത്തിലേക്ക് അവരെത്തിയിട്ടുള്ളൂ. അതാണ് ആ ഒരു വളരെ യാഥാസ്ഥിക
തലത്തിൽ ചിന്തിക്കുന്ന ആ ഗ്രൂപ്പ് പറയുന്നത് താടിമ തൊട്ടം സംഘടനയിൽ വേണ്ടെന്ന. ആ ചിന്ത എവിടെ എത്തുന്നു നിങ്ങൾ മനസ്സിലാക്കിക്കോളും. അവർക്കിവിടെ പൂർണ്ണമായ സ്വാധീനവും അവർ പറഞ്ഞാൽ കേൾക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളം മാറിയാൽ താടിമ തൊട്ടം കേരളത്തിന്റെ ഭൂമിയിൽ തന്നെ വേണ്ടാന്ന് തീരുമാനിച്ചു. അവിടുത്തെ കാര്യങ്ങൾ പോകും. അതുകൊണ്ട് അറിഞ്ഞ ആളുകൾ എല്ലാവരും മിണ്ടാതിരിക്കാം. അറിഞ്ഞവരാരും പ്രതികരിക്കുന്നില്ല. മനസ്സിലാക്കിയവർ നിസ്സംഗരായിരിക്കുന്നു. ഈ നിസ്സംഗതയിൽ നിന്ന് ഉണരേണ്ടത് ആവശ്യമാണ്. പല ആളുകളും ഇപ്പം മാളത്തിൽ ഒളിച്ച് അങ്ങനെ നടക്കാം. എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, പോണ പോക്കിന് പോകട്ടെ, നമ്മൾ പറഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള ഈ നിസ്സംഗതയിൽ പോയാൽ നമ്മളൊക്കെ എങ്ങനെയാണ് മരിച്ചു പോകും. പക്ഷെ അടുത്ത തലമുറയ്ക്ക് ഇവിടെ വെട്ടി മരിക്കും. ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ മക്കൾക്കൊന്നും സുഖമായിട്ട് അന്തിയുറങ്ങാൻ കഴിയില്ല. ഒരു സ്നേഹത്തിന്റെയും ഒരു സാഹോദര്യത്തിന്റെയും ഒരു കരുണയുടെയും ഈ ഒരു പ്രത്യയശാസ്ത്രം ലോകത്തിന്റെ മുമ്പിൽ ഈ കേരളത്തിലെങ്കിലും നമ്മുടെ നാട്ടിലെങ്കിലും ഇത് അവതരിപ്പിച്ചിട്ടില്ലെങ്കിൽ, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ, അതിനുവേണ്ടി നമ്മൾ നമ്മുടെ കഴിവിന്റെ അത്ര നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മളീ വിചാരിക്കുന്നത് പോലെയൊന്നല്ല. നമ്മളിപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ആ കാര്യങ്ങളെ കുറച്ച് പറഞ്ഞിട്ട് ഏറെ കഴിഞ്ഞാൽ അരമണിക്കൂർ പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് പോകാം. നമ്മൾ രംഗത്ത് ഇറങ്ങണം. ഖുർആനികമായ ഈ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മനുഷ്യ നന്മയെയും വിളിച്ചോളുന്ന, സാഹോദര്യം വിളിച്ചോളുന്ന ഖുർആനിന്റെ പ്രത്യയശാസ്ത്രം ലോകത്തോട് എന്തൊക്കെ പറയാനുണ്ട്, ലോകത്തിനോട്, ജനങ്ങളോട്, അത് എഴുതുക. അത് ശക്തമായ ഭാഷയിൽ എഴുതണം. പ്രതികരിക്കേണ്ടാന്നോ പ്രതിഷേധിക്കേണ്ടെന്നോ, ആശയത്തെ ശക്തമായ ഭാഷയിൽ ആശയത്തെ എതിർക്കേണ്ടാന്നല്ല. വ്യക്തികൾ ഇതിൽ ആരും പ്രശ്നമല്ല. അതാണ് എന്റെ തുടക്കത്തിൽ പറഞ്ഞത്. വ്യക്തികൾ ഇതിൽ വിഷയമല്ല. ആരും ഇതിൽ വിഷയമല്ല. ശക്തമായ നിലക്ക് ഈ ആശയത്തെ തുറന്നു കാട്ടണം. ആശയങ്ങൾ നിങ്ങൾ ശക്തമായി എഴുതിക്കോളൂ. എന്നിട്ട് ആ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും നമ്മൾ തുടരാം. ആ രൂപത്തിൽ ഈ ഖുർആനിന്റെ പ്രചരണത്തെയും പ്രവർത്തനത്തെയും ഒരു പുതിയ ഘട്ടത്തിലേക്ക്, പുതിയ മേഖലകളിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കണം. തെറ്റുപറ്റാത്ത ആളുകൾ ആരാ ലോകത്തുള്ളത്? ആ തെറ്റുകളെ തിരുത്തിക്കൊണ്ട് ശരികളിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ലല്ലേ മനുഷ്യൻ? അവൻ സാംസ്കാരികമായി ഉയരൽ അങ്ങനെ തന്നെയല്ലേ? പരസ്പരം കൊന്നു തിന്നിരുന്ന ഒരു ജനതയായിരുന്നു ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ. അവർ സാംസ്കാരികമായി ഉയർന്നു ഗോത്രങ്ങളുമായി ആ കൊന്നുതീറ്റ. അവിടുന്നും മനുഷ്യൻ വൈജ്ഞാനികമായും സാംസ്കാരികമായും ഉയർന്നപ്പോൾ രാജ്യങ്ങളുമായി ആ കൊല്ലലും തീറ്റയും. പക്ഷേ അവിടെ നിന്നും ഇപ്പൊ മനുഷ്യർ വൈജ്ഞാനികമായും സാംസ്കാരികമായും മുന്നോട്ട് പോയി. ഇന്ന് ഇങ്ങനെ പരസ്പരം കൊന്നു തിന്നുന്ന രാജ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു. അമേരിക്കയും കുറച്ച് ചില അറബ് രാഷ്ട്രങ്ങളും അല്ലാതെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഒരു ഏക സമൂഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാംസ്കാരികമായി മനുഷ്യൻ ഉയരുകയാണ്. പക്ഷെ മുസ്ലിങ്ങൾ ഇനിയും ആ ശിലായുഗത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്ന ആ ചിന്തയെ നമ്മൾ അറുത്ത് കളഞ്ഞേ പറ്റൂ. പരസ്പരം കൊന്നു തിന്നുന്ന ഒരു മൈക്ക കിട്ടിയാൽ തന്റെ സഹോദരനെ എങ്ങനെയൊക്കെ പിച്ചിച്ചീന്താമെന്ന് ആഗ്രഹിക്കുന്ന, തന്റെ സഹോദരന്റെ അവന്റെ കുതികാല് വെട്ടി എങ്ങനെയൊക്കെ അവനെ തന്റെ പാട്ടിലാക്കാമെന്ന് ചിന്തിക്കുന്ന ഈ വളരെ സങ്കുചിതമായ ചിന്തയിൽ നിന്നും മനുഷ്യൻ വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്കും സംസ്കാരത്തിലേക്കും മനുഷ്യൻ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ശിലായുഗത്തിലേക്ക് നാം തിരിച്ചു പോകണമെന്ന് പറയുന്ന ഈ ചിന്ത നമ്മൾ അറുത്ത് കളയണം. അതാണ് നമുക്ക് ഈ ലോകത്തോട് പറയാനുള്ളത്. ആ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകൾക്ക് മറ്റൊരാളെ ശത്രുവായി കാണാൻ കഴിയില്ല. നമ്മൾ എന്തോ പറഞ്ഞോട്ടെ, അതാണല്ലോ, നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്കൊരു പ്രശ്നമല്ല. അവരോട് ആശയം കൊണ്ട് പ്രതികരിക്കാനല്ലാതെ കുത്തുവാക്കുകൾ കൊണ്ട് ഒരിക്കലും നമുക്ക് ആ സഹോദരങ്ങളെ പ്രതികരിക്കാൻ നമുക്ക് കഴിയില്ല. ആ തലത്തിലേക്ക് ഈ മനുഷ്യർ സാംസ്കാരികമായി ഉയർത്തണം. അതാണ് ഖുർആൻ ലക്ഷ്യം വെക്കുന്നത്. ഖുർആനിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഞാൻ വിശദീകരിക്കുന്നത്. എന്നിട്ടാണ് സൂറത്തുൽ ഫാത്തിഹ മുതൽ നമ്മൾ വിശദീകരിച്ചു വരാം. ഇനി ഖുർആന് പറയാനുള്ളത് മെറ്റീരിയലായ പദാർത്ഥപരമായ കാര്യങ്ങൾ ഖുർആന് പറയാനില്ല. മെറ്റീരിയലായ ഒന്നും പറയാനില്ല. അവന്റെ കൈ എങ്ങനെയായിരിക്കണം, കാലെങ്ങനെയായിരിക്കണം, മൂക്കെങ്ങനെയായിരിക്കണം, കാൽ എത്ര ഡിഗ്രിയിൽ വെക്കണം, കൈ എത്ര ഡിഗ്രിയിൽ വെക്കണം എന്നുള്ളത് അവന്റെ വിഷയമല്ല. ഖുർആൻ ലക്ഷ്യം വെക്കുന്ന ഒരു ആശയ തലത്തിലുള്ള ഒരു പഠനമാണ് ഖുർആൻ ലക്ഷ്യം വെക്കുന്നത്. ഒരു ആശയ തലത്തിലേക്കാണ് മനുഷ്യനെ ഖുർആൻ കൊണ്ടുപോകുന്നത്. അവനെ വൈജ്ഞാനികമായും സാംസ്കാരികമായും എത്രമാത്രം ഉയർത്തിക്കൊണ്ടുവരാം എന്നതാണ് ഖുർആനിന്റെ ലക്ഷ്യം. സാംസ്കാരികമായി വൈജ്ഞാനികമായി അവൻ ഉന്നതമായ ഒരു നിലവാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞതാ,
ഉന്നതമായ ഒരു നിലവാരത്തിൽ എത്തിക്കഴിഞ്ഞ ഒരു മനുഷ്യന്റെ കാലിൽ അല്പം മണ്ണുണ്ട് എന്ന് പറയണ്ട, അവൻ വൃത്തിയാക്കിക്കൊള്ളും. അവനോട് പറയണ്ട. അവന്റെ കയ്യിൽ അല്പം ചളിയുണ്ടെങ്കിൽ തന്റെ ശരീരത്തിലെ അഴുക്ക് തന്റെ സഹോദരന് ശല്യമായി തോന്നുന്ന രൂപത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് വൃത്തിയാക്കിയിട്ടേ അവൻ സദസ്സിലേക്ക് പോകൂ. അതവന് പറയണ്ട. ആ അഴുക്ക് ഇന്നതാണെന്ന് പറയണ്ട അവനോട്. കാരണം അഴുക്കുകൾ കാലാന്തരത്തിൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ടാറില്ലാത്ത കാലത്താണ് മുഹമ്മദ് നബി ജീവിച്ചത്. അന്ന് മണ്ണാണ് അഴുക്കെങ്കിൽ ഇന്ന് ടാറും കീലും. അവിടുന്ന് അങ്ങനത്തെ അഴുക്കുകളുടെ ലിസ്റ്റ് പട്ടിക നീളും. ഈ പട്ടികകളുടെ ലിസ്റ്റ് ഇട്ടിട്ട് ആ അഴുക്കുകളൊക്കെ ശുദ്ധിയാക്കണമെന്ന് പ്രവാചകന് പഠിപ്പിക്കാൻ കഴിയില്ല. അത് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പട്ടിക തയ്യാറാക്കി ഖുർആന് പറയാൻ കഴിയില്ല. മൂല്യങ്ങളെ ഖുർആന് പറയാൻ കഴിയൂ, ആശയങ്ങളെ ഖുർആന് പറയാൻ കഴിയൂ. അന്നത്തെ കാലത്ത് ഏതെങ്കിലും പൊടിമണ്ണോ മണ്ണോ ഒക്കെയാണെങ്കിൽ അന്നത്തെ അഴുക്കെങ്കിൽ അഴുക്കിന്റെ പട്ടിക കാലാകാലങ്ങളിൽ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും അഴുക്കിന്റെ പട്ടിക ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ ഇനിയും അത് നീളും. അതിന്റെ ഓരോന്നും പറഞ്ഞ് ഇതായാൽ നിങ്ങൾ വൃത്തിയാക്കണം, ഇതായാൽ നിങ്ങൾ വൃത്തിയാക്കണം, ഇതായാൽ നിങ്ങൾ വൃത്തിയാക്കണം, ഇന്ന അഴുക്കായാൽ നിങ്ങൾ വൃത്തിയാക്കണം എന്ന് പറഞ്ഞ് പട്ടിക പറഞ്ഞ് ഖുർആന് വൃത്തിയാക്കാൻ പറയാൻ കഴിയില്ല. മനസ്സിന്റെ പരിശുദ്ധിയും മനസ്സിന്റെ വിശുദ്ധിയും വൈജ്ഞാനികമായ അവന്റെ ഉയർച്ചയും സാംസ്കാരികമായ അവന്റെ ഉന്നമനവുമാണ് ഖുർആനിന്റെ ലക്ഷ്യം. ഒരു സാമൂഹിക ജീവിയായി ജീവിക്കുമ്പോൾ ആ മനുഷ്യൻ ഏതൊക്കെ തലത്തിൽ അവൻ സൂക്ഷ്മത പുലർത്തണം, ഏതൊക്കെ തലത്തിൽ അവന്റെ പെരുമാറ്റ രീതികളിൽ സൂക്ഷ്മത വരണം എന്ന തലത്തിൽ ആണ് ഖുർആന് സംസാരിക്കാനുള്ളതും ഖുർആന് പഠിപ്പിക്കാനുള്ളതും. അതാണ് ആ രംഗത്ത് സൂചിപ്പിക്കാനുള്ളത്. ഖുർആൻ അങ്ങനെ ഒരു യാത്ര പറയുകയാണെങ്കിൽ അവന്റെ ആശയ തലത്തിലുള്ള യാത്രയെക്കുറിച്ച് ഖുർആന് പറയാനുള്ളൂ. അവന് കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്ര ഖുർആന്റെ ചർച്ചയല്ല. അമേരിക്കയിൽ നിന്ന് സൗദിയിലേക്കുള്ള യാത്ര ഖുർആനിന്റെ ചർച്ചയല്ല. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കോ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്കുള്ള യാത്ര ഖുർആനിന്റെ ചർച്ചയല്ല. ആശയ തലത്തിലുള്ള ചർച്ചയാണ് ഖുർആൻ. അങ്ങനെ മനസ്സിലാക്കുന്നവരും മനസ്സിലാക്കിയാൽ മതി. ഇത് അല്ലാത്ത ഈ രൂപത്തിൽ ഇപ്പോഴുള്ള വിശദീകരണം ഇവിടെ നിലവിൽ ഒരുപാടുണ്ട്. അതേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആളുകൾ അത് ഉൾക്കൊണ്ടുക. ഞാൻ ഈ ദുൽഖർനൈനിയുടെ യാത്ര ഒരു സ്ഥലത്ത് പറഞ്ഞു, പകുതി ആളുകൾക്ക് അത് മനസ്സിലായിട്ടില്ല. ദുൽഖർനൈനി യാത്ര ചെയ്തത് എവിടുന്നാണെന്ന് മനസ്സിലാക്കിയത് പോലെ കിഴക്ക് സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ടും പോയി, സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ടും പോയി. എന്നിട്ട് അതൊക്കെ കീഴടക്കി. അങ്ങനെ പോകുമ്പോ രണ്ട് മതിൽക്കെട്ടിനുള്ളിൽപ്പെട്ട ഒരാളെ കണ്ടു, കുറച്ച് ആൾക്കാരെ കണ്ടു. ഓർക്ക് സംസാരിച്ചാൽ തിരിയില്ല, അത് ചൈനയാണ്, ചൈനയിലെ രണ്ട് വൻമതിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിശദീകരണം ഇപ്പം നിലവിലുള്ളത്. ദുൽഖർനൈനി എന്ന് പറഞ്ഞ രണ്ട് കൊമ്പുള്ള ആളാണ്, അലക്സാണ്ടർ ചക്രവർത്തിയാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഖുർആൻ അങ്ങനത്തെ ചർച്ച, അങ്ങനെ ഒരു യാത്രയെ കുറിച്ചൊന്നുമില്ല. ഖുർആൻ ആശയ തലത്തിലുള്ള യാത്രയാണ്. സൂര്യാസ്തമനം എന്ന് പറഞ്ഞാൽ വിജ്ഞാന തലത്തിലും ആശയ തലത്തിലും സാംസ്കാരിക തലത്തിലും ഒരു ഡോൺ കമ്മ്യൂണിറ്റി, ഒരു പതനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ്. ഒരു ഡെസ്ക് കമ്മ്യൂണിറ്റിയും ഒരു ഡോൺ കമ്മ്യൂണിറ്റി, ഈ രണ്ട് കമ്മ്യൂണിറ്റികൾക്കിടയിലുള്ള ഈ രണ്ട് സമൂഹങ്ങളെയും ഒരു തകർച്ചയിലേക്ക്, ആശയത്തിന്റെ സൂര്യാസ്തമനമാണ് അവിടെ നടക്കുന്നത്. അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലായാൽ മതി, അല്ലാത്തവർക്ക് ഇപ്പം നിർബന്ധമൊന്നും എനിക്കില്ല. സൂര്യാസ്തമനത്തിലേക്ക് നീങ്ങുന്ന ഒരു ജനത, വൈജ്ഞാനിക തലത്തില്, വിശ്വാസ തലത്തില്, ആശയ തലത്തില് സൂര്യാസ്തമനത്തിലേക്ക് നീങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റി, ഒരു സമൂഹവും, വിജ്ഞാന തലത്തിലും ആശയതലത്തിലും ആദർശ തലത്തിലും സൂര്യോദയത്തിലേക്ക് നീങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയും ഒരു സമൂഹവും, ഈ രണ്ട് സമൂഹത്തെയും ഒരുമിച്ച് കൊണ്ടുപോയ ഒരു പ്രവാചകനോ പ്രവാചകന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു നായകനോ ആണ് അത് എന്ന് ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞു. പല ആളുകൾക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളത് അവരുടെ മുഖഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഹത്തായിത ബലഹ ശ്രദ്ധയിനി, അങ്ങനെ അദ്ദേഹം രണ്ട് മതിൽക്കെട്ടുകൾക്കുള്ളിൽ രണ്ട് മതിൽക്കെട്ടുകളുടെ അടുത്തെത്തി. അദ്ദേഹം ഏതാണ് ആ ശ്രദ്ധ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് ശബ്ദം, ശ്രദ്ധ, മുന്നിലും പിന്നിലും മതിൽ കെട്ടിയ ആശയരംഗത്ത് സത്യം കാണാതിരിക്കാൻ, ധർമ്മം കാണാതിരിക്കാൻ, സാംസ്കാരികമായ ഖുർആനികമായ അല്ലെങ്കിൽ ദൈവികമായ ഈ സത്യം കാണാതെ അത് സംഘടനാപരമോ രാഷ്ട്രീയപരമോ ആശയതലത്തിലോ അല്ലെങ്കിൽ വേറെ ഏത് മേഖലയിലായാലും ഈ രണ്ട് മതിൽക്കെട്ടുകളിൽപ്പെട്ട് ലാ യകാദൂന യഫ്ഖഹൂന ഖൗല, ദൈവത്തിന്റെ ഖൗല് മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ ഉൾക്കൊള്ളാനോ ഇതുവരെ കഴിയാത്ത ഒരു ജനതയെയും അദ്ദേഹം കണ്ടു. അതുപോലെ ലാ യകാദൂന യഫ്ഖഹൂന ഖൗല, പറഞ്ഞാൽ തിരിയാത്ത ആൾക്കാരാണ്, അത് ചൈനക്കാരാണ്. ലാ യഫ്ഖഹൂന എന്ന് പറഞ്ഞാൽ വലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അതാണ്
അതാണ് ഫഖഹ, ഗ്രഹിക്കുക. ഖൗലാന്ന് പറഞ്ഞാൽ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, നിനക്ക് ഞാൻ ശക്തമായ ഒരു ഖൗലാണ് തന്നിരിക്കുന്നത്. ഖൗലൻ മിർ റബ്ബിർ റഹീം. ആ ഖൗല് മനസ്സിലാക്കാത്ത, ഇത് ഗ്രഹിക്കാത്ത, അതാണ് സൂറത്ത് യാസീനിൽ പറഞ്ഞ രണ്ട് മതിൽക്കെട്ടുകളിൽപ്പെട്ട ഒരു ജനതയെ അവിടെ ഈ ആശയവും ഈ നീതിയുടെയും ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും ഈ ദൈവികമായ സന്ദേശം മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാതെ സ്വേച്ഛാധിപത്യത്തിലും ഏകാധിപത്യത്തിലും അതിന്റെ പിടുത്തത്തിലും സംഘടനകളുടെ പിടുത്തത്തിലും പെട്ട ഈ രണ്ട് മതിൽക്കെട്ടുകളിൽപ്പെട്ട ഒരു ജനതയെയും അദ്ദേഹം അവിടെ വെച്ച് കണ്ടു. അത് ദൂതനാകാം. ആ കണ്ട ജനത പറഞ്ഞു, ഞങ്ങളെ ഇതിൽ നിന്നൊരു ഹർജ്, ഒരു മോചനം ഞങ്ങൾക്കുണ്ടാക്കി തരണം. ഞങ്ങൾ ഈ പീഡനത്തിലും യാതനയിലും അനുഭവിച്ച് കഴിയാണ് ഞങ്ങൾ ഈ മതിൽക്കെട്ട്. അതാണ് ഞാൻ പറയുന്നത്, ഈ ആശയ തലത്തിലല്ലാതെ ഖുർആന് സംസാരിക്കാൻ കഴിയില്ല. ആ തലത്തിലേക്ക് നിങ്ങൾ ഉയരാതെ എനിക്ക് ഖുർആൻ നിങ്ങൾ, അതാണ് ഞാൻ പറയുന്നത്, ഖുർആന് പഠിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആമുഖം പറയുന്നേ വേണം. അതാണ് ആശയരംഗത്തുള്ള യാത്രയും ആശയരംഗത്തുള്ള പഠനവും ആശയരംഗത്തുള്ള വസ്തുതകളെ ഖുർആനിന് പറയാനുള്ളൂ. മെറ്റീരിയലായ പദാർത്ഥപരമായ ഒന്ന് ഖുർആന് പറയാനില്ല. അത് മെറ്റീരിയൽ പിന്നെ മാറ്റപ്പെടും. അവൻ സംസ്കരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മാറാനേ ഉള്ളൂ. അത് ഖുർആന് ചർച്ച ചെയ്യാൻ കഴിയില്ല. അതാ ഞാൻ പറഞ്ഞത്, അത് ചർച്ച ചെയ്യാൻ കഴിയില്ല. അത് ചർച്ച ചെയ്യാൻ ഖുർആന് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ 1000 ഖുർആൻ ഇനിയും ഇറങ്ങേണ്ടി വരും. അത് എത്ര മാത്രമേ നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. പദാർത്ഥപരമായ രംഗത്തേക്ക് ഖുർആന് വിശദീകരിക്കാൻ ഇറങ്ങിയാൽ ഇനിയും ഇതുപോലത്തെ ഒരു 1000 ഗ്രന്ഥം ഇറങ്ങിയാൽ കഴിയില്ല. ഖുർആൻ ആ രംഗത്ത് പറയാൻ കഴിയില്ല. അപ്പൊ വേണം ആ മതിൽക്കെട്ട് യാത്ര എന്നൊക്കെ പറയുമ്പോൾ ആശയരംഗത്ത് യാത്ര ചെയ്തിരുന്ന ഒരു കമ്മ്യൂണിറ്റിയെയാണ് അവിടെ കാണുന്നത്. അവരാണ് ഒരു മോചനം ആവശ്യപ്പെട്ടത്. അവരാണ് ഞങ്ങൾക്കൊരു മോചനം വേണമെന്ന് പറഞ്ഞത്. അപ്പോഴാണ് അയാൾ ആ ദൂതൻ പറഞ്ഞത്, എന്നാൽ നിങ്ങൾ എനിക്ക് സുബർ കൊണ്ടുവന്നു തരൂ, വ്യക്തമായ ഏടുകൾ കൊണ്ടുവന്നു തരൂ. അതാണ് സുബർ, അല്ലാതെ പലകകളല്ല. എനിക്ക് വ്യക്തമായ സുബറൽ ഹദീർ എന്നാണ്. ഹദീർ എന്ന് ഖുർആൻ ഉപയോഗിച്ചു. വേറൊരു കാര്യം എനിക്ക് ഇതിന്റെ സാന്ദർഭികമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഖുർആനിനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കണം. ഹദീർ എന്ന പദത്തെ ഖുർആൻ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കണം. നിങ്ങൾക്ക് ഞാൻ ഹദീസ് ഇറക്കി തന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ അത് ഇരുമ്പല്ല, ശക്തിമത്തായ ഷാർപ്പായ അതിശക്തമായ ആശയങ്ങളുള്ള ഒരു വേദം ഞാൻ നിനക്ക് ഇറക്കി തന്നിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞത്. ഹദീദ്, ഇന്ന് നിന്റെ ചിന്തയും വീക്ഷണവും ഹദീദായി തീരും. ഹദീദ് എന്ന് പറഞ്ഞാൽ ആ ഹദീദ് ഇരുമ്പല്ല. അപ്പൊ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കണം. ആ ഹദീദ് കൊണ്ടുവന്നു തരൂ, എനിക്ക് വളരെ ശക്തിമത്തായ ഷാർപ്പായ ആശയങ്ങളുള്ള ഏടുകൾ എനിക്ക് കൊണ്ടുവന്നു തരൂ. അത് ഞാനിവിടെ നടപ്പാക്കി തരാം. അതാണ് ഊത്തൊക്കെ ഇനി വരുന്നുണ്ട് നിങ്ങൾക്ക്. അതൊക്കെ ഖുർആൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നെഫ്ഹൊക്കെ മനസ്സിലാവും എന്താണ് ഊത്ത്. ഒരു മൈക്കെടുത്തിട്ട് അള്ളി മഴകൾ ഇങ്ങനെ മൈക്കെടുത്ത് ഊതാണോ? അപ്പൊ ശക്തിമത്തായ സുബറുകൾ എനിക്ക് കൊണ്ടുവന്നു തരും, ഞാനിതിവിടെ നടപ്പാക്കി നിങ്ങൾക്ക് മോചനം തരാം എന്നാണ് ആ ദൂതനോ. അതാണ് രണ്ട് അൽ-ഖർനൈനി എന്നാ പറഞ്ഞത്. അൽ-ഖർനൈനി എന്ന് പറഞ്ഞാൽ തന്നെ അയാളുടെ ഇസ്മല്ല, അത് അയാളുടെ പേരല്ല. അല്ലിട്ട് പറഞ്ഞാൽ പേരല്ല, അല്ലിട്ട് പറഞ്ഞാൽ അയാളുടെ വിശേഷണമാണ്. രണ്ട് നിലപാടുകളുള്ള ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോയി അവരെ പേച്ച് വർക്ക് നടത്തി ഒരു സമൂഹമാക്കി കൊണ്ടുപോകുന്ന നായകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് അത് പ്രവാചകനാകാം, പ്രവാചകന്റെ സ്ഥാനത്ത് നിൽക്കുന്ന സാമൂഹിക പരിഷ്കർത്താക്കളാകാം. അവരൊരിക്കലും സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കാനോ നാശമുണ്ടാക്കാനോ സമൂഹത്തിലെ വ്യക്തികളെ തമ്മിലടുപ്പിക്കാനോ അവരുടെ പ്രബോധനവും അവരുടെ പ്രവർത്തനമോ സഹായമാവുകയില്ല. മറിച്ച് അവരെ യോജിപ്പിക്കാനും അവരെ പേച്ച് വർക്ക് നടത്തി ഒരുമിപ്പിക്കാനുള്ള മേഖലകളെ അവർക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. ഒരു നല്ല മനുഷ്യന് പരസ്പരം തല്ലിക്കേണ്ടതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. ഒരു പരിഷ്കർത്താവിനോ ഒരു പ്രവാചകനോ ഒരു ദൂതനോ മനുഷ്യനെ പരസ്പരം യുദ്ധം നയിക്കേണ്ട തലത്തിലേക്ക് മനുഷ്യനെ ചിന്തിപ്പിക്കാൻ കഴിയില്ല. എന്താ നിങ്ങൾ മനസ്സിലാക്കിയ? യുദ്ധങ്ങൾ കൊണ്ടും ആരാധനകൾ കൊണ്ടും അന്ധവിശ്വാസങ്ങൾ കൊണ്ടും പൊറുതിമുട്ടിയ ഒരു ജനതയെ വീണ്ടും ആരാധനകൾ കൊണ്ടും യുദ്ധങ്ങൾ കൊണ്ടും അന്ധവിശ്വാസങ്ങൾ കൊണ്ടും അത് മാത്രം പഠിപ്പിക്കാൻ ഒരു ദൂതൻ വന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. സ്വേച്ഛാധിപത്യവും ഏകാധിപത്യവും അന്ധവിശ്വാസങ്ങളും ക്രൂരതയും ആരാധനകൾ കൊണ്ടും ആകെ പൊറുതിമുട്ടിയ ജനത.
ആ ജനതയെ വീണ്ടും ആരാധനകള്, വീണ്ടും യുദ്ധങ്ങള്, വീണ്ടും ഏകാധിപത്യങ്ങള്, വീണ്ടും സ്വേച്ഛാധിപത്യങ്ങള്, വീണ്ടും മനുഷ്യാവകാശ ലംഘനങ്ങള്, ഇത് മുഴുവൻ പഠിപ്പിക്കാൻ പിന്നെ ഒരു ദൂതൻ വരികയോ ചിന്തിക്കാൻ കഴിയില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫറോവക്ക് നിസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആളല്ല മൂസ. ഫറോവക്ക് എങ്ങനെ കക്കൂസിലിരിക്കേണ്ടതെന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആളല്ല മൂസ. പെണ്ണുങ്ങളടുത്ത് എങ്ങനെ കിടക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആളല്ല മൂസ. ഫിറൗന് ഇതൊന്നും അറിയാതെ നടക്കുകയായിരുന്നു പാവം. കക്കൂസിൽ എങ്ങനെ ഇരിക്കേണ്ടതെന്ന് അറിയില്ല, പെണ്ണുങ്ങളടുത്ത് എങ്ങനെ കിടക്കേണ്ടതെന്ന് അറിയില്ല പാവം, എങ്ങനെ ആരാധിക്കേണ്ടതെന്ന് അറിയില്ല. ഇതൊന്നും അറിയാതെ ആകെ ഇടങ്ങാറായി നടക്കുന്ന ഫിറൗൻ ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചിട്ട്, അവന് കുറച്ച് ദിക്റും ദുആയൊക്കെ പഠിപ്പിച്ചിട്ട്, കുറച്ച് ഹംദും സലാത്തും തസ്ബീഹും ഒക്കെ പഠിപ്പിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചു വന്ന ആളൊന്നല്ല മൂസ. മൂസ അതിന് വന്ന ആളല്ല. മൂസ എന്നല്ല, ലോകത്ത് വന്ന ഒരു പ്രവാചകന്റെയും ദൗത്യം അതല്ല. നിസ്കാരം പഠിപ്പിക്കലല്ല പ്രവാചകന്മാരുടെ ദൗത്യം. ദിക്റും ദുആയും പഠിപ്പിക്കലല്ല പ്രവാചകന്മാരുടെ ദൗത്യം. റോമൻ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തിലും അവരുടെ പീഡനത്തിലും അവരുടെ അക്രമങ്ങളിലും അവരുടെ അനീതികളിലും കഴിഞ്ഞിരുന്ന ഒരു ജനതയെ മോചിപ്പിക്കാൻ വന്ന ആളാണ് ഈസ. മുഹമ്മദ് നബിയെ ചീത്ത പറഞ്ഞാൽ നമ്മൾ ഈസനെയും ചീത്ത പറയും. എങ്ങനെ കഴിയും ഒരു മുസ്ലിമിന്? മുഹമ്മദ് നബിനെ ചീത്ത പറഞ്ഞ് സിനിമ ഇറക്കിയപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് തുണി അയച്ചിട്ട് ഓടുന്ന ഈസയുടെ സിനിമ നമ്മൾ ഇറക്കിക്കുക. ഹയാത്ത് യസു എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം അതിലിട്ടിക്ക. എന്താണ് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ? ഒരാളെയും വികൃതമായി ചിത്രീകരിക്കാൻ കഴിയരുത് അവന്. ആ തലത്തിൽ നമ്മൾ ഉയർന്നേ പറ്റൂ സഹോദരങ്ങളെ. അല്ലെങ്കിൽ നമ്മളിതൊക്കെ പിന്നെ കൂട്ടി മടക്കി വെച്ച് അവനാൻ്റെ പണി നോക്കി ഹാലോ വിധിയെ നോക്കി കൂടി പോയിരിക്കാം. ഈ കൗമിനോട് വെറുതെ മലനോട് കല്ലെറിയാന്നൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അത് ചെയ്യാം. അല്ലാതെ ഇനി ഇവിടെ ചീത്ത പറയുന്ന ഒരു മാസിക, പരസ്പരം വെട്ടിമരിക്കാൻ പറയുന്ന ഒരാശയം, ഒരു പ്രസ്ഥാനം, പരസ്പരം തല്ലുകൂടാൻ പറയുന്ന ഒരു പ്രസ്ഥാനം ഇനി ഇവിടെ വേണ്ട. അത് ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ട്. ഇനി അതിൻ്റെ ആവശ്യമില്ല. അത് നിങ്ങൾ ഇന്ന മുടക്കണ്ട, ഇൻ്റെ പിന്നെ അധ്വാനം മുടക്കാൻ നിൽക്കണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആളെ നോക്കിക്കോളൂ. ഞാൻ ചിരിച്ചു പോയി, ഞാൻ അന്തം വിട്ടുപോയി. മുസ്ലിം എങ്ങനെ അങ്ങനെ പ്രതികരിച്ചു? ഹയാത്ത് യസു എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് അതിന് ബദലൊരു സിനിമ ഇട്ടില്ല. ഈ സാധനം ഇവിടെ ചിത്രം കൊടുത്തിട്ട് മൂപ്പർ ഇങ്ങനെ പാട്ടും പാടി ആദ്യമൊക്കെ തുണി എടുത്തിട്ട് പിന്നെ പറയാനെത്തിയപ്പോൾ തുണി അയച്ചിട്ടു, കുപ്പായ അയച്ചിട്ടു, പിന്നെ തുണി അയച്ചിട്ടു, പിന്നെ ഒന്നുമില്ലാതെ അങ്ങനെ. ഹദീസിലൊക്കെ ശരിയാവും, കാരണം മൂസ നബി തുണി വെച്ചിട്ട് മൂസ നബിയുടെ ഹദീസ് പഠിപ്പിക്കുന്ന ഓൽക്കൊക്കെ പറ്റും. ഹദീസിന്റെ ഉലമാക്കൾക്ക് പറ്റും, ഖുർആൻ പ്രചരിപ്പിക്കുന്ന നമുക്ക് പറ്റൂല. ഖുർആൻ പ്രചരിപ്പിക്കുന്ന നമുക്കത് പറ്റൂല. നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. നമ്മളെ പ്രവാചകനെ കുറിച്ച് നമുക്ക് ഒരു പ്രവാചകനല്ല, ഒരു ഖുർആൻ വിശ്വാസിയാവുന്നതോടുകൂടി എല്ലാ പ്രവാചകനും അവന്റെ മുമ്പിൽ സമനായി. ഒരു പ്രവാചകനെ അവിടെ വേറിട്ട് കാണാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല. അത് വിശ്വാസികളെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണത്. കാരണം എങ്ങനെ ഒരു ഹയാത്ത് യസു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ മുഹമ്മദ് നബിനെ പറഞ്ഞു ഞങ്ങൾ പകരമാണ്. അതേ അവസ്ഥ തന്നെ ഒരു LKG കുട്ടി വരെ അതിൻ്റെ മുകളിൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അതറിയോ? ഒരു LKG കുട്ടിനോട് നിങ്ങൾ സംസാരിച്ച് നോക്കുവാനെ വിളിച്ചിട്ട് നല്ല സംസ്കാര സമ്പന്നനായിട്ട് അവൻ സംസാരിക്കുള്ളൂ. പക്ഷെ ആ LKG കുട്ടിയുടെ തലത്തിലേക്ക് വരെ നമ്മളെ കൗമ് വളർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കൗമ് സാംസ്കാരികമായി എവിടെ ഇരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. സൈറ്റൊന്നും തുറക്കാൻ പറ്റൂല. അത്രമാത്രം പുളിച്ച അനാവശ്യങ്ങൾ മാത്രം. ഖുർആൻ പഠിക്കണമെങ്കിൽ ആ തലത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ദുൽഖർനൈനിയുടെ 2 മതിൽ തെരഞ്ഞും ചൈനയിൽ പോയിട്ടൊന്നും കാര്യമല്ല. ചൈനയിലേക്കുള്ള യാത്രയോ ദുനിയാവിന്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്കുള്ള യാത്രയൊന്നും അല്ല ഈ ഖുർആന്റെ ചർച്ച. ആശയ തലത്തിലുള്ള യാത്രയും ആശയ തലത്തിലുള്ള അവന്റെ ഉയർച്ചയും അവന്റെ താഴ്ചയുമാണ് ഖുർആനിന് സംസാരിക്കാനുള്ളത്. അവിടുന്ന് ഞാൻ പോകുന്നത് വിഷയത്തിൽ നിന്ന് ലേശം പോയാണ്, ഒരല്പം പോയി. അതുകൊണ്ട് ഖുർആനെ ആ രൂപത്തിലാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മൾ ഖുർആനെ മനസ്സിലാക്കേണ്ടത് ഖുർആൻ കൊണ്ടാണ്. ഖുർആൻ കൊണ്ടാണ്. ജിബാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നാട്ടിലെ മല ഇങ്ങനെ ഖുർആൻ ഓതിയാൽ നീങ്ങുന്നല്ല. അങ്ങനെ മനസ്സിലാക്കുക. അത് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് വളരെ പ്രശ്നങ്ങളുണ്ട് ഇനി ഇവിടുന്ന് പോകണമെങ്കിൽ. പലപ്പോഴും എന്നോട് സ്റ്റാർട്ട് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ഒഴിഞ്ഞു പോയിരുന്നതാണ്. ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന എനിക്ക് തന്നെ അറിയുന്നില്ല.
ഇപ്പൊ ഞങ്ങളുടെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഒലവു വന്ന ഖുർആനൻ സുയ്യിറത്ത് ബിഹിൽ ജിബാൽ, ഒരു ഖുർആൻ കൊണ്ട് മല നീക്കപ്പെട്ടാൽ. മല നീക്കോ ഖുർആൻ കൊണ്ട്? മല നീക്കൂല, പക്ഷെ മല നീക്കപ്പെടുന്ന ഖുർആൻ പറഞ്ഞു. സീറ എന്ന് പറഞ്ഞാൽ നീക്കപ്പെടുക തന്നെയല്ല, സീറത്ത് ഹല്ലൂല. സീറ നിങ്ങൾ ഉപയോഗിച്ചു, പാഠം ഉൾക്കൊള്ളുകയാണ്, ചലിപ്പിക്കപ്പെടുക എന്നല്ല. അതാണ് സാറ യസീറു സീറ എന്ന് പറഞ്ഞ സുയ്യിറ എന്ന് പറഞ്ഞ ഖുർആനിൽ നിന്ന് കിട്ടണം. സീറത്ത് ഹല്ലൂല, സീറത്താണത്. സീറത്ത് സീറത്ത് സാറത്ത് സുയ്യിറത്ത് അതാണ്. ജിബാൽ എന്ന് പറഞ്ഞ ശക്തമായ, വളരെ ശക്തമായ ആളുകൾ വരെ ഈ ഖുർആൻ കൊണ്ട് പാഠം ഉൾക്കൊള്ളപ്പെടുകയോ? ആശയം മാറിയാണത്, ആകെ മാറിയാണ്, അർത്ഥം മാറും. വലൗ അന്ന ഖുർആനൻ സുയ്യിറത്ത് ബിഹിൽ ജിബാലു, ജബലുകൾ അതിശക്തമായ, അതാണ് മൂസാ നബി കണ്ട ജബലൊക്കെ അതാണ്. അത് അവിടുത്തെ തലത്തിൽ നിങ്ങൾക്ക് വരണം. മൂസയോട് പറയണ്ടല്ലോ, ആ ജബൽ അവിടെ ഉറച്ചു നിൽക്കുന്നത് നീ കണ്ടാൽ നിനക്കെന്നെ കാണാം. ആ ജബൽ അവിടുത്തെ ഫിറൗനാണ്. വളരെ ശക്തിമത്തായ ഒരാശയവും തന്റെ ക്രൂരമായ മനസ്സിനെ പിടിച്ചു നിൽക്കാൻ ഒരാശയവും പര്യാപ്തമല്ലാത്ത രംഗത്ത് ദൈവികമായ ആശയം കൊണ്ട് അവനെ പിടിച്ചു കുലുക്കാൻ കഴിയുമെങ്കിൽ അവിടെ നിനക്ക് ദൈവത്തെ കാണാം. അതാണ് ജബൽ. ആ തലത്തിലേക്ക് വരണം, അതേ ശരിയാവുള്ളൂ. ആ രൂപത്തിലുള്ള വിശദീകരണമേ ഖുർആൻ കൊണ്ട് ശരിയാവുള്ളൂ. നിങ്ങൾ പറയണ്ടല്ലോ, യൂസുഫ് കാണുണ്ടല്ലോ, ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹുന്നാണ്, അവരെ ഞാൻ കാണുന്നു എന്നാ. ആ സൂര്യനെയും ചന്ദ്രനും അവയെ ഞാൻ കാണുന്നു എന്നല്ല, അത് ഭാഷ അറിയുന്ന ആളുകളോട് പറയേണ്ടതാ. റഅയ്തുഹുന്നാണ്, അവരെ, മനുഷ്യരാണവർ, അവരെ ഞാൻ കാണുന്നു. ഈ സാധ്യതയിൽ, ഈ ദൈവികമായ ഈ ആശയത്തിന് കീഴടങ്ങി ജീവിക്കുന്ന ഇവിടുത്തെ ആളുകളായി ഞാൻ എനിക്ക് കാണുന്നു എന്നാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് എന്റെ സഹോദരങ്ങളെ, ഖുർആനികമായ ഒരു പദത്തെ ഖുർആനിന്റെ മറ്റുള്ള സ്ഥലത്ത് ആ പദം എന്തിനുപയോഗിച്ചു എന്ന ആ പദം എടുത്തിട്ടേ ഖുർആനെ മനസ്സിലാക്കാൻ പറ്റൂ, അല്ലാതെ ഖുർആനെ മനസ്സിലാക്കരുത്. അല്ലെങ്കിൽ അർള് ഞാൻ അവിടെ കിടക്കട്ടെ, അർളിപ്പങ്ങൾക്ക് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാലും മനസ്സിലാവില്ല. കുത്തിയാന്ന് പറഞ്ഞ കഥ. ഇനി ഒരു സഭയിൽ രാജ്ഞി പറയണ്ടേ, കാത്തിയത്തൻ അമ്രൻ, ഒരു അമ്രിനെയും ഞാൻ കഥ ചെയ്യുകയില്ല ഹത്താ യശഹദൂൻ, നിങ്ങളിവിടെ അവര് വരുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഏതാണ് അവിടെ കഥ എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുകയാണ്, പിന്തുടരുകയാണ്. അർള് ഈ ഖുർആനിനെ പിന്തുടരപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ, അല്ലാതെ ഇപ്പൊ നമ്മൾ കഥയാണ് കേട്ട നേരെ അർത്ഥം മുറിച്ചു മാറ്റിയാണ്. സബൈ രാജ്ഞി പറയണ്ടേ മൗത്താണ്. അർളിപ്പോ ഞാൻ വിശദീകരിക്കുന്നില്ല. അർളിന്റെയും സമാവിന്റെയും തലത്തിലേക്ക് ഇനി കുറേ പോകാനുണ്ട് എന്റെ കൗണ്ട്. അർളും സമാവും ഒക്കെ മനസ്സിലാണ്. അത് ഖുർആൻ കൊണ്ട് തന്നെ മനസ്സിലാക്കണം കേട്ടില്ല, അല്ലാതെ നമ്മുടെ സ്വന്തം വകയല്ല. കുല്ലിമ എന്ന് പറഞ്ഞപ്പോൾ എഴുതിക്കുന്ന ഏതെങ്കിലും മയ്യത്ത് നീറ്റ് വന്ന് ഈ ഖുർആൻ സംസാരിക്കുകയാണെങ്കിൽ നാം അങ്ങനെ സംസാരിക്കുക. കുല്ലിമ എന്ന് പറഞ്ഞ കുല്ലിമ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആശയം സ്വീകരിക്കാനാണ്, അതിനെ റഫർ ചെയ്യുക, അതിനെ പിന്തുടരുക, അത് ഉൾക്കൊള്ളുക. അത് ഖുർആൻ പറയുന്നില്ല. സമ്മത്ത് കലിമത്ത് റബ്ബിക സിദ്ഖൻ വഅദലൻ, അതാണ് എന്താണ് കലിമത്ത്. മാക്കാനല്ലേ, അള്ളാഹുവിനും പാടില്ല അയ്യുകല്ലിമഹുല്ലാഹു, ഒരു അള്ളാഹുവിന് സംസാരിക്കാൻ പാടില്ല. ലി ബശറിൻ, ഒരു മനുഷ്യനോടും എന്ന് പറഞ്ഞാൽ സംസാരിക്കല്ല. അള്ളാഹു മനുഷ്യർക്ക് ഒരു ആശയവും അവൻ റഫർ ചെയ്യുകയില്ല, നിർദ്ദേശിക്കുകയില്ല, പറഞ്ഞു കൊടുക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അതാണ് കല്ലമ. കല്ലമ എന്നുള്ളത് ഖുർആൻ കൊണ്ട് മനസ്സിലാക്കണം. എന്താണ് കല്ലമ? കല്ലമല്ലാഹു മൂസ തക്ലീമ എന്ന് പറഞ്ഞതാണ്. മൂസക്ക് അള്ളാഹുവിന്റെ വചനങ്ങൾ, ആശയങ്ങൾ അള്ളാഹു കൊടുത്തു എന്നാണ് അതിന്റെ അർത്ഥം, അല്ലാതെ സംസാരിക്കുന്നില്ല. തമ്മത്ത് കലിമത്ത് റബ്ബിക സിദ്ഖൻ വഅദലൻ, അള്ളാഹുവിന്റെ ആശയങ്ങൾ പൂർണ്ണമായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്, അല്ലാതെ അള്ളാഹുവിന്റെ സംസാരം പൂർണ്ണമായിരിക്കുന്നു എന്നല്ല. അപ്പൊ കല്ലമ യുകല്ലിമു കലാമ് എന്ന് ഖുർആനിൽ ഉപയോഗിച്ച സ്ഥലങ്ങളൊക്കെ പരിശോധിച്ചിട്ട് വേണം കുല്ലിമ വിശദീകരിക്കാൻ. അപ്പൊ ഈ ആശയത്തിൽ നിന്ന് ജീവനറ്റ് കിടക്കുന്ന മനുഷ്യന്മാർ ഈ ആശയം ഉൾക്കൊള്ളുകയും അത് സ്വീകരിക്കുകയും ചെയ്യപ്പെടുകയാണെങ്കിലോ, അതാണ് ഖുർആൻ. അപ്പൊ ഖുർആനിനെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം? ഖുർആൻ കൊണ്ടായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ നിങ്ങൾ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട്, സഹോദരങ്ങളോട് പറഞ്ഞു, സലാത്തിന് ഇപ്പൊ എത്ര അർത്ഥം? 8, 9, 10 അർത്ഥം.
കാരണം ഇവർക്ക് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് തെറ്റിയാൽ പോയി കാര്യം. ഇപ്പൊ സലാത്തിന് അർത്ഥം എന്താണ്? സലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം, ദുആ, പ്രാർത്ഥന എന്നൊരർത്ഥം, നിസ്കാരം എന്നൊരർത്ഥം, ആശീർവാദം എന്നൊരർത്ഥം, സലാത്ത് ചെല്ലാന്നൊരർത്ഥം, സലാത്ത് ചെയ്യാന്നൊരർത്ഥം, ജൂതപ്പള്ളി എന്നൊരർത്ഥം, അനുഗ്രഹിക്കുക എന്നൊരർത്ഥം, കരിച്ചു കളയുക എന്നൊരർത്ഥം. 8-9 അർത്ഥം ഇന്നത്തെ അർത്ഥത്തിലുണ്ട് സലാത്തിനുണ്ട്. ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂഹു എന്ന് പറഞ്ഞ അവിടുത്തെ കരിച്ചു കളയൂന, അവിടുത്തെ സല്ലൂഹൻ. പിടിക്കൂ, അവനെ ബന്ധിക്കൂ, പിന്നീട് നരകത്തിലിട്ട് കരിക്കൂ, അവിടെ സല്ലൊക്കെ കരിക്കൂന. സൂറത്ത് ഹജ്ജിലൊരായത്തിന്റെ വലൗലാ ദഫഉല്ലാഹി ബഅ്ദുഹും ലിബഅ്ദിൻ ലഹുദ്ദിമത് സവാമിഉ വബിയഉ എന്ന് പറഞ്ഞിങ്ങനെ പോരുമ്പോൾ സലവാത്തുൻ എന്ന് പറയുന്നത് അവിടെ ജൂത പള്ളികൾ എന്ന് അവൻ അർത്ഥം വെച്ചു. ഞാൻ പറഞ്ഞു വളരെ സുഖമായി, ഇനി സലാത്തിന് ജൂത നിസ്കാരം എന്ന് കൂടി ഞാൻ അർത്ഥം വെച്ചാൽ വളരെ നന്ദി. കാരണം ഇപ്പൊ ജൂയിസ് പ്രയർ നെറ്റിൽ അടിച്ചു കൊടുത്താൽ ഇതേ നിസ്കാരം കിട്ടുക. ഇതേ നിസ്കാരങ്ങൾ നെറ്റിൽ ജൂയിസ് പ്രയർ അടിച്ചു നോക്കാം, ഇതേ നിസ്കാരം തന്നെ, ഈ രൂപത്തിൽ വരെ അതേ കോലം തന്നെ. അത് നമ്മൾ ഫോളോ ചെയ്തൊക്കെയാണ്. മുഹമ്മദ് നബി അത് നിസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആളല്ല, ആരാധന പഠിപ്പിക്കാൻ ഒരു പ്രവാചകൻ. ആരാധനകൾ കൊണ്ട് പൊറുതിമുട്ടിയ ജനതയായിരുന്നു അത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനാ ദൂതൻ വന്നത്. അതിന്റെ കൈഫിയത്ത് സലാത്ത്. ഇന്നത്തെ ആത്മീയ സാക്ഷരത എന്ന് പറഞ്ഞാൽ ആകെയുള്ളത് അതാണ്. ഇന്നിപ്പോ ആത്മീയ സാക്ഷരത എന്ന് കേട്ട എങ്ങനെ കുളിക്കണം, എങ്ങനെ തിരുമ്പണം, എങ്ങനെ കക്കൂസി പോകണം, അതിന്റെ ശർത്തം പറഞ്ഞു എങ്ങനെ, ഹൈഅത്തു സലാത്ത് എങ്ങനെ, അതിന്റെ കൈഫിയത്ത് എങ്ങനെ. മൗലികമായ വിഷയങ്ങളെ കുറിച്ച് ഒരു പ്രശ്നമില്ല. ഞാൻ എവിടെ എഴുതിയിട്ട് എവിടെ പറയുക ചെയ്തിട്ടുണ്ട്, താടിമ തൊട്ട പ്രശ്ന. നേരെ മറിച്ച് 1000 നുണ പറഞ്ഞാൽ ഇവന് പ്രശ്നമില്ല. 1000 നുണ പറഞ്ഞാൽ ഈ പുരോഹിത വർഗത്തിന് പ്രശ്നമില്ല. രാജ്യത്തിന്റെ മുതലും മുഴുവൻ ചൂഷണം ചെയ്ത് കട്ട് മുടിച്ച് അവൻ പള്ളി പ്രസിഡന്റ് ആയാലും കുഴപ്പമില്ല. അതിനെന്തെങ്കിലും പിന്നെ ചില്ലറ വാങ്ങിയിട്ട് സലാം പറഞ്ഞ് ഇൻഷാ അള്ളയും പറഞ്ഞു പോലും പ്രശ്നമില്ല. രാജ്യത്തിന്റെയോ സമൂഹത്തിന്റെയോ പൊതുമുതല് കട്ട് മുടിച്ച് ചൂഷണം ചെയ്ത് അവൻ സമ്പന്നനായാൽ അവനെ പള്ളി പ്രസിഡന്റ് ആക്കും, ഒരു പ്രശ്നമില്ല അവന്. പക്ഷെ താടി അത് ഭയങ്കര പ്രശ്നമാണ്. മുട്ടിന്റെ താഴെ തുണി ഇറങ്ങിയ പ്രശ്നമാണ്. വെക്കന്നെ വേണം, കാല് വെട്ടണം. പക്ഷെ ഈ ഒരു ശൗര്യം, ഈ ഒരു ഹാലളകള്, ഈ ഒരു ബേജാറ് മൗലികമായ വിഷയങ്ങളിൽ നമ്മുടെ സമൂഹം കാണിക്കാറില്ല. മൗലികമായ വിഷയങ്ങളിൽ നമ്മുടെ സമൂഹത്തിന് പ്രശ്നമില്ല. ഭയങ്കരതാണ്. നുണ പറഞ്ഞ പ്രശ്നമല്ല, 1000 നുണ പറഞ്ഞാലും പ്രശ്നമല്ല. അതാണ് മൗലികമായ മതത്തിന്റെ മൗലികമായ വിഷയങ്ങളിൽ ഇവർക്കൊരു പ്രശ്നമില്ല. വെള്ളിയാഴ്ച കേറി നമ്മളെ കക്കൂസ് ടൈസ് ഇടണമെന്ന മിനാരങ്ങളുടെ എണ്ണം പോരാ, ഒരു 2 മിനാരം കൂടി നമുക്ക് പള്ളിക്ക് വേണം. ടാപ്പുകൾ 100 ഒരു 10 ടാപ്പും കൂടി നമുക്ക് അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴത്തേന് ഇടണം. പക്ഷെ സമൂഹത്തിന്റെ മൗലികമായ പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട്, ഇത് ചർച്ചല്ല. രാജ്യം നേരിടുന്ന ആണവ നിലയങ്ങൾ 1000 സ്ഥാപിക്കാതിരുന്നോട്ടെ, ഈ പുരോഹിതന്റെ വിഷയമേ അല്ലാതെ. 1000 ആണവ നിലയങ്ങൾ സ്ഥാപിച്ച് അതൊക്കെ പൊട്ടിത്തെറിച്ച് ഈ രാജ്യം മുഴുവൻ കുട്ടിച്ചോറായാലും അത് ഇവന്റെ പ്രശ്നമല്ല, ഇളകൂല. അത് തന്റെ വിഷയമല്ല. അതെന്തായിക്കോട്ടെ, അത് അവസാനം പറയാതെ അള്ളാന്റെ കതറ അങ്ങനെ കാട്ടി വന്ന് നമ്മളിപ്പോ എന്താ കാട്ടി? അള്ളാന്റെ കലാകതറ അങ്ങനെയാണ്. നമ്മളിനിപ്പോ എന്തായാലും കാട്ടാൻ അള്ളാനെ 4 കുറ്റം പറഞ്ഞിട്ട് അള്ളാന്റെ കതറാന്നും പറഞ്ഞ് സമാധാനിക്കും നമ്മുടെ കൗമി. ലോകത്തെ ആകമാനം ഗ്രസിച്ച് തിന്നുന്ന മാരക രോഗങ്ങൾക്ക് ഹേതുവാകുന്ന അണുബോംബുകളോ അതുപോലെയുള്ള ഏത് രാസവസ്തുക്കളോ അല്ലെങ്കിൽ കീടനാശിനികളോ എന്തുപയോഗിച്ച് രാജ്യം മുഴുവൻ ജനിക്കുന്ന കുട്ടികൾ മുഴുവൻ വികലാംഗരും ശാശ്വതമായ വികലാംഗരും രോഗികളുമായി ജനിച്ചാലും അവിടെ അനങ്ങൂല. പക്ഷെ താടിമ തൊട്ടുപോയാൽ, എന്റെ പാപ്പ ബാർബർ ഷോപ്പിലിരുന്ന് താടി പഠിക്കരുന്ന് ഒരാൾ മൊയിലിയാന്നിട്ട് എന്തെങ്കിലും താടി പഠിക്കുക, താടി ഒന്ന് പഠിക്കട്ടെ ഞാനും അത്ര ഇപ്പോഴും മൂപ്പരെ ക്ലീൻ ഷേവാണ്. അപ്പൊ അവൻ പറയുന്നത് ഇവർക്ക് പ്രശ്നമല്ല, താടിമ തൊട്ട പ്രശ്നം. മൗലികമായ അടിസ്ഥാനപരമായ വിഷയങ്ങളാണ് ഖുർആൻ ചർച്ച ചെയ്യുന്നത്. ഞാൻ പറയുമ്പോൾ മൗലികമായ വിഷയമായിരിക്കും ഖുർആൻ പറയുക.
ഖുർആൻ ചർച്ച ചെയ്യുക മൗലികമായ വിഷയങ്ങളായിരിക്കും. മനുഷ്യരുടെ അവകാശങ്ങളെക്കുറിച്ചാണ് ഖുർആൻ ചർച്ച ചെയ്യാനുള്ളത്, ഖുർആൻ പറയാനുള്ളത്. മൗലികമായ മനുഷ്യരുടെ അവകാശങ്ങളെക്കുറിച്ചാണ് ഖുർആൻ സംസാരിക്കാനുള്ളത്. ആ മനുഷ്യരുടെ അവകാശങ്ങൾക്ക് ആ ലംഘനങ്ങൾ വരുന്ന വചനങ്ങൾ ഖുർആനിലുണ്ടെങ്കിൽ ആ വ്യാഖ്യാനത്തിൽ എന്തോ പിഴവ് സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതാ ഞാൻ പറയുന്നത്. മനുഷ്യാവകാശങ്ങളോ മനുഷ്യരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്നതോ ആയ, മനുഷ്യരുടെ സുഗമമായ ജീവിതത്തിന് മുന്നോട്ട് പോകാൻ കാരണമാകുന്നതോ തടസ്സം സൃഷ്ടിക്കുന്നതോ ആയ ഇന്റർപ്രിട്ടേഷൻ വ്യാഖ്യാനങ്ങൾ ഖുർആനിക വചനങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഖുർആനിന്റെ വചനങ്ങളുടെ വ്യാഖ്യാനത്തിന് എന്തോ പിശക് സംഭവിച്ചിരിക്കുന്നു എന്ന് എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. അതൊരു ദൈവിക വേദത്തിനുണ്ടാകാൻ പാടില്ല, അതൊരു ദൈവിക മെസ്സേജിനുണ്ടാകാൻ പാടില്ല. അതാണ് ആ രംഗത്തിൽ നമ്മൾ സൂക്ഷിക്കണം. ഞാൻ സൂക്ഷിക്കേണ്ട രംഗങ്ങളാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് ഖുർആനെ മനസ്സിലാക്കേണ്ടത്? മനുഷ്യരുടെ അവകാശങ്ങൾക്കോ എന്റെ അവകാശങ്ങൾക്കോ നിങ്ങളുടെ അവകാശങ്ങൾക്കോ തടസ്സം സൃഷ്ടിക്കുന്നതോ എന്റെ സുഗമമായ ജീവിതം മുന്നോട്ട് പോകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നതോ ആയ ആശയങ്ങൾ ഖുർആനിലുണ്ടെങ്കിൽ ആ ഖുർആനിക വ്യാഖ്യാനത്തിന്റെ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണം നാം മനസ്സിലാക്കാൻ. അതിനെ തിരുത്തിക്കൊണ്ട് വേണം ഖുർആനെ നമ്മൾ മനസ്സിലാക്കാൻ. പിന്നെ ഖുർആനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു രൂപം, അതിൻ്റെ തന്നെ വിപരീത പദങ്ങൾ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഒരു പദത്തെ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് മനസ്സിലാക്കി തരാൻ അതിൻ്റെ വിപരീതമായ പദം ഖുർആനിൽ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് ഖുർആനിനെ മനസ്സിലാക്കേണ്ടത്. അത് ഇന്ന ഹദീസ് എന്നില്ല, നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നാവും അത് നല്ലതല്ലേ, ആ ഹദീസിന് ഇപ്പം എന്താ ഒരു കുഴപ്പം, അതിന് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നും. പക്ഷെ അത് ഏതെങ്കിലും ഒരു ഖുർആനികമായ വചനത്തിന്റെ കട്ടിയായിരിക്കും. ഇപ്പൊ ഈ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ കോടാനുകോടി വർഷങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് ദൂതന്മാർ ലോകത്ത് വന്നു, അവരുടെ അനുചരന്മാർ ലോകത്ത് വന്നു, ഒരുപാട് പരിഷ്കർത്താക്കൾ ലോകത്ത് വന്നു, അവരുടെ അനുചരന്മാർ ലോകത്ത് വന്നു. ഇനി എത്ര കാലം ലോകം മുന്നോട്ട് പോകുന്ന അറിയില്ല. പരിഷ്കർത്താക്കളും ദൈവത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന ആളുകളും ലോകത്ത് എത്രമാത്രം വരുന്നറിയില്ല. ഇതിനു വേണ്ടി ജീവൻ കൊടുക്കുമെന്ന് ഇനി അറിയില്ല. അതിന് ചെറിയ ഒരു കാലഘട്ടമാണ് മുഹമ്മദിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഒരു 10-23 കാലഘട്ടം വർഷം ഇവരുടെ ഭാഗത്തിൽ പറഞ്ഞാൽ ഈ 23 വർഷത്തിന്റെ കോടാനുകോടി വർഷം ലക്ഷക്കണക്കിന് ദൂതന്മാർ, അനുചരന്മാർ, പരിഷ്കർത്താക്കൾ, മനുഷ്യ സ്നേഹികൾ ഇവരൊക്കെ ലോകത്ത് വന്നു. ഇതിലൊരു സൂചി കൊണ്ട് കുത്താനുള്ള സ്ഥലം പോലും ഈ ലോക ചരിത്രത്തിൽ മുഹമ്മദിന്റെ ചരിത്രമില്ല. ഈ ലോകക്രമങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മാനവരാശിയുടെ ചരിത്രം കോടാനുകോടി വർഷം. പരിഷ്കർത്താക്കളും മനുഷ്യസ്നേഹികളും പ്രവാചകന്മാരും ദൂതന്മാരും ലോകത്ത് ലക്ഷക്കണക്കിനാണ് അവരുടെ അനുയായികൾ, കോടിക്കണക്കിന് അവരുടെ അനുയായികൾ. അതിന് 10 ആൾക്ക് റിസർവേഷൻ, വേറെ ആർക്കില്ല. മുഹമ്മദിനോട് വ്യക്തമായി പറയാൻ പറഞ്ഞു, ഖുൽ മാ കുന്തു ബിദ്അൻ മിനർ റുസുൽ, ഞാൻ ദൂതന്മാരിൽ പുതിയവനല്ല. ഖുൽ, നീ പ്രഖ്യാപിക്ക്, മാ കുന്തു ബിദ്അൻ മിനർ റുസുൽ, ഞാൻ ദൂതന്മാരിൽ പുതിയ ആളല്ല, പുതിയവനൊന്നുമല്ല ഞാൻ. വല അതിരി, എനിക്ക് അറിയില്ല. എന്താ വ്യക്തമല്ലേ അത്? എനിക്കറിയില്ല. മാ യുഫ്അലു ബി, എന്നെ എന്താ ചെയ്യാതെ എനിക്കറിയില്ല. വല ബിക്കും, നിങ്ങളെ എന്താ ചെയ്യാതെ എനിക്കറിയില്ല. ഇൻ അത്തബിയോ ഇല്ല മാ യുഹാ ഇലയ്യ, എനിക്ക് സന്ദേശം നൽകപ്പെടുന്നത് പിൻപറ്റുകയല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഒമാ അന ഇല്ല നദീർ മുബീൻ, വ്യക്തമായ ഒരു താക്കീതുകാരനല്ലാതെ ഞാൻ മറ്റാരുമല്ല. എത്രങ്ങാനും ഹദീസുകളായി ഈ ആയത്തിന്റെ മുമ്പിൽ പൊളിഞ്ഞു പോകണമെന്ന് നിങ്ങൾക്കറിയോ? ഹദീസുകളുടെ കൂരമ്പ്, ഹദീസുകളുടെ കോട്ടകൾ തകർന്നു പോവുകയാണ് ഈ ആയത്തിന്റെ മുമ്പിൽ. ആകാശത്ത് കൂടി പോയി ഞാനെന്ന് പറഞ്ഞ ഹദീസുകളൊക്കെ പൊട്ടിപ്പോയി. മറ്റ് പ്രവാചകന്മാർക്കൊന്നും കൊടുക്കാത്ത 1000 സ്ഥാനമാനങ്ങൾ മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഹദീസുകളൊക്കെ പൊട്ടിപ്പോയി. അതാണ് പറയുന്ന ഹദീസുകളുടെ ഒരു കോട്ട തന്നെ തകർന്നു പോകാൻ ഒറ്റ വചനത്തിന്റെ മുമ്പിൽ. അതാണ് ഖുർആൻ. മാറ്റി പറഞ്ഞു മൂപ്പർ, ഞാൻ ദൂതന്മാരിൽ നൂതനൊന്നുമായിട്ടില്ല, പുതിയ ആളൊന്നുമായി തീർന്നിട്ടില്ല. എന്നെ എന്താ ചെയ്യാ എന്നോ നിങ്ങളെ എന്താ ചെയ്യാ എന്നോ എനിക്കറിയില്ല.
എനിക്ക് സന്ദേശം നൽകപ്പെടുന്നത് പിന്തുടരുകയല്ലാതെ എൻ്റെ ബാധ്യതയില്ല. ഞാൻ വ്യക്തമായ ഒരു മുന്നറിയിപ്പുകാരനല്ലാതെ മറ്റാരുമല്ല. മൗലവി പറഞ്ഞില്ല, മൗലവി വമ്പിച്ച ഒരാശയാണ് ഇവിടെ അവതരിപ്പിച്ചത്. എന്തിനും ഇത് തെളിവ്. ആത്മഹത്യ ചെയ്യണോ? തെളിവാ. അതിന് തെളിവുണ്ട്. നബിക്ക് വഹി നിലത്ത് തരാം കുറച്ചു കാലം. ഒരു സൂയിസൈഡിങ് പോയിന്റിലേക്ക് ഓടി തന്നെ ആത്മഹത്യാ മുനമ്പിലേക്ക് ഓടുക. ഷവാഹിക്കുൽ ജിബാലിനെ അവരെ എഴുതിയിരിക്കുന്നത്. ഓരോരോ മലയുടെ ഉച്ചിയിലേക്ക് ഓടിയായിരുന്നു വഹി നിലച്ച സങ്കടം കൊണ്ട്. എന്നിട്ട് ആത്മഹത്യ. അതിൽ ജിബ്രീൽ വന്ന് പിടിച്ചു. മുഹമ്മദ് ഹക്കുൻ ഇന്നക റസൂലുള്ള, ഉറപ്പാണ് നീ അള്ളാന്റെ ദൂരം തന്നെ, പേടിക്കണ്ട. അപ്പൊ തിരിച്ചു പോരും. വീണ്ടും ഓടുക. എന്തിന് നിങ്ങൾക്ക് തെളിവുണ്ടോ? അതിന് ഹദീസുണ്ട്. എല്ലാ തോന്നി നമ്മൾ ഈ നിസ്കാരങ്ങൾ 1000 നിസ്കാരം നിസ്കരിച്ചോളൂ, എനിക്ക് പ്രശ്നമല്ല. പക്ഷെ അത് തെറ്റായ ഒരു സന്ദേശം ലോകത്ത് നൽകുന്നുണ്ട്. അതാണ് എൻ്റെ പ്രശ്നം. അതെന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇന്ന് ലുഹ്ർ നിസ്കരിച്ചാൽ നിങ്ങളുടെ ഈ സുബഹി മുതൽ ലുഹ്ർ വരെയുള്ള പാപങ്ങൾ പുറത്തു. ജുമ നിസ്കരിച്ചാൽ ഒരു ജുമ മുതൽ മറ്റേ ജുമ വരെയുള്ള പാപങ്ങൾ പുറത്തു. സലാത്ത് ചെയ്ത ആളെ അല്ലാത്ത ബാക്കിയുള്ള എല്ലാ ആളുകളും വെട്ടിക്കോളുന്ന ഹദീസ്. ബാക്കിയുള്ളവരൊക്കെ വെട്ടിക്കോളുന്ന. ജമാഅത്തെ പ്രബോധനത്തിൽ ഒരു ലേഖനം എഴുതിക്കണം. ഈ ലേഖനത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെ അയാളെന്നെ ഹദീസ് നിഷേധിക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ എങ്ങനെ പച്ചയായിട്ട് നിഷേധിക്കുന്നില്ല, എങ്ങനെ പറയണമെന്നോ? നിസ്കരിക്കുന്ന ആളുകളും കൊലയാളികളും ചൂഷകരും അക്രമികളും വഞ്ചകരുമായ ആളുകളൊക്കെ കാണാം. അവരെയൊക്കെ വെറുതെ വിടണമെന്ന് നാം പറയുന്നത് ശരിയല്ല. അങ്ങനെ വളഞ്ഞു തിരിഞ്ഞിട്ടാണ് ഹദീസ് തള്ളുന്നത്. നേർക്ക് നേരെ ഈ ഹദീസ് തെറ്റാന്ന് പറയാൻ പേടിയാ, കൈയും കാലും പറക്കും. നമ്മളെ സംബന്ധിച്ച് പ്രശ്നമല്ല, ഹദീസ് ഒക്കെ പോക്കാം. ഏത് ശൈത്താനായാലും വേണ്ടില്ല, ഖുർആൻ നടപ്പിൽ വരുത്തുകയും ഖുർആൻ സമൂഹത്തിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ശൈത്താൻ ഓടിക്കോളും. അവിടെ ശൈത്താൻ വരില്ല. അതുകൊണ്ടാണ് ഖുർആൻ വായിച്ചു കഴിഞ്ഞിട്ട് വൈദാ ഖറഅതൽ ഖുർആനാണ്. ഖുർആൻ വായിച്ചാൽ, ഇതാ എന്നുള്ള പ്രയോഗം പാസ്റ്റ് ടെൻസിൽ, അതായത് കഴിഞ്ഞു പോയ ക്രിയയിൽ വന്നാലും പിന്നീട് അത് ചെയ്താൽ എന്ന് ഭാവിയിൽ അർത്ഥം കിട്ടും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാ എന്ന പ്രയോഗം, ഇതാ എന്ന് പറയുന്ന ഹർഫ്, ആൽ എന്ന ഹർഫ് വരുന്നത് പാസ്റ്റ് ടെൻസിലാണെങ്കിലും കഴിഞ്ഞു പോയ ഒരു ക്രിയയിലാണെങ്കിലും, അതാണ് ഇതാ ഖറഅത. നീ വായിച്ചാൽ, ഭാവിയിൽ വായിച്ചാലാണ് നീ ഇത് ചെയ്യേണ്ടത്. ഇതേ ഒരു പ്രയോഗം ഖുർആനിൽ കാണും. വൈദാ ഖറഅതൽ ഖുർആന, ഖുർആൻ നീ വായിച്ചാൽ, ജഅൽനാ ബൈനക വ ബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറ. രണ്ടും ഒരേ പ്രയോഗം. അതാണ് ഖുർആൻ തത്തുല്യമായ ഒരു പ്രയോഗം ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടാവും, തെരഞ്ഞു നോക്കണം എന്ന് പറയുന്നത്. വൈദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന ആയത്തും വൈദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വ ബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറ എന്ന് പറയുന്ന രണ്ടായത്തും ഒരേ ആശയമാണ്. നീ ഖുർആൻ വായിച്ചാൽ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു മുകാഫഹത്തുൽ അമൽ, പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു പ്രതിഫലം നൽകപ്പെടുന്ന ഒരു അന്തിമ ദിനത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്ത ആളുകളുടെയും നിന്റെയും ഇടയിൽ ഒരു മറയുണ്ടാകുന്നതാണ് എന്ന് അള്ളാഹു പറയുന്നു. ഞാൻ ചോദിച്ചു, ഖുർആൻ ഓതുമ്പോഴത്തിന് തന്നെ മറ ഉണ്ടാകുമെന്ന് ചോദിച്ചു. ഖുർആൻ ഓതാൻ ഉദ്ദേശിക്കുമ്പോഴത്തിന് തന്നെ മറ ഉണ്ടാകുമോ? വൈദാ ഖറഅതൽ ഖുർആന ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ വായിച്ച് കേട്ടാലാണ് ഇസ്തിമാ ചെയ്യേണ്ടത്. വായിക്കാൻ ഉദ്ദേശിച്ചാൽ എങ്ങനെ ഇസ്തിമാ ചെയ്യാം? വൈദാ ഖറഅതൽ ഖുർആന ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. അതാണ് ഇവിടെയൊക്കെ ഖുർആൻ വായിച്ചാലാണ്. ഖുർആൻ വായിച്ച് നിർത്തിയാലാണ് പിശാച് ഈ കൽപ്പനകളിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമവുമായിട്ട് വരിക. പിശാചുക്കൾ വരും. ആ പിശാചുക്കൾ ദൈവികമായ ആശയത്തിൽ നിന്നും അവന്റെ കൽപ്പനകളിൽ നിന്നും നമ്മളെ ആ ആശയത്തിൽ നിന്നും കൽപ്പനകളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ അവർ വരും. ആ വരുന്ന അവരിൽ നിന്ന് ഞാൻ ദൈവത്തോട് സഹായം ചോദിക്കുന്നു എന്നല്ല, ദൈവികമായ ആശയത്തോട് ഞാൻ സഹായം ചോദിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹ് സഹായിക്കണേന്നല്ല. അവിടെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഞാൻ ആശ്രയിക്കുന്നത്, ഞാൻ ഹെൽപ്പ് ചോദിക്കുന്നത് അള്ളാഹുവിനോടാണെന്ന് പറഞ്ഞാൽ അവന്റെ ആശയത്തോടാണ്, അവന്റെ വ്യവസ്ഥിതിയോടാണ് ഞാൻ സഹായം ചോദിക്കുന്നത്. അത് ഞാൻ അള്ളാഹു എന്ന് പറയുന്ന വിശദീകരണം ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടേക്കാണ് ഈ അള്ളാഹു പോണത്.
അള്ളാഹുവിന് നിങ്ങൾ ശത്രുവാകരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് നമ്മളൊരു വാളും പരിചയം ആറ്റം ബോംബൊക്കെ എടുത്തിട്ട് യുദ്ധത്തിന് അള്ളാഹുവിന്റെ അടുത്തേക്ക് പോവുകയല്ല, കഴിയില്ല. ഇൻ തൻസുറുല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് നമ്മളൊരു മണി ഓർഡർ അയക്കാൻ പറ്റൂല. അള്ളാഹ് എന്ന് പറഞ്ഞൊരു 10,000 റുപ്യ വേണ്ട. അതൊക്കെ അവന്റെ വ്യവസ്ഥിതിക്കാണ്. അവന്റെ ഈ ആശയങ്ങൾ ഭൂമിയിൽ നടപ്പാക്കാൻ നമ്മൾ ചെയ്യുന്ന പരിശ്രമങ്ങളാണ് അതിനുള്ള സഹായം. അതിന് നമ്മൾ കൊടുക്കുന്ന താൽക്കാലികമായി നാം ചിലവഴിക്കുന്ന ധനമാണ് അതിന്റെ ഇരട്ടിയായിട്ട് നമുക്കതിന്റെ ഫലം കിട്ടും. അത് കിട്ടുമോ കിട്ടുകയോ നിങ്ങൾക്ക് അറിയില്ല, അത് കിട്ടും. അതാണ് നിങ്ങൾ കടം താൽക്കാലികമായി നിങ്ങൾ ലവി കൊടുക്കൂ എന്ന് ഖുർആനിൽ പറഞ്ഞത്. അള്ളാഹ്ക്ക് ലവി കൊടുക്കൂ, അതിന്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടും നിങ്ങൾക്ക്, നമുക്കത് കിട്ടും. പക്ഷെ അത് ഞാൻ പറഞ്ഞു തരണ്ട് എങ്ങനെ കിട്ടുക എന്നുള്ളത്. അത് കിട്ടും, അതിന്റെ ഇരട്ടിയായിട്ട് അതിന്റെ ഫലം നമുക്ക് കിട്ടും. അള്ളാഹുവിന്റെ ഷാക്കാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ എതിരായിട്ട് വേറൊരു സ്ഥലത്ത് നിൽക്കാനല്ല, അവന്റെ ആശയത്തിന് ഷാക്കാകുക എന്നാണ് അതിന്റെ അർത്ഥം. അവന്റെ വ്യവസ്ഥിതിയോടും അവന്റെ കൽപ്പനകൾക്കും എതിരായി ഒരു എതിർപക്ഷത്ത് നിൽക്കുക, ആ പിശാചിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അതിനെ നശിപ്പിക്കാനുള്ള പോരാട്ടവും പ്രവർത്തനവുമാണത്. എന്നതുപോലെ തന്നെ നിങ്ങൾ ഈ ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തോട് സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വ്യവസ്ഥിതിയോടും കൽപ്പനകളോടും നിങ്ങൾ ഹെൽപ്പ് ചോദിക്കണം. അതിൽ ഉറച്ചു നിൽക്കാനും അതിൽ നിന്ന് വ്യതിചലിക്കാനും തിരിക്കാനും പൈശാചികമായ പ്രേരണകൾ അതിൽ നിങ്ങളെ ബാധിക്കാതിരിക്കാനും നിങ്ങൾ ഈ വ്യവസ്ഥാപിതമായിക്കൊണ്ട് തന്നെ ദൈവ സഹായം നിങ്ങൾ ചോദിക്കണം. അഭൗതികമായ ഒരു നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലൊരു ഹെൽപ്പ് കിട്ടുമെന്ന ആ വിശ്വാസം തന്നെ നിങ്ങൾ മാറ്റണം. പ്രകൃതിദത്തമായിട്ട് വ്യവസ്ഥാപിതമായിട്ട് അള്ളാഹു ഭൂമിയിൽ ഒരു വ്യവസ്ഥിതി വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥിതിയിലൂടെ അല്ലാതെ ഒരു സഹായം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേ വേണ്ട. അത് തെറ്റായ ഒരു സന്ദേശമാണ് നമ്മളിൽ തരിക. ഈ പേന നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ 1000 സഹായം ആരോട് ചോദിച്ചാലും ഇത് ആകാശത്ത് കൂടി പറഞ്ഞു വരൂല. ബേജാറാകേ വേണ്ട, നിങ്ങൾ അതിന് ബേജാറായിരിക്കണ്ട, വരില്ല. ഇത് എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഞാൻ തരുന്ന വേണം. ഒരു നൂല് സൃഷ്ടിക്കാൻ ലോകത്ത് സാധിക്കൂല. അതിനൊരു വ്യവസ്ഥിതി ഭൂമിയിൽ ഈ യൂണിവേഴ്സ് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. അത് ഖുർആനിൽ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. അത് വചനങ്ങൾ ഓരോന്നും പഠിക്കുമ്പോൾ ഞാൻ വിശദീകരിച്ചു തരാം. അല്ലാതെ ലോകത്തൊന്നും സംഭവിക്കില്ല. നിങ്ങൾ പറയും, സംഭവിച്ച ഒരു ചരിത്രം പറയും, നിങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഇവർ പറയണ ഈ ജിന്ന്, ഞാൻ പറയും ജിന്ന് ഉണ്ടായിക്കോട്ടെ, അതിനെന്താണ് നമ്മൾ വേണ്ടത്? കസേരയിലിരിക്കുമ്പോൾ ഊതണോ? അതപ്പോൾ അവർ പറയുന്നു, കസേരയിലിരിക്കുമ്പോൾ ഊതണം. ഇവിടെ വൈദ്യുത തരംഗങ്ങളുണ്ട്, അതിന്റെ റിയാക്ഷൻ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അത് ഫാന് തിരിയുന്നുണ്ട്. മൊബൈൽ തരംഗങ്ങളുണ്ട്, അതിന്റെ റിയാക്ഷൻ നമ്മൾ സംസാരിക്കുമ്പോൾ അറിയുന്നുണ്ട്. കേൾക്കുമ്പോൾ ഉത്തരം പറയുമ്പോൾ ഒക്കെ അനുഭവിക്കുന്നുണ്ട്. വായു ഉണ്ട് ഇവിടെ. പക്ഷെ നമ്മൾ കാണാത്ത ഒരുപാട് വസ്തുക്കൾ ഇവിടെ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഫലം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഊതലുണ്ടോ? ഇല്ല. ചുടുവെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കലുണ്ടോ? ഇല്ല. തേങ്ങടുമ്പോൾ സൂക്ഷിക്കലുണ്ടോ? ഇല്ല. നമ്മൾ നടക്കുമ്പോൾ തരംഗ രൂപത്തിൽ നടക്കലുണ്ടോ? ഇല്ല. ഇവിടെ മൊബൈൽ തരംഗങ്ങളുണ്ട്, വൈദ്യുത തരംഗങ്ങളുണ്ട്, റേഡിയോ തരംഗങ്ങളുണ്ട്, വായുണ്ട്, നമുക്കറിയാത്ത ഒരുപാട് വസ്തുക്കൾ പ്രപഞ്ചത്തിലാകമാനുണ്ട്. അത് വിചാരിച്ചിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനം അങ്ങനെ നടക്കുമ്പോൾ തരംഗ രൂപത്തിൽ ഇങ്ങനെ നടക്കുക, എന്താ വിചാരിക്കുക? എന്നെ കുറിച്ച് ഭ്രാന്തനാണെന്ന് പറയും. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ ചാടുക, ഇങ്ങോട്ട് പറയാം ഒരു മലക്കുണ്ടായിരുന്നു എന്ന്. അതാ നബിനിപ്പോ ഇവർ അങ്ങനെ പറയണം. നിങ്ങൾ കേട്ടവരോ ഒറ്റ, എന്നാ ഞാൻ കേട്ടു. ഇല്ല, ഞങ്ങൾ കേട്ടിട്ടില്ല, എന്നാ ഞാൻ കേട്ടു. ഞാൻ ഇങ്ങനെ 2 വിരലുമണി നടക്കുക, എന്നിട്ട് ചോദിക്കുക എന്താ ഞാൻ നടന്നു? മലക്കിറങ്ങിയിട്ട് ചവിട്ടാൻ വകുപ്പില്ല, ചവിട്ടാൻ സ്ഥലമില്ലാന്നിട്ട് ഞാൻ നബിനോട് ചോദിക്കാം, എന്താ നബി നിങ്ങൾ 2 വിരലുമ നടക്കണോ? എടോ, അപ്പൊ നിങ്ങൾ കണ്ടില്ല, മലക്കിറങ്ങിയിട്ട് ഭൂമിയിൽ ചവിട്ടാൻ സ്ഥലമില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ 2 വിരലുമ നടക്കും. ഞാൻ ഈ അങ്ങാടി കൂടി 2 വിരലും അങ്ങനെ നടന്നാൽ നിങ്ങൾ എന്താ പറയാ? ഇന്ന അടുത്തന്നെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഒരു വികലമായ ചിത്രീകരണം. എന്താ നബി എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ നബീനെ കുറിച്ച് ഇങ്ങനെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ആലോചിച്ചു, പഠിച്ചത് ഇതൊരു നബിയാണ്. ഈ ഖുർആനില്ലെങ്കിൽ പോക്കറ്റിനകത്ത് എന്തൊക്കെ കാര്യം. സത്യമാണ്. ഞാൻ ഈ ഏതെങ്കിലും മതനിഷേധിയായിട്ട് പല നിരീശ്വരവാദിയായിട്ട് ഏതെങ്കിലും സംഘടനയിൽ ഉണ്ടാവും, ഈ ഖുർആനും കൂടി ഇല്ലെങ്കിൽ. സത്യം പറയാലോ, എന്ത് നബിയാണ് ആലോചിച്ചിട്ടുണ്ട്. മൂപ്പരെങ്ങനെ നടക്കുമ്പോൾ ഇടയ്ക്ക് പിന്നിലേക്ക് തിരിയാം, പിന്നിലേക്ക് ചാടുക, ഇടയ്ക്ക് മുന്നിലേക്ക് ചാടുക, ഇടയ്ക്ക് ചിരിക്കുക, ഇടയ്ക്ക് കരയാ.
ഞാൻ ഇപ്പം എന്തിനാ തീർച്ചയായും നിങ്ങൾക്ക് അറിയാം? ഇല്ല. ആ സഹാബിനെ ഹൂറുല്ലീങ്ങൾ പൊതിഞ്ഞിട്ട്, സഹാബിനെ കബറിൽ വെച്ചിട്ട് ഹൂറുല്ലീങ്ങൾ വന്ന് പൊതിഞ്ഞപ്പോഴാണ് അത് കണ്ടിട്ട് ഞാൻ ചിരിച്ചതാണ്. ഹൂറുല്ലീങ്ങൾ കരഞ്ഞത് എന്തിനാ നിങ്ങൾക്ക് അറിയാം? തല തിരിച്ചത് എന്തിനാ നിങ്ങൾക്ക് അറിയാം? അതറിയില്ല. ഹൂറുല്ലീങ്ങളുടെ തൊട കണ്ട് ഞാൻ അപ്പോഴാണ് തിരിച്ചത്. എന്ത് വൃത്തികേടുകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് വിശ്വസിക്കണം എന്ന് പറയുന്നവർക്ക് ഒരു മാനക്കടവും അത് പ്രചരിപ്പിക്കാൻ. ഉന്നതമായ ഒരു ആശയവും ഒരു പ്രത്യയശാസ്ത്രവും പ്രചരിപ്പിക്കാൻ 1000 ഉറുപ്പിക മുടക്കണം എന്നാണ് ഇപ്പൊ 2 ആൾ കൈ മുട്ടി. സമാധാനം അത്തരെങ്കിലും എന്തിനാ ഇത് പറയണമെന്നാ ഞാനാണ് നമ്മൾ എന്താ ഞാൻ പറയുന്നത്? കേട്ടങ്ങനെ പോകും. നല്ല ആശയമാണ്, നല്ല സംഗതിയൊക്കെ നല്ല സംഗതിയാണ്. എനിക്കൊരു കുടി പോയിട്ട് ഈ കൽക്കളാത്തി എന്നെ വിശ്വസിക്കും ചെയ്യും, അതെന്നെ പ്രചരിപ്പിക്കും. എന്തിനാ അങ്ങനെ ഖുർആൻ പറയണത്? ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട്. പലപ്പോഴും ഞാൻ നിരാശ തോന്നും. ഏത് കൗമിനോടാണ് ഈ ഖുർആൻ പറയുന്നത്? വൃത്തികെട്ട ഒരു ആശയം ലോകത്തോട് പറയാൻ ഒരു ലജ്ജയില്ല. അവർ ആയിരക്കണക്കിന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ അതിനുവേണ്ടി ചിലവഴിക്കുന്നു. പ്രശ്നമില്ല. നാട്ടുകാരെ മുമ്പിൽ കൂടി തല ഉയർത്തി കോളർ കുലുക്കി നടക്കുന്നു. ഒരു പ്രശ്നമില്ല. ഈ വൃത്തികെട്ട ആശയങ്ങൾ ലോകത്തോട് പറയാൻ. പക്ഷേ ആരുടെ മുമ്പിലും ആരാണെന്ന് ഞാൻ ഖുർആനിന്റെ ആളാണ്. വളരെ സംസ്കാര സമ്പന്നമായ ഉന്നതമായ മൗലികമായ മൂല്യങ്ങൾ മാത്രം പറയുന്ന ഒരു വേദം വിശ്വസിക്കുന്ന ആളാ ഞാൻ എന്ന് പറയാനും സ്വന്തം പെണ്ണുങ്ങളോട് പറയാൻ പേടില്ല ആൾക്കാരാണ്. സത്യമാണ് പറയല. എനിക്ക് ഉള്ളൊരു ഹക്കായിട്ടാണ് പറയണത്. എനിക്കൊരു മാനക്കടമൊന്നുമില്ല. സ്വന്തം മക്കളോട് പറയാൻ പേടി. ഓന്റെ 10 ഉറുപ്പിക ചെലവിന് കിട്ടിയില്ലെങ്കിലോ എന്നുള്ള പേടി. ഒരു പണിയൊക്കെ പറയണം. ഇതിന് അടിമത്തം എന്നല്ലാതെ എന്തതിന് പറയാം? സാംസ്കാരികമായ അടിമത്തം, വൈജ്ഞാനികമായ അടിമത്തം, വിശ്വാസപരമായ അടിമത്തം, അതാണ് ശാരീരികമായ അടിമത്തത്തെക്കാൾ ഏറ്റവും വിലപ്പെട്ടത് എന്ന് തിരിച്ചറിയാത്ത ഒരു കൗമിനോട് എന്ത് പറയാൻ? മംഫലൂട്ടിയുടെ ഒരു കഥയുണ്ട്. ആ കഥ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ അതിശയിച്ചു പോയി. ഒരു പൂച്ചയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചിന്ത പോലും മനുഷ്യനില്ലല്ലോന്ന ഒരു പൂച്ചയുടെ സ്വാതന്ത്ര്യ ചിന്ത. അതിൽ മംഫലൂട്ടി ഒരു കഥ, മുസ്തഫ ലത്തീഫ് മംഫലൂട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ദാർശനികനാണ്, ഭയങ്കര ചിന്തകനാണ്. അയാളൊരു പാഠം ഞാൻ പഠിച്ചിരുന്ന കാലത്ത് പഠിച്ചിട്ടുണ്ട്. ഒരു പൂച്ചയെ കെട്ടിയിട്ട് ഒരു റൂമിന്റെ ഉള്ളിൽ വാതിലുകളും ജനലുകളും ഒക്കെ അടച്ചു. ആ പൂച്ചക്ക് പാല് കൊടുത്തു, തേന്, പിന്നെ പഴം കൊടുത്തു, അതിന് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ മുഴുവൻ കൊടുത്തു. കുടിക്കുന്നില്ല. പൂച്ച കുടിക്കുന്നില്ല. ദിവസങ്ങളോളം നോക്കി, പൂച്ച കുടിക്കുന്നില്ല. പൂച്ചക്ക് വേണ്ട. പൂച്ചയെ വാതിലുകളും ജനലുകളും തുറന്നിട്ടപ്പോൾ ആ പൂച്ച ഒരു പോക്ക് പോയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചിന്ത. പക്ഷെ മനുഷ്യൻ വൈജ്ഞാനികമായ സാംസ്കാരികമായ അടിമത്തത്തിലാണ് ഈ മനുഷ്യൻ. ഈ മനുഷ്യനെ എങ്ങനെ മുക്തമാക്കുന്ന ഞാൻ ചോദിക്കുന്നത്. ഇനി എന്ത് വേദമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്? എന്ത് വേദമാണ് ഞാൻ നിങ്ങളോട് എന്താ ചോദിക്കുന്നത്? ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോട് ഒന്നും ആവശ്യപ്പെടാറില്ല. പക്ഷേ ഈ സന്ദേശം നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. അതിനൊരു 4 ആൾക്ക് നമ്മൾക്ക് ഈ ആശയം പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവൻ തല വെട്ടണമെങ്കിൽ വെട്ടിക്കോട്ടെ, ബാക്കി പിന്നെ കാണാമല്ലോ. അതുകൊണ്ട് ആ രംഗത്ത് എൻ്റെ സഹോദരങ്ങൾ ആ രംഗത്ത് പരിശ്രമിക്കണം. അതാണ് അവരുടെ ഉന്നതമായ ഒരു ആശയം, ഒരു വേദം കയ്യിൽ കൊടുത്തിട്ട് പ്രവാചകന്മാരൊക്കെ പറഞ്ഞു പോയി എന്നാണല്ലോ പറഞ്ഞത്. യാ റബ്ബി ഖൗമി ഇത്തഹദു ഹാദൽ ഖുർആന മഹ്ജൂറ. ഏത് ദൈവദൂതനും പറഞ്ഞു പോകും ഈ സമൂഹത്തിന്റെ അവസ്ഥ കണ്ടിട്ട്. പറഞ്ഞു പോകാതിരിക്കില്ല. എന്തുകൊണ്ട്? മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. അവന് ചൂഷണം ചെയ്യപ്പെടില്ല, മർദ്ദിക്കപ്പെടുകയില്ല, അവന് സമൂഹത്തിന് അവന്റെ അവകാശങ്ങൾ ഹനിക്കപ്പെടുകയില്ല. അങ്ങനത്തെ ഒരു പ്രത്യയശാസ്ത്രമാണ്. അതിലേക്ക് നിങ്ങളെ വിളിക്കാം. ആരുടെ മുമ്പിലാണ് ഇത് പറയാൻ പറ്റാത്തത്? ഒരു ഹിന്ദുവിനെ വിളിച്ചിട്ട് പറയാം, സഹോദര നിന്നെ സ്നേഹിക്കാൻ പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറഞ്ഞൂടെ? അവന്റെ കഴുത്ത് വെട്ടാനല്ല. കഴുത്തുവെട്ടലൊക്കെ വരുന്നുണ്ട്, അവിടത്തൊക്കെ ഞാൻ വരുന്നുണ്ട്. ആ ആയത്തുകളൊക്കെ എത്തുമ്പോൾ ഞാൻ സവിസ്തരം കത്തിൽ വരുമ്പോൾ വിശദമാക്കി പോകാം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. വൈദാ ഖറഅത്തൽ ഖുർആന. ഖുർആൻ വായിച്ചിട്ടാണ് ഇത്. ഖുർആൻ വായിച്ചിട്ടാണ് ഇസ്തിആദത്ത് നടത്തേണ്ടത്. ആ വായിച്ച വിഷയങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ദൈവികമായ വ്യവസ്ഥിതിയോടുള്ള സഹായമാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇത് മന്ത്രങ്ങളല്ല. ഇപ്പൊ അള്ളാഹ്ക്ക് തക്ബീർ ചെല്ലാൻ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
തസ്ബീഹ് ചെല്ലാൻ തന്നെ സുബ്ഹാനല്ലാഹ് 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 അല്ല. അൽഹംദുലില്ലാഹ് തഹ്മീദ് ചെയ്യാൻ തന്നെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എന്താണ് ഫായിദ? മൽ ഫായിദത്തു, എന്താണ് പ്രയോജനം? നിങ്ങൾ പറയും, എന്താണ് പ്രയോജനം? ഞാൻ 1000 ഒരു റോസറി, ഒരു മാലമണി എടുത്ത് ഞാൻ 1000 തസ്ബീഹ് ചൊല്ലിയിരുന്നു. എന്ത് പ്രയോജനം? രാജ്യത്തിന്, സമൂഹത്തിന്, മനുഷ്യർക്ക്. അതാണ് മതങ്ങൾക്ക് വേണ്ടിയോ അത് മനുഷ്യന് വേണ്ടിയോ? ഇതാണ് എന്റെ ചോദ്യം. ഞാൻ സുബ്ഹാനല്ലാഹ് എന്ന് 3000 വട്ടം ഇരുന്ന് എന്റെ വീട്ടിലിരുന്ന് ഒരു മാലമണി എടുത്ത് ചൊല്ലിയാൽ എന്ത് കിട്ടി? പടച്ചവൻ എന്ത് കിട്ടി? എനിക്കെന്ത് കിട്ടി? ഈ സമുദായത്തിന് എന്ത് കിട്ടി? നിങ്ങൾ പറയും, എനിക്ക് പറഞ്ഞു തരും എന്ത് കിട്ടി? ഒരു സങ്കല്പത്തിലെ സ്വർഗം നിങ്ങൾ തരുന്ന പറയണത്? ഇവിടെ മുഴുവൻ നരകമാക്കിയിട്ട് അങ്ങനത്തെ ഒരു സ്വർഗം എനിക്ക് വേണ്ട. അവിടെ ഒരു പെണ്ണ് കിട്ടുന്ന വിചാരിച്ചിട്ട് ഇവിടെ എൻ്റെ ജീവിതം മുഴുവൻ തസ്ബീഹ് ചൊല്ലിയിരിക്കാൻ എനിക്ക് ഒഴിവില്ല. ഞങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ ചെയ്തോളി. എനിക്കിപ്പോൾ ഏതായാലും അതിന് സൗകര്യമല്ല. ഞാൻ പഠിച്ച ഖുർആനിൽ അതില്ല. അള്ളാഹ്ക്ക് തസ്ബീഹ് അല്ല എന്നാണ് സുബ്ഹാനല്ലാഹ് 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 ഒരു മാലമണി എടുത്തിട്ട് ആർക്ക് പ്രയോജനമില്ല എന്ന് മാത്രമല്ല, ലോകത്തിനത് ബാധ്യതയാണ്. ഈ മനുഷ്യൻ, ആ മനുഷ്യൻ ഈ ലോകത്തിന് ബാധ്യതയാണ്. ഒരു പ്രൊഡക്ടിവിറ്റിയും ഒരു പ്രത്യുൽപാദനപരമായ ഒരു പ്രവർത്തനവും അവരിൽ നിന്നുണ്ടാകുന്നില്ല ലോകത്തിന്. എന്നാൽ ഇതിൽ നിന്നൊക്കെ മുക്തമായി അധ്വാനിക്കുന്ന മനുഷ്യന്റെ അറിവിനെ ചൂഷണം ചെയ്ത് ജീവിക്കാൻ ഇവര് സന്നദ്ധനുമാണ്. ഈ വൈദ്യുതി, ഇതിൽ നിന്നൊക്കെ മുക്തമായ ഒരു ജനത രാപ്പകലില്ലാതെ ചിന്തിച്ചും പഠിച്ചും അധ്വാനിച്ചും കണ്ടെത്തിയ ഈ വൈദ്യുതിയെ ഇവൻ ഉപയോഗിക്കുകയും ചെയ്യും. ഇവന് മന്ത്രം ചൊല്ലിയിരിക്കാൻ AC അവന് വേണം. പക്ഷേ ഇവന്റെ അധ്വാനം ഇതിന് തയ്യാറല്ല. അത് മേനി പറഞ്ഞ ഇതൊക്കെ അള്ളാഹ് പടത്തോണിച്ച് തന്നതാണ് എന്ന് മേനി പറഞ്ഞ് അത് അനുഭവിക്കാൻ ഇവന് മുന്നിൽ വന്നിരിക്കും. അതൊക്കെ അള്ളച്ച് തന്നതാണ്, അതൊക്കെ അള്ളാന്റെ നിയമത്താണ് മക്കളെ. എന്നാ ഈ നിയമത്തെ കണ്ടുപിടിക്കാൻ അന്നമൂലം ഞാൻ ദിക്ർ ചൊല്ലി തന്നെ ഇരിക്കും. 24 മണിക്കൂർ ഞാൻ ദിക്ർ തന്നെ ചൊല്ലിയിരിക്കും. ലോകം എന്തോ ആയിക്കോട്ടെ, അതെന്റെ പ്രശ്നമല്ല. പക്ഷേ ലോകം ഇതിൽ നിന്ന് മുക്തമായ ഒരു ലോകം, അതാണ് ഇയാളൊക്കെ ഒരു ഇന്ത്യയിലെ ചിന്തകൻ ഇങ്ങനത്തെ മന്ത്രം മാലമണികളിൽ ഇരുന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്യാസിമാരോട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു, അധ്വാനിക്കും പോയിട്ടെന്ന് പറഞ്ഞു. ഈ രാജ്യത്തിനും സമൂഹത്തിനും ഗുണകരമായി എന്തെങ്കിലും ചെയ്യൂന്ന് പറഞ്ഞു. അതാണ് സ്വാമിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. വിവേകാനന്ദൻ. നിങ്ങൾ പറഞ്ഞാൽ മതി. സ്വാമി വിവേകാനന്ദൻ എനിക്ക് പോകാൻ പറഞ്ഞു. അതാ പറയണത്, നിങ്ങൾ എന്താ പ്രത്യുൽപാദനപരമല്ലാത്ത എന്ത് കർമ്മങ്ങളും അള്ളാഹു എവിടെ പറഞ്ഞിരിക്കണമെന്ന്. വ്യക്തമായിട്ടുള്ള പറയേണ്ട അന്തല്ലോന് മനസ്സിലാകേണ്ട രൂപത്തിൽ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും സുബ്ഹാനല്ലാഹ് 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 എന്ന് ചൊല്ലിയിരിക്കുന്നു എന്നതിന്റെ അർത്ഥം. നീ എങ്ങനെ അന്തല്ലോനോട് പറയാ പടച്ചോൻ? അല്ല, അവയൊക്കെ ദൈവികമായ ഒരു വ്യവസ്ഥിതിക്ക് അനുസരിച്ചാണ് അവയൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയും. ഇത് ഒരു ചെറിയ കാക്കാരെ വിളിച്ചിട്ടൊന്നും ഇത് പറയാൻ പറ്റില്ല കേട്ടോ. കാക്കാര അങ്ങനെ പോയിക്കോട്ടെ, നമ്മൾ ഓല പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ഓലോട് കാര്യമായിട്ടൊന്നും പറയാനില്ല. എൻ്റെ മക്കൾ ഇങ്ങനെ തന്നെ പോയിക്കോളെന്ന് പറയാം. ദിക്ർ 3000 ഒപ്പം ഇരുന്ന് ചൊല്ലിക്കോളെന്ന് പറയാം. കക്ഷത്തിലെ രോമം പറിച്ചങ്ങനെ ഇരുന്നോളെന്ന് പറയാം. താടി പള്ളിയിലേക്ക് മുട്ടുന്നത് വരെ വളർത്തിക്കോളെന്ന് പറയാം. അനങ്ങരുതെന്ന് പറയണം. കക്ഷത്തിലെ രോമം പറിക്കണം എന്ന ഹദീസിൽ ഞാൻ വെറുതെ പറഞ്ഞതല്ല. കക്ഷത്തിലെ രോമം പറിക്കാൻ തന്നെ പറയണവരോട്. 50 വക്തന്നെ നിസ്കരിക്കാൻ പറയണം. അനങ്ങാൻ പറയരുത്. വേറെ ഒരു പണിയെടുക്കാൻ പറയരുത്. അവരോട് പറയങ്ങൾ 3000 ദിക്ർ ഇരുന്ന് ചെല്ലുന്ന വേണമെന്ന് പറയാം. അനങ്ങിപ്പോകരുതെന്ന് പറയാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഒട്ടകമൂത്രത്തെ കുറിച്ച് ഗവേഷണം തുടരല്ലേ വേണം. എന്നിട്ട് അതിൽ പറ്റിക്കാണ് ഇത്ര ആളുകൾക്ക് രോഗം മാറി. ആശുപത്രിയൊക്കെ പൂട്ടിക്കോളും ഡോക്ടർമാർക്ക്. അതാ എനിക്ക് പറയാനുള്ളത്. കരിഞ്ചീരകം മരണമല്ലാതെ എല്ലാ രോഗങ്ങൾക്കും ഔഷധമാണ്. ഞാൻ പറഞ്ഞു ആശുപത്രിയൊക്കെ പൂട്ടി നമുക്ക്. എന്താണ് ഈ ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞാണ്. ഈ ഇത്രയും വലിയൊരു വിജ്ഞാനം കിട്ടിയിട്ട് എന്താണ് മിണ്ടായിരിക്കണം. ചെങ്ങായി വേഗം ക്യാൻസർ സെന്ററുകളിലേക്ക് എന്ന് പറഞ്ഞു. മനുഷ്യത്വം നിന്റെ കയ്യിലുണ്ടെങ്കിൽ, മനുഷ്യ സ്നേഹമുണ്ടെങ്കിൽ
ജീവിതത്തോട് പ്രതീക്ഷകൾ മുഴുവൻ നറ്റ് നിരാശ കൊണ്ട് കഴിയുന്ന ഒരുപാട് മനുഷ്യന്മാരിൽ ഇവിടെയുണ്ട്. അവരടുത്തൊക്കെ പോയിട്ട് ഈ കരിഞ്ചീരക ചികിത്സ നടത്തി വേഗം പറഞ്ഞു, നമുക്ക് മനുഷ്യനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇത്രയും ലോകത്തിന് വിജ്ഞാനപ്രദമായ ഒരു അറിവ് കയ്യിലുണ്ടായിട്ടും ഉണ്ടായിരിക്കാം. അപ്പൊ എന്താ നിങ്ങൾ എന്താ തസ്ബീഹ് അങ്ങനെ തെല്ലിക്കോളിങ്ങൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത് ഞങ്ങൾ അവിടെ വരാം, അത് ഇങ്ങനെ അങ്ങനെ ചെയ്തോളെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. എന്ന പോലെ എന്താണ് 3000 അല്ല 30,000 തസ്ബീഹ് അല്ലെ അത് ലോകത്തൊന്നുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാകാൻ തോന്നുന്നുണ്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ. ഇതാണ് യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി, ഒക്കെ തസ്ബീഹ് ചൊല്ലി സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മലകളും ലോകത്തുള്ള സർവ്വചരാചരങ്ങളും സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അതല്ല, അവയൊക്കെ ദൈവികമായ വ്യവസ്ഥിതിക്കനുസരിച്ചാണ് അവയൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുകയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതെന്നാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധിയും ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ ഔന്നിത്യവും ഭൂമിയിൽ സ്ഥാപിച്ചെടുക്കാനുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ ചെയ്യൂ എന്നാണ് ആ പറഞ്ഞത്. ആ ഒരു അർത്ഥ തലത്തിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ എടുക്കുക. അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ 10, 3000, 30,000 ദിക്റും ചൊല്ലി അങ്ങനെ ഇരുന്നോളി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർ നമ്മൾ ലോകത്തിന് ഭാരമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അവർ ലോകത്തിന് ഭാരമാണ്. നിങ്ങൾ ആലോചിക്കും, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഈ ദിക്റും ചൊല്ലിയിരിക്കുന്ന ലോകത്ത് എന്തുണ്ടാവും നിങ്ങൾ പറയുന്നത്? ഈ വൈദ്യുതി, ഈ കമ്പ്യൂട്ടർ, ഈ ലോകം, സാറ്റലൈറ്റ്, ഈ ലോകത്തുള്ള സർവ്വ വൈജ്ഞാനികമായ പുരോഗതി മുഴുവൻ നമ്മുടെ കൈവെള്ളയിലിട്ട് കൊണ്ടുവന്ന് അള്ള മുന്നിൽ കൊണ്ടുവന്ന് തരുന്നവർ വിചാരിക്കണം. ലോകം ഇരുട്ടിലായിരുന്നു. ഈ വികലവും വികൃതവും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ മതവിശ്വാസത്തിൽ നിന്ന് മുക്തമായ ഒരു യൂറോപ്യ ലോകത്തിന് എന്തെങ്കിലും വെളിച്ചം കൊടുത്തിട്ടുള്ളൂ. അത് നിങ്ങളിന്ന് യുക്തിവാദി എന്നല്ല, നിരീശ്വരവാദി എന്നല്ല, എന്ത് വിളിച്ചാലും എനിക്ക് പേടിയില്ല. ചിലരങ്ങനെ പറയണം, മൊബൈൽ യുക്തിവാദിയാണ്. യുക്തിഭദ്രമായ വിശ്വാസത്തിനെ എന്നെ പിടിച്ചു നിർത്താൻ കഴിയുള്ളൂ. വികലവും വികൃതവും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഈ മതവിശ്വാസത്തെക്കാൾ നല്ലത് യുക്തിവാദമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ ഖുർആൻ യുക്തിഭദ്രമായ ഒരു വിശ്വാസവും ഒരു ആശയവും മുന്നിൽ വെക്കുന്നുണ്ട് എന്നതുകൊണ്ട് ഞാൻ ഈ ഖുർആനിൻ്റെയും ആ ഖുർആൻ വെക്കുന്നവർ ദൈവത്തിൻ്റെയും വിശ്വാസിയാണ്. അതിനി ആരല്ലാന്ന് പറഞ്ഞാലും ആവൂല്ല. 16-ാമത്തെ വയസ്സിൽ നിരീശ്വരവാദം യുക്തിവാദം പഠിച്ച് തള്ളിക്കളഞ്ഞതാണ്. അതെന്താണ്? എളുപ്പത്തിൽ ഞാൻ തന്നെ പടച്ചവൻ, ഞാൻ തന്നെ എല്ലാം, ഞാൻ തന്നെ പടച്ചു. ഇപ്പോൾ ഒരു പുതിയ ചിന്ത, ഞാൻ തന്നെ ഈ മറക്കുന്ന, തെറ്റുകൾ വരുന്ന, ഭാര്യമാരുമായി ഇടപഴകുന്ന, ഭക്ഷണം കഴിക്കുന്ന ഞാൻ തന്നെ പടച്ചവനും. അത് വേറൊരു വൈകൃതമായ ആശയമാണ് ലോകത്ത് വെക്കുന്നത്. ഞാൻ തന്നെ പടച്ചവൻ. ദൈവത്തിന്റെ ഗുണഗണങ്ങൾ ഇവനിക്ക് വരാം, പക്ഷെ ഇവൻ ദൈവമാകുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകണില്ല ആ വിശ്വാസം. അതിലെ വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂമ്പാരം ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് കഴിയുന്നില്ല. ഞാൻ തന്നെ പടച്ചോൻ. ഞാൻ എങ്ങനെ പടച്ചോനറിയാം? എനിക്ക് എൻ്റെ ഭാര്യയോട് ബന്ധപ്പെടണം, എനിക്ക് തെറ്റുകൾ പറ്റും, മറവി സംഭവിക്കും, വീഴ്ചകൾ വരും, എനിക്ക് കക്കൂസിൽ പോകണം, ഭക്ഷണം കഴിക്കണം. ഇങ്ങനെ ഒരുപാട് തെറ്റുകളുടെയും വീഴ്ചകളുടെയും ഒരു കൂമ്പാരമായ മനുഷ്യനെങ്ങനെ ദൈവമാകും? പക്ഷേ ദൈവത്തിന്റെ ഗുണങ്ങൾ ഇവനിൽ സംശീകരിക്കാമെന്നല്ലാതെ എൻ്റെ അറിവ് അങ്ങനെ തെറ്റാ, അതെല്ലാം പറയുന്നത് എൻ്റെ അറിവ് അതാണ്. ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങൾ വായിച്ചു നോക്കി, പക്ഷെ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ ഗുണങ്ങൾ നമ്മളിലാകാം. കരുണ ദൈവത്തിന്റെ ഒരു ഗുണമാണ്. ആ അസ്മാ, അതാണ് അവന്റെ ക്വാളിറ്റീസാണ് നിങ്ങൾ എടുക്കേണ്ടത്, അവന്റെ ഗുണഗണങ്ങളാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് ദൈവത്തിൻ്റെത്. അത് ഉൾക്കൊള്ളാം, പക്ഷെ ദൈവമാകാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചിലർ ചിന്ത വരുന്നുണ്ട് ഇപ്പോൾ നാട്ടിലൊക്കെ. ഞാൻ തന്നെ പടച്ചോ, നന്നായി എന്ന് പറഞ്ഞു. ഞാൻ ഏതായാലും നിങ്ങൾ പടച്ചോന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ തന്നെ ദൈവം ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല പറഞ്ഞു. പക്ഷെ ഒരറിവ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വെക്കണമെങ്കിൽ കുഴപ്പമുണ്ടോ? അതില്ലല്ലോ. ഒരറിവ് നിങ്ങളുടെ മുമ്പിൽ വെക്കണേന് യാതൊരു കുഴപ്പമില്ലല്ലോ. അത് ആ അറിവ് ഗുണകരവുമാണ് കൂടിയാണെങ്കിലോ? അതെന്നെ പറഞ്ഞ ഒരറിവ് ആ അറിഞ്ഞവന് മാത്രമല്ല, അതിനെ എതിർത്തവന് വരെ അത് ഗുണകരമായി മാറുമ്പോഴാണ് അതൊരറിവാകണത്. അത് ഞാൻ അറിവ് എന്ന് പറയാം. മനസ്സിലായോ? ഒരു അറിവ് എന്ന് പറയുന്നത് അറിഞ്ഞവന് മാത്രമല്ല, അതിനെ അനുകൂലിക്കുന്നവർക്ക് മാത്രമല്ല, അതിനെ പ്രതികൂലിക്കുന്നവർക്ക് പോലും ആ അറിവ് ഒരു ഗുണകരമായി മാറുന്നുവെങ്കിൽ അതിനാണ് ഇൽമ്, അതായിരിക്കണം അറിവ് എന്നാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ വാക്കല്ല, പണ്ഡിതന്മാരങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ വൈദ്യുതി, അതിനെ എതിർത്ത് അത് കണ്ടുപിടിച്ച ആളെ കൊന്ന ആളുകളുണ്ടായിരുന്നു, ജയിലിൽ തുറുങ്കിലടിച്ച ആളുകളുണ്ടായിരുന്നു.
ലോകത്ത് വിജ്ഞാനങ്ങൾ കണ്ടെത്തിയ ആളുകളെ മുഴുവൻ കൊന്നു കളഞ്ഞവരുണ്ടായിരുന്നു. പക്ഷേ ആ കൊന്നു കളഞ്ഞവർക്കും അത് ഉപകാരമായി. അതാണ് ഇൽമ്, അതാണ് അറിവ്. കൊന്നു കളഞ്ഞവർക്കും അത്. മൗലവിയെ കൊന്നു കളഞ്ഞു, പക്ഷേ കൊന്നു കളഞ്ഞപ്പോഴും ആ അറിവും ഇവിടെ ഗുണകരമാണ്. അനാഥകളുടെ സാധുക്കളുടെ അവകാശങ്ങൾ നിഷേധിച്ച ഒരു ജനതയ്ക്ക് ആ അവകാശങ്ങൾ കൊടുക്കണമെന്നാണ് അയാൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, ആ മനുഷ്യൻ ഈ സമൂഹത്തോട് പറഞ്ഞത്. അത് പറഞ്ഞ അയാൾക്ക് മാത്രമല്ല, അദ്ദേഹത്തിന് മാത്രമല്ല, അത് ഈ സമൂഹത്തിനും ഗുണകരമാണ്. അതാണ് അറിവ്. അവിടെയാണ് അറിവ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ അറിവ് പറയാൻ ഞാൻ നിങ്ങളെ സ്വീകരിക്കണമല്ല. ഇയാളിപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. നാളെ മാസികയിൽ നായ പട്ടിയെന്ന് എഴുതണ്ട. എന്ത് ഈ കൗമ് എവിടെ റബ്ബ് വെച്ചു? എന്നിട്ട് അതിൻ്റെ പേരിട്ടൊക്കെ നല്ലൊരു ഭേദത്തിൻ്റെ പേരാണ്. അങ്ങനെ എഴുതണ മാസികകൾക്കൊക്കെ ഇട്ട പേര് ഖുർആന്റെ പേര്. ഒരു LKG, ഞാൻ പറഞ്ഞു, ഒരു LKG കുട്ടി നിങ്ങൾ വിളിച്ചിട്ടൊന്ന് സംസാരിക്കും. നല്ല സംസ്കാരം, നല്ല സ്ഫുടമാണ് ആ കുട്ടി. ഏട്ടാന്നേ വിളിക്കുള്ളൂ. ഇപ്പൊ ഞാൻ മാഷാണെന്ന് അറിയില്ലെങ്കിൽ ഏട്ടാന്ന് പറയും. ഏട്ടാ വളരെ അത്രമാത്രം. എന്ത് കൗമി പുരോഗമനം, വിജ്ഞാനം കിട്ടണം. വിജ്ഞാനമില്ലാത്ത ഈ കർമ്മശാസ്ത്രം, ഈ ഹദീസുകൾ വായിച്ചാൽ ലോകത്തുനിന്ന് ഹിദായത്തോട് ഇതിന് എങ്ങനെ തട്ടിത്തെറിച്ച് പോകുന്നതാണ് ഈ മൗലവിയൊക്കെ. പോരാൻ സാധ്യതയില്ല. കാരണം വെറും എന്താ പറയുക, ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും അത് കടിച്ച് കീറി അത് എങ്ങനെയൊക്കെ മോശമാക്കാൻ പറ്റുമോ ആ രൂപത്തിലൊക്കെ മോശമാക്കി അവതരിപ്പിച്ച് വല്ലാഹു അലം ബി മുറാദിഹിനും പറഞ്ഞിട്ട് കൈകലാകുന്ന പണിയാണ് ഈ പണ്ഡിത ഈ കിതാബുകൾ മുഴുവൻ. ഞാൻ ഇടങ്ങാറായത് വായിച്ചിട്ടാണ് ഇടങ്ങാറായി പഠിക്കണതാണ്. ഒരു പുരുഷന്റെ ലിംഗം കയ്യിൽ കിട്ടിയാൽ എന്താ കാട്ടേണ്ടത്? ചർച്ച. ഞാൻ മൗലവിനോട് പിരാന്ത് വന്നിട്ട് ഞാൻ പണിയെടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു. പഠിപ്പ് നിർത്തിപ്പോയി. ഞാൻ 2 കൊല്ലം ഇഷ്ടിക കയറ്റാൻ പോയി. പിരാന്ത് വന്നിട്ട് നിങ്ങൾ എൻ്റെ ചരിത്രം പഠിച്ചത് ഇഷ്ടികലോട് പണിക്ക് പോയി. എന്ത് പിരാന്തായി പറയും. അന്നൊക്കെ 60 ഉറുപ്പിയാണ്. 60 ഉറുപ്പി 70 ഉറുപ്പി ഇട്ടു. എനിക്ക് നിങ്ങളെ ഈ പൊന്നരം കേൾക്കാൻ എനിക്ക് ഒഴിവില്ല എന്നാണ്. എന്നിട്ട് അവർ പെണ്ണെടുത്താൽ ഓത് മുറിയില് എൻ്റെ 2-3 പെണ്ണന്മാരെ ഇവിടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞാനതാണ് വിശദീകരിച്ച എങ്ങനെ ഇരിക്കും. ഞാൻ മൊഹല്ലൊക്കെ എടുത്തിന്ന് എങ്ങനെയൊക്കെ അറിയാം. തലയും താത്തിയിട്ടാണ്. മുന്നിൽ 2-3 ആകെ പെൺകുട്ടികളുള്ളൂ. 2-3 എൻ്റെ അത്ര ഏകദേശം എൻ്റെ അത്ര പ്രായമുള്ള പെൺകുട്ടികൾ. ഓർക്കൊക്കെ മുറിയിലെ മൊഹല്ലൊക്കെ എടുത്താണ്ടല്ലോ. ഇവരെ ഈ പെണ്ണ് കേസിൽ പിടിച്ചിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇത് വായിച്ചിങ്ങനെ കൊടുക്കലേ. ഒന്നുകൂടെ മൊഹല്ലൊക്കെ എന്താ മുതലേ ഞാൻ പറയണത് നിങ്ങളോട് പറയാൻ എനിക്ക് മാനകരം. ഞാൻ അവസാനം ഓഫിനോട് പറഞ്ഞു, മൊത്തം എനിക്കായി എടുക്കാൻ വയ്യാന്നാണ്. നിങ്ങൾ പല ഫിലോസഫിയും തരും എനിക്ക്, അത് ഞാൻ എടുക്കാം. ഫൽസഫ തരും, അത് എടുക്കാന്ന് പറഞ്ഞു. അത് പിരാന്താ പറയണത്. എന്നാലും വേണ്ടില്ല. പിരാന്ത് തന്നെ പറയുന്ന ഫിലോസഫിയില്. അന്നത്തെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ എന്ത് വെറും പിരാന്ത്. ഞാൻ വിചാരിച്ചു ഇതെന്ത് ഫിലോസഫിയാ. ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഈ ലോകം 7 അജ്റാമുകളാണ്. ആ ഒന്നാമത്തെ അജ്റാം, ഒന്നാമത്തെ ഘട്ടത്തിൽ നിന്ന് 2ാമത്തെ ഘട്ടത്തിലേക്ക് ഇൽമു പാസ് ചെയ്യും. അവിടുന്ന് 3ാമത്തെ ഘട്ടത്തിലേക്ക്, അവിടുന്ന് 4ാമത്തെ ഘട്ടത്തിലേക്ക്, അവിടുന്ന് 5ാമത്തെ ഘട്ടത്തിലേക്ക്, അവിടുന്ന് 6ാമത്തെ ഘട്ടത്തിൽ, അവസാനം ഭൂമിയിലേക്ക് ഇൽമു ഇങ്ങനെ പാസ് ചെയ്യാനാണ്. എന്നിട്ട് ആ ഇൽമിന്റെ ഗുണം എന്താണ്? അവസാനം 1ാം അജ്റാമിലിരിക്കുന്ന അള്ളാഹ്ക്ക് ഈ 7ാം അജ്റാമിലിരിക്കുന്ന സംഭവങ്ങൾ അറിയില്ല അള്ളാഹ്ക്ക്. അത് ഇവിടുന്ന് അങ്ങോട്ട് പാസ് ചെയ്യണം. അതായത് ചുരുക്കി പറഞ്ഞാൽ വ്യാഖ്യാനിച്ച് ഒരു പത്രം വായിക്കുന്ന കുട്ടിയുടെ ഇൽമും കൂടി അള്ളാഹ്ക്കില്ല. പത്രം വായിക്കുന്ന കുട്ടിക്കറിയാം കാർ ആക്സിഡന്റ് ഫഅലാൻ എന്ന രൂപത്തിൽ വന്നാൽ ആ ക്രിയയിൽ പറയുന്ന സംഗതി എന്തോ അത് ഒഴുക്ക്, അത് അയാളിൽ നിന്ന് ഒഴുക്കുണ്ടാകും. ഇപ്പൊ ഷൈത്താൻ ഓളിബാൻ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടു എന്നാ. ഓളിബാൻ എന്ന് പറഞ്ഞാൽ ദേഷ്യം ഒരാളിൽ നിന്ന് ഒഴുക്ക് എപ്പോൾ ഉണ്ടാകുന്നുവോ അവനാണ് ഓളിബാൻ. അതാണ് ഓളിബാൻ. ധിക്കാരം, ദൈവികമായ വ്യവസ്ഥിതിയുടെ ധിക്കാരം ഒരു വ്യക്തിയിൽ നിന്ന്, അതിന് ശൈത്താൻ എന്നുള്ള വേർഡ് വരുമ്പോൾ വിശദീകരിക്കാം. എപ്പോൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നുവോ അപ്പോഴാണ് അവൻ ശൈത്താനായി മാറുന്നത്. ഇത് ഈ വിശ്വാസത്തിൽ വന്നങ്ങൾക്കുള്ള ഗുണം എന്താണോ? സുഖമായിട്ട് കടന്നുറങ്ങണം. ഇത് പാകിടാക്കും മറ്റേതെങ്കിലും ശൈത്താൻ വന്ന് പെടലക്ക് പിടിക്കുമെന്നുള്ള പേടിച്ചിട്ടാ ഉറങ്ങണത്. അനങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെന്താ? ഇതിൽക്ക് മേലെ എന്താ? അനങ്ങാനാണ് പറ്റില്ല. പാതിരാക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, ശൈത്താൻ വരും.
അതാ പറയുന്നത്, ഈ വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തിത്വം തന്നെ കിട്ടും, ഒരു ധൈര്യം, ഒന്നിനും പേടില്ല. മനുഷ്യ പിശാചുക്കളൊന്നും പിന്നിന് കുത്താൻ മതി, ബാക്കി ഒരു കുഴപ്പമില്ല, ഒന്നിനും പേടിക്കണ്ട. അതാണ് യുസബ്യത്ത് ഉറപ്പിച്ച് നിർത്തുമെന്ന് പറയുന്നത്. അതാണ് അതിന് അറിവ് വേണം, അറിവില്ലാത്തവന് പേടിയാവില്ല. എന്നാലും ശരി, കുറച്ച് അവിടെ ഇല്ലേന്ന പേടി വരും അറിവിന്. അതാണ് യുസബ്യത്ത് ഉറച്ച മനസ്സ്. ഈ അറിവിനാണ് ഉറപ്പിച്ച് നിർത്തണമെങ്കിൽ വിജ്ഞാനം വേണം. ഈ വിജ്ഞാനമാണ് തരികയാണ് ഞാൻ, അറിവാണ് തരിക. വേണമെങ്കിൽ എടുക്കാം, ഉറച്ചു നിൽക്കാം. ആരാടാന്ന് ചോദിച്ചാൽ ഞാനത്. എന്താ നീ വിശ്വസിക്കണം? ഞാൻ വിശ്വസിക്കണം ഈ ഖുർആനാണ്. എന്താ അതുകൊണ്ടുള്ള മെച്ചം? കടന്നുറങ്ങാം പേടിക്കാതെ, അതന്നെ ഒരു മെച്ചം. മറ്റത് പാതിരാക്ക് ചെയ്താൻ വരുമോ, ശ്വാസം കൂടുക, ജിന്ന് കൂടുകയോ, ചെയ്താൻ വരുമോ, പിന്നീട് എന്തെങ്കിലും കാട്ടുമോ, ഒരു പേടിയില്ലല്ലോ, ഒരു പേടിയില്ല. ലോകത്ത് എന്തെങ്കിലും പറയും. ഒരു ജിന്നാശുപത്രി പോയിട്ട്, ഒരു ജിന്ന് സ്കൂളിൽ പോയിട്ട് ഒരു ജിന്നുണ്ടാക്കിയ ഒരു നൂല് കാണിച്ചു തരിങ്ങൾ. ആശുപത്രി വേണ്ട, പള്ളി വേണ്ട, വേദങ്ങൾ വേണ്ട, ദൂതന്മാർ വേണ്ട, കിതാബ് വേണ്ട, സ്കൂള് വേണ്ട, ലോറി വേണ്ട, ബസ് വേണ്ട, ഒന്നും വേണ്ട. ഒരു നൂലിന്റെ പൊട്ട് കാണിച്ചു തരും. എന്നിട്ട് പറയുന്നത് ജിന്ന് നിങ്ങൾ ആരെയും പേടിപ്പിക്കണം. നിങ്ങളെന്ന് ഉദ്ദേശിക്കണം ഞാൻ ഇവിടുത്തെ ഗവൺമെന്റായിട്ടല്ലേ, എന്റെ സഹോദരങ്ങളെ അല്ല. ആരെയും പേടിപ്പിക്കണം. ഒരു ജിന്നിന്റെ പൊട്ട് ലോകത്ത് സൃഷ്ടിച്ച പോലെ എന്തെങ്കിലും ഒരു പ്രതികരണം ലോകത്ത് സത്യസന്ധമായിട്ട് കൊണ്ടുവന്ന് വെക്കുന്നതിന്റെ മുന്നിൽ ഈ മൊബൈലൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഒരു ജിന്നുണ്ടാക്കിയ ഒരു നൂല് എന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് എന്നാ ഞാൻ വിശ്വസിക്കാം. വെറുതെ ആളെ പറഞ്ഞ് പേടിപ്പിക്കാം. എന്നും നല്ല മക്കളെ, അതിന്റെ പിന്നിലുള്ള ജിന്നെന്താ? ഇതാണ് ആർക്കത് മനസ്സിലാകാത്തത്. ഇതൊക്കെ മനസ്സിലാക്കാൻ അധികം അന്നം ചോറൊന്നും അതിന് വല്ലാതൊന്നും തിന്നണ്ട. എന്താ ഇതിന്റെ പിന്നിലുള്ള ഈ ആഗോള രംഗത്ത് ഈ സ്വേച്ഛാധിപത്യവും ഏകാധിപത്യവും ഈ അന്ധവിശ്വാസങ്ങളെ നിലനിർത്തി ഒരു രാജ്യത്തിന് മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്ന ഈ ജാഹിലിങ്ങളുടെ മേൽക്കോയ്മ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി അവിടെ നിന്ന് പടച്ചുവിടുന്ന ഈ തോന്നിയാസങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടില്ല. ഈ തഹാരിഫ് ഷിയോഖ് എന്ന് പറയുന്ന ഇതിലുണ്ട്, അൽ മഹിലക്കത്തിൽ അറബിയത്തിൽ സൗദിയാന്നാ എഴുതിക്കണം. മംലക്കത്ത് പോയിട്ട് മഹിലക്കത്ത് നിങ്ങൾ കണ്ടതുകൊണ്ടു ഞാൻ ചിരിച്ചു പോയി ആ വേർഡ് കണ്ടിട്ട്. പെട്ടെന്ന് എന്റെ ശ്രദ്ധയിൽ പോയില്ല, കാരണം മംലക്കത്തും മഹിലക്കത്തും തിരിച്ചറിയില്ല. മംലക്കത്തും മഹിലക്കത്തും ഒരു ചെറിയ വ്യത്യാസമുള്ളൂ, സൂക്ഷ്മമായി നോക്കിയാലേ അറിയുള്ളൂ. ഞാൻ ഇങ്ങനെ നോക്കി, എന്തപ്പതിന്റെ പിന്നെയാണ് മനസ്സിലായത്. അൽ മംലക്കത്തുൽ അറബിയത്തി സൗദിയാന്നിലോട്ട് അൽ മഹിലക്കത്തുൽ അറബിയത്തി സൗദിയ. മഹിലക്കത്താണ് ലോകത്തിന് നാശമാണ്. എന്നിട്ട് അവിടേക്കില്ല മനുഷ്യന്മാരെ മുഴുവപ്പോ സ്വർഗത്തിന് കൊണ്ടുപോയി വിളിച്ചുണ്ടത്. ആണെങ്കിൽ വിശ്വസിച്ചോളൂ, അത് വല്ലാതെ കുറ്റം പറയണില്ല. നിങ്ങൾ പോകുകയാണെങ്കിൽ പോകാം, വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിക്കുക. അതൊന്നും ഖുർആനിന്റെ വിഷയമല്ല. കാരുണ്യത്തിന്റെ ഒഴുക്ക് ലോകത്തിന് ഉണ്ടാകുന്ന വ്യക്തിയാരോ, ആ സൃഷ്ടാവാരോ, ആ സൃഷ്ടാവ്, അതിൽ കാരുണ്യമായിരിക്കണം ഇത് ലോകത്തിനുണ്ടാക്കേണ്ടത്. കാരുണ്യത്തിന്റെ ഒഴുക്ക് ലോകത്തിനുണ്ടാക്കണം. അല്ലാതെ അള്ള റഹ്മാനാണ് റഹ്മാനാണെന്ന് പറയും ചെയ്യുക, നാട്ടുകാരെ കഴുത്തൊക്കെ വെട്ടും ചെയ്യുക. മുഹമ്മദ് നബി ലോകത്തിന് റഹ്മത്താണെന്ന് പറയും ചെയ്യുക. മുഹമ്മദ് നബിയെ കുറിച്ച് തെറ്റായിട്ട് നൽകുന്ന സന്ദേശങ്ങൾ ആരെങ്കിലും എടുത്ത് പറഞ്ഞാൽ നിരപരാധികളെ കൊന്നൊടുക്കുക. എന്നിട്ട് അള്ള റഹ്മാനാണെന്നും പറയാം. ആർക്ക് വേണം ഈ പ്രത്യയശാസ്ത്രം? ഞാൻ എന്റെ കഴിഞ്ഞ സെഷനിലെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ല, ഒരു പാവം മലാല യൂസുഫ് സായ്, പാവം പെൺകുട്ടി, അവളുടെ ഡയറി കുറിപ്പുകളിൽ നിന്നും അവളുടെ ആ സംസ്കാര സംബന്ധമായ ഒരു പ്രദേശത്താണ് പാകിസ്ഥാനിൽ അവൾ ജീവിക്കുന്നത്. അതിൽ നിന്ന് അവളുടെ ചിന്തയിൽ ഉടലെടുത്ത 14 വയസ്സായ ഒരു കുട്ടി സ്ത്രീകളുടെ അവകാശങ്ങളുടെയും വിദ്യാഭ്യാസത്തിനും വേണ്ടി പറഞ്ഞപ്പോൾ തലയിൽ തല വെച്ച് പൊളിച്ചു. എവിടെയാണ് ഈ കൗമ നിൽക്കുന്നത്? ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന സ്ത്രീ സമൂഹത്തിന്റെ കഥ പറയുന്ന അങ്ങനെ ഒരു ജനത ജീവിച്ചിരുന്ന ജാഹിലിയത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് ഈ സമൂഹം. എന്നിട്ട് ഈ സമൂഹത്തിനെ നമ്മൾ മാതൃകയാക്കണം എന്നാ പറയുന്നത്. നിങ്ങൾ വേണമെങ്കിൽ മാതൃകയാക്കിക്കോളി, നമ്മളെ കിട്ടില്ല. ഈ കൗമിനെ മാതൃകയാക്കി ജീവിക്കണേലും നല്ലതും മരണമാണെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എന്തിനാ ഇങ്ങനത്തെ ഒരു അടിമത്തം? ഈ അറിവില്ലായ്മയെ നമ്മൾ മാതൃകയാക്കണം. ഈ ജഹാലത്ത് ഇവിടെ ഉണ്ട്. ഇവർക്ക് സ്വാതന്ത്ര്യം. നിങ്ങൾ അങ്ങനത്തെ ചില ഗ്രാമങ്ങൾ പോയി നോക്കൂ. മതിലുകൾ ഒരാൾക്ക് ഉയരത്തില്ല, 2-4 ആളുകൾക്ക് ഉയരത്തില്ല മതിലുകൾ. തൊട്ട വീട്ടിലെ ഒരാളെ കണ്ടുപോകരുതെന്ന പെണ്ണ്. ഗ്രാമങ്ങൾ കേരളത്തിലുണ്ട്. നിങ്ങൾ വിചാരിക്കുമ്പോഴല്ലത്.
40ഓളം വീടുകളുണ്ട്, മതിലുകൾ 2-3 ആൾ ഉയരത്തിലാണ് ഓരോ വീട്ടിൻ്റെയും മതിൽ. തൊട്ട വീട്ടിൽ ആരെയും കാണരുതെന്നാണ്. ഹോമിയോ ഡോക്ടറുണ്ട്, ഒരൊറ്റ പെണ്ണിനെയും ചികിത്സിക്കൂല. ഫോണിലൂടെ വിളിച്ചു ചോദിച്ചാൽ മാത്രം മരുന്ന് പറഞ്ഞു കൊടുക്കാനാ. സ്ത്രീ ഹദീസിലുണ്ട് 3 എണ്ണമാണ് ശകുനമുള്ളത്, സ്ത്രീയും കുതിരയും പിന്നെ വീടും. ഈ 3 എണ്ണത്തിലും ശകുനമാണെന്ന് നബി പറഞ്ഞു. അതിന് വിപരീതമായ ആയിഷയുടെ ഹദീസുണ്ട്, 2 ഹദീസുണ്ട്. അബൂ ഹുറൈറയുടെ ഹദീസുണ്ട്, അതിനെ എതിർത്ത ആയിഷയുടെ ഹദീസുണ്ട്. നബി അങ്ങനെ പറഞ്ഞിട്ടില്ല. ജാഹിലിയത്തിലെ സ്വഭാവം നബി അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞതാണെന്ന് ആയിഷ പറയുന്നുണ്ട്. അബൂ ഹുറൈറനെ ചീത്ത പറയുന്നുണ്ട്, നീ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. 2 ഹദീസുണ്ട്, 2ഉം ബുഖാരിയിലുണ്ട്. അപ്പൊ എന്തിനാ സഹോദരൻ ഇങ്ങനത്തെ ഒരു ആശയം? നിങ്ങൾക്ക് ഖുർആൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടെങ്കിൽ തോന്നി. അതല്ല, ഈ ജഹാലത്താണ് നിങ്ങൾക്ക് പറ്റണമെങ്കിൽ ആ ജഹാലത്തെ എടുത്തിട്ട് അങ്ങനെ നടന്നോളൂ. അപ്പൊ ദീൻ എന്ന് പറയുന്നത് ഒരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതിയുടെ നിലനിൽപ്പിനും ആ ഒരു കാലഘട്ടം, അതാണ് അല്യൗമ എന്നുള്ളത് വിശദീകരിക്കേണ്ടതുണ്ട്. മുക്കാഫഹത്തുൽ അമൽ, പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു അന്തിമമായ ഫലം വരുന്ന ടൈം, ഡേ, ആ ഡേ, അതാണ് അല്യൗമ. അല്യൗമ എന്നുള്ളത് സൂക്ഷ്മമായി വിശദീകരിക്കേണ്ടതാണ്. അത് ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അതൊന്നിപ്പോൾ ഇന്ന് വിശദീകരിച്ച തീരുവില്ല. എന്താണ് അല്യൗമ എന്നുള്ളത്? ടുഡേ. അല്യൗമ അക്മൽതു ലക്കും ദീനുക്കും എന്നൊക്കെ പറയുന്നതും അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം എന്ന് പറയുന്ന ആ ടുഡേ ഏതാണ്? പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു അന്തിമമായ ഫലം, അമലുകൾക്കൊക്കെ ഒരു അന്തിമമായ ഫലം വരുന്ന ഒരു ഡേ, അത് നന്നായി തീരണമെന്ന് ഉദ്ദേശിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടില്ല. അതാണ് നമ്മൾ സഹോദരങ്ങളെ പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യങ്ങളോ നോക്കാൻ. ഞാനൊന്ന് ശമ്പളം വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകില്ല, അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം വന്നോക്കണം. ഞാനൊന്ന് സ്കൂളിൽ നിന്ന് 1-ാം തീയതി ഒപ്പിട്ടിട്ട് എൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ ATM-ലൂടെയാണ് കായിക്കുന്നത്, അതുകൊണ്ട് പേടിക്കണ്ട. മറ്റത് പുറത്ത് കാവലുണ്ടാവും. ഞങ്ങളെ കുട്ടികൾ പട്ടിണി എടുക്കണം, മാഷ കായിന് തന്നു പോയി കളിന്ന് പറയും, കത്തിയോ തോക്കോ കഴുത്തിൽ വെച്ചിട്ട്. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഭൂമിയിൽ ഉണ്ടായാൽ, അക്രമം ഭൂമിയിലുണ്ടായാൽ, അരാജകത്വം ഭൂമിയിലുണ്ടായാൽ, സാമൂഹിക അനീതി ഭൂമിയിലുണ്ടായാൽ അവിടെ സക്കറങ്ങാണ്. ആ സക്കർ, അതേ പറയുന്നത്, ആ സക്കറിലാക്കാനുള്ള പ്രവർത്തനം പ്രവർത്തിച്ചിട്ട് വേണം പിന്നീട് രണ്ടാമത്തതാണ് വീണ്ടും പരലോകത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം വേണ്ടത്. ഒന്നാമതന്നെ അതിന് വേണ്ടിയിട്ടല്ല, അതും കൂടി കൊണ്ടുപോകണം. അതാ ഖുർആൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ തന്നെ ഒരു ഉന്നതമായ ജീവിത നിലവാരം, അവിടെ ദുരിതം അനുഭവിക്കുന്നു. അപ്പൊ ഈ ദീൻ എന്നുള്ള പദം ഉപയോഗിച്ച 2 സ്ഥലത്ത്, ബാക്കി അദ്ദീൻ എന്ന് നിങ്ങൾ ഉപയോഗിച്ച സ്ഥലങ്ങളൊക്കെ നോക്കിക്കോളൂ. ഈ ഐഡിയോളജി, ഈ ഒരു പ്രത്യയശാസ്ത്രം നിലവിൽ വരുന്ന ഒരു കാലഘട്ടത്തെ ഞങ്ങൾ നിഷേധിച്ചു കളഞ്ഞു. ആ ഒരു കാലഘട്ടത്തിന്റെ മാലിക്ക് ആരാണോ, ആ മാലിക്ക് ആരാണോ അവനെ ഒന്ന് പുകഴ്ത്തുകയും അവനെ ഒന്ന് സ്തുതിക്കുകയും അവന്റെ മഹത്വം ഒന്ന് ഉയർത്തിക്കാണ്ടുകയും ചെയ്തു. അതാണ് അടുത്ത വചനം. അതാണ് ദീൻ എന്ന് പറയുന്നത്. അതാണ്, അല്ലാതെ യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ പരലോകമല്ല. നിങ്ങൾ അദ്ദീൻ എന്ന് ഖുർആൻ ഉപയോഗിച്ച സ്ഥലങ്ങളൊക്കെ നോക്കൂ. എവിടെ അദ്ദീൻ എന്നുള്ളതിന് പരലോകമെന്ന്? ഖുർആനിൽ അദ്ദീൻ എന്ന് ഉപയോഗിച്ച സ്ഥലങ്ങളൊക്കെ നോക്കൂ. യൗമുദ്ദീൻ, ആ അദ്ദീന് വരുന്ന, ഈ പ്രത്യയശാസ്ത്ര നടപ്പിൽ വരുന്ന ഒരു കാലഘട്ടം, അതൊന്നും സംഭവിക്കാൻ പോണില്ലടോ. ദൈവത്തിന്റെ നീതിയുടെ വ്യവസ്ഥിതിയൊന്നും ഭൂമിയിൽ വരൂല എന്ന് പറഞ്ഞ് അതിനൊക്കെ തള്ളിക്കളഞ്ഞ് മനുഷ്യനിർമ്മിതമായ ആശയങ്ങളെ മുഴുവൻ പുലുകുകയും ഈ അനീതിയുടെയും അക്രമത്തിന്റെയും വ്യവസ്ഥിതിയും ഞങ്ങൾ സ്വീകരിക്കുകയും ഇതിനെ തള്ളിക്കളയുകയും ചെയ്തതിന്റെ തിക്തഫലമാണ് ഈ നരകത്തിൽ ഞങ്ങൾ വന്ന് പെട്ടിരിക്കുന്നത് എന്ന് അവർ പറഞ്ഞുപോയി എന്ന് സൂറത്ത് മുസമ്മിലിൽ അല്ലാഹു വിശദീകരിക്കുന്നു. സൂറത്തുൽ മാഊനിൽ എന്താണ് ദീൻ, ആ ദീനിനെ തള്ളിക്കളയുന്നവൻ ആരാണ് എന്നും പറഞ്ഞു. ഈ പട്ടിണിപ്പാവങ്ങളെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് കോടികൾ ചിലവഴിച്ചുകൊണ്ട് വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തുന്ന ഈ മതപുരോഹിതന്മാർ മതവിശ്വാസികളാണോ, ഇവരാണോ ദീനിന്റെ ആളുകൾ എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇതല്ല ദീൻ പറയുന്നത്, ഇതല്ല മതം പറയുന്നത്. ഇതെവിടെ മതം പറയുന്നത്? അമൽ സാലിഹാത്ത് ചെയ്യുന്ന ഒരു ജനതയ്ക്ക് മോചനമുള്ളൂ. ഈ ആരാധനകൾ കൊണ്ട് ദിക്ർ ചൊല്ലി, ദുആ ചൊല്ലി, കർമ്മങ്ങൾ മന്ത്രിച്ചൂതി ഇരിക്കുന്ന ഈ ജനത കൊണ്ട് ഒരു പ്രയോജനമില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഒരു പ്രയോജനമല്ല. വിപ്ലവകരമായ എന്തെങ്കിലും പ്രവർത്തിക്കും, ആ പ്രവർത്തിക്കാനാ ഖുർആൻ പറയണത്. ഇപ്പോൾ മാലിക് യൗമുദ്ദീൻ തന്നെ, നിങ്ങൾ ഇവിടെ നല്ലോണം നിസ്കരിച്ചോളയും, പരലോകത്തിൽ നിങ്ങളുടെ ഇതൊക്കെ വിചാരണയൊക്കെ നോക്കി നിങ്ങൾക്ക് കുറെ പെണ്ണുങ്ങളെയും കുട്ടികളെയും ചെറുക്കന്മാരെയും കുറച്ച് കള്ളും വെള്ളമൊക്കെ തരും, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പണിയെടുത്തോളെന്ന് പറഞ്ഞ് വെറുതെ പഠിപ്പിക്കാൻ. അവിടെ കിട്ടുന്ന അനുഗ്രഹങ്ങളും അനുഗ്രഹാശിസ്സുകളും വേറെ,
ഇവിടെ തന്നെ ഒരു ദുനിയാവിൽ തന്നെ ഒരു ദൈവിക നീതിയുടെ വ്യവസ്ഥിതി ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാത്തതെന്താ? ഇവിടെ മുഴുവൻ നരകം സൃഷ്ടിക്കുക, ഇവിടെ വരുന്ന കലാപങ്ങൾ മാത്രം ഉണ്ടാക്കുക. അതങ്ങനെയാണല്ലോ മൗലവിനൊക്കെ കൊന്നത്, അങ്ങനെയാണല്ലോ. മൗലവിനെ കൊന്ന സ്വർഗാണ്. അതാ ഞാൻ പറയുന്നത്, വികലമായ വിശ്വാസത്തിന്റെ അപകടം വിശ്വാസമില്ലായ്മയെ ആണ് അതുകൊണ്ട് മെച്ചെന്നാ ഞാൻ പറയുന്നത്. വികലമായ വിശ്വാസം ഒരു മനുഷ്യനെ കലാപത്തിന് പ്രേരിപ്പിക്കും. ഒരു കൊട്ടേഷൻ സംഘത്തിന് എന്തേ ലക്ഷ്യമുള്ളൂ എന്ന് പറഞ്ഞാൽ ഓനാ പൈസ കിട്ടലേ ലക്ഷ്യമുള്ളൂ ആളെ കൊല്ലുമ്പോൾ. പക്ഷെ ഒരു മതവിശ്വാസിക്ക് അവന് വിശുദ്ധിയുടെ പര്യായം കൂടി ഉണ്ട്. അവന് വികലമായ സ്വർഗം, വികലമായ നരകവിശ്വാസവും സ്വർഗവിശ്വാസവും വികലമായ പരലോക വിശ്വാസവും രാജ്യത്തെ അരാജകത്വം സൃഷ്ടിക്കാനേ കാരണമാകുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ഇവന് സ്വർഗം വാഗ്ദാനം ചെയ്യാണ്. നീ നിരപരാധികൾ ജീവിക്കുന്ന ടൗണിൽ കൊണ്ടുപോയിട്ടും റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടും ബോംബിട്, അതൊക്കെ സ്വർഗം കിട്ടുന്ന. മൗലവിനെ പിടിച്ച് രാത്രി പിന്നാമ്പുറത്തുനിന്ന് മുണ്ടിട്ട് കൊല്ലുന്ന സ്വർഗം കിട്ടുന്ന ഈ വികലമായ സ്വർഗവിശ്വാസം ലോകത്തെ അരാജകത്വങ്ങളെ സൃഷ്ടിക്കൊള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. നീതിയുടെ ഇവരും ഈ ഇമാം ഗസാലിയുടെ ഒരു കുറച്ച് വിശദീകരണമില്ലാതെ തീരങ്ങൾ വെറുതെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു പോകാമെന്ന് എന്നോട് പറയണ്ടോ. അങ്ങനെ പറഞ്ഞാൽ തീരെ മനസ്സിലാവും. ഗസാലി ഇമാമ് പറയണ്ടായി, അത് ഞാൻ അതിൻ്റെ പറഞ്ഞു. ഗസാലി ഇമാമിന്റെ ചരിത്രത്തിൽ പല സ്ഥലങ്ങളിലും അയാൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇയാളെ ഗസാലി ഇമാമിന്റെ സൂഫിസം മാത്രമേ ഇവിടുത്തെ ജനത കണ്ടിട്ടുള്ളൂ. ആ സൂഫിയുടെ കിതാബ് മാത്രമേ അയാളെ എഴുതിയിട്ടുള്ളൂ എന്നതിൻ്റെ വിചാരം. ഗസാലി ഇമാമ് ഹജ്ജിന് പോകണ ഒരാളെ തടഞ്ഞു നിർത്തിയിട്ട് വെക്കും, നീ എങ്ങോട്ടാ പോകണം? ഞാൻ ഹജ്ജിനാണ്. എൻ്റെ അടുത്ത് എത്ര ഉണ്ട്? 2000 ദിർഹമുണ്ട്. നാട്ടിൽ ആവശ്യമുള്ളവരുണ്ടോയെന്ന് വെച്ചാൽ അതുണ്ടെന്ന് പറഞ്ഞു. അത് തിരിച്ചു പോയിക്കളാം. എനിക്ക് കാബാലയം കാണാനാണോ ദൈവത്തിന്റെ പ്രീതിയാണോ? എനിക്ക് ദൈവത്തിന്റെ പ്രീതിയാണ് ഉദ്ദേശം. എന്നാൽ നാട്ടിലേക്ക് തിരിച്ചു പോകണം. അയാൾ ഇതൊക്കെ വലിച്ചെറിഞ്ഞ് പോയി. സൂഫിസത്തിൽ ഇൽമുൽ കലാമിൽ സത്യം അന്വേഷിച്ചു, സൂഫിസത്തിൽ സത്യം അന്വേഷിച്ചു. എവിടെയും സത്യമില്ല. മുൻകിതും മിനല്ലലാലാന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹം. എവിടെയും സത്യമില്ല. അവസാനം 4 അന്ന് ആ കാലഘട്ടത്തിൽ അവിടെ പ്രചുരപ്രകാരത്തിലുള്ള 4 ആശയങ്ങളാണ്. ഒന്ന് ഇൽമുൽ കലാം, ഒന്ന് ഫിലോസഫി, ഒന്ന് സൂഫിസം, പിന്നെ ഒന്ന് അവിടെ നിലവിലുള്ള മതം. ഇതിൽ ആദ്യത്തെ 3 എണ്ണത്തിലും സത്യം പരിശോധിച്ചു, സത്യം കണ്ടില്ല. 4-മത്തത് വേഗം എടുത്ത് പോക്കറ്റിലിട്ട് അത് പരിശോധിക്കാൻ നിന്നില്ല. അത് പരിശോധിച്ചാൽ അതിന് ഉള്ളിൽ തോലി വിളിച്ച് അതിലില്ല, കണ്ടെത്തിയില്ലെങ്കിലും ഒന്ന് പേടിച്ചിട്ട് അത് വേഗം പോക്കറ്റിലിട്ടു. ഞാൻ അതാണെന്ന് പറഞ്ഞു. അങ്ങനെ സൂഫിയായി പോയത്. മൂപ്പര് പറഞ്ഞു ഇതിലും ഇല്ലല്ലോ. പിന്നെ അവസാനം പിന്നെ മൂപ്പര് ഒരു നെഷറുല്ലീസ് പിന്നെ ഈ അദ്ദേഹത്തിനോട് പറഞ്ഞതാ, സ്വർഗം തരാണ്, നിങ്ങൾ നിസ്കരിക്കും, നോമ്പ് നോലിക്കും, പിന്നെ അത് ചെയ്യും ഇത് ചെയ്യും, നിങ്ങൾക്ക് സ്വർഗം തരാം. നമ്മൾ പണിക്കാരോട് പറയല്ലോ, തെങ്ങുമ്മക്കറിയും വാഴക്ക് കളക്കും, തെങ്ങിന്റെ ചോട്ടി കളക്കും, തേങ്ങടി നെല്ലിനടി, നിങ്ങൾക്ക് കൂലി തരാണ്. അപ്പൊ മൂപ്പര് പറഞ്ഞത് കൂലി വേണ്ടെങ്കിലോ? തിരിച്ചു ചോദ്യം, കൂലി വേണ്ടെങ്കിലോ? എനിക്ക് കൂലി വേണ്ടെങ്കിലോ? അതാണ് വിപരീത ചിന്ത. ഗസാലി ഇമാമിന്റെ ചരിത്രത്തിൽ പറയും. ഇതിൽ ഗസാലി ഇമാമിന്റെ സൂഫിസത്തിന്റെ ഗ്രന്ഥങ്ങൾ മാത്രം കണ്ടിട്ട് അയാൾ സൂഫിയായിരുന്നു എന്ന് പറയും. മുഴുവൻ വായിക്കും ഒരാളുടെ ഒരു പുസ്തകം മാത്രം വായിച്ചിട്ട് അയാൾ അതാണ് വിധികൽപ്പിച്ചത്. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് കൂലി വേണ്ടെങ്കിലോ, എനിക്ക് പെണ്ണ് വേണ്ടെങ്കിലോ, കള്ള് വേണ്ടെങ്കിലോ? ഈ ചിന്തയാണ്. അയാൾ പറഞ്ഞു വേണ്ടെങ്കിലും ഇത് വേണം. അതാണ് പിന്നെ അയാളെ മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്, ദീനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. വേണ്ടെങ്കിലും ഇത് വേണം. എന്തുകൊണ്ട്? ആ ചോദ്യം. വേണ്ടെങ്കിലും ഇത് വേണം. എന്തുകൊണ്ട്? പരലോകത്തിൽ കൂലി വേണ്ടെങ്കിലും എനിക്ക് ദീൻ വേണം. എന്തുകൊണ്ട്? അതാണ് അയാളുടെ മൗലികമായ, അയാളുടെ മതത്തിലേക്കുള്ള മൗലികമായ അടിസ്ഥാനപരമായ വിഷയങ്ങളിലേക്ക് ഗസാലിയുടെ തിരിച്ചുവരവ്. ലോകത്ത് മഹാന്മാർ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് മൗലികമായ വിഷയങ്ങൾ. അയാൾ പറഞ്ഞു, നുണ ഞാൻ പറയരുത്, കാരണം അത് സ്വർഗം വേണ്ടെങ്കിലും നുണ പറയാൻ പാടില്ല. അതയാളുടെ തിരിച്ചറിവാണ്. കാരണം ഇപ്പൊ എന്നോട് നിങ്ങൾ 100 ആൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഒരാളോടോ 10 ആളോടോ 15 ആളോടോ ഞാൻ സംസാരിക്കുന്നുള്ളൂ. പക്ഷേ എന്നോട് ദിനേന സംസാരിക്കുന്നത് 100 പേരാണ്, അല്ലെങ്കിൽ 200 പേരാണ്, അല്ലെങ്കിൽ 500 പേരാണ്. ഇവരൊക്കെ നുണ പറയുന്ന ഒരു വ്യവസ്ഥിതി ലോകത്ത് വന്നാലോ ജീവിക്കാൻ പറ്റൂല. അതാണ് ആ തിരിച്ചറിവാണ് അയാള്. നുണ എന്നെ പറയാൻ തുടങ്ങി. നാവ് പൊളിക്കാൻ നുണ പറയുന്ന ഒരു വ്യവസ്ഥിതി ലോകത്ത് വന്നാൽ ഞാൻ 10 ആളോടെ പറയുന്നുള്ളൂ, സംസാരിക്കുന്നുള്ളൂ, 20 ആളോടെ സംസാരിക്കുന്നുള്ളൂ, 30 ആളോടെ സംസാരിക്കുന്നുള്ളൂ ഒരു ദിവസം. പക്ഷെ എന്നോട് 100, 200, 300, 500 ആളുകളാണ് ദിവസേന സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഓരോ കർമ്മങ്ങളും മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ നുണ പറയാൻ തുടങ്ങിയാൽ അങ്ങനത്തെ ഒരു അതാപം പറയുന്നത്, സ്വർഗം വേണ്ടെങ്കിലും ഇസ്ലാമിന്റെ വ്യവസ്ഥിതി, മൗലികമായ വ്യവസ്ഥിതി ഇവിടെ വേണം.
ഇസ്ലാമിന്റെ ഐഡിയോളജി ഇവിടെ വേണം, നിലനിൽക്കണം. ആ കണ്ടെത്തലാണ് ഗസാലി. അങ്ങനെ ഓരോ ഉദാഹരണങ്ങളും എടുത്ത് അദ്ദേഹം ഉദാഹരിക്കുന്നുണ്ട്. ഓരോ ഉദാഹരണം മൂപ്പര് പറയുന്നു, എനിക്ക് ഒരു പെണ്ണിനെ പീഡിപ്പിക്കാം, 2 പെണ്ണിനെ പീഡിപ്പിക്കാം, 3 പെണ്ണിനെ പീഡിപ്പിക്കാം, ഏറിക്കഴിഞ്ഞാൽ ആ സുഖമെടുക്കാം. പക്ഷേ എന്റെ പെങ്ങന്മാരും എന്റെ സഹോദരിമാരും എന്റെ പെൺമക്കളും എന്റെ ഉമ്മയും എന്റെ അമ്മായിയും എന്റെ സഹോദരിമാരും ഇവരൊക്കെ പീഡിപ്പിക്കപ്പെടുകയും മർദ്ദിപ്പിക്കപ്പെടുകയും അവരുടെ അഭിമാനത്തിന് ഒരു വിലയും കൽപ്പിക്കപ്പെടാത്ത ഒരു സാമൂഹിക ചുറ്റുപാട് ഈ ദുനിയാവിൽ വന്നാൽ, അതാ പറഞ്ഞ എനിക്ക് സ്വർഗം വേണ്ടെങ്കിലും ഈ മൗലികമായ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കുന്ന ഒന്നും നിങ്ങൾ ചെയ്യരുത് എന്ന ഖുർആനിന്റെയും ഇസ്ലാമിന്റെയും മൗലികമായ ആശയങ്ങൾ ഇവിടെ നിലനിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത്. അതാണ് ആ കണ്ടെത്തൽ വേണ്ടേ. ആ കണ്ടെത്തലാണ് അദ്ദേഹത്തെ തിരിച്ച് ഇസ്ലാമിന്റെ. അതാണ് പറയുന്നത്, നിങ്ങൾ ഒക്കെ അവിടുന്ന് കിട്ടും, ഇവിടുന്ന് എന്തും ചെയ്തോളുന്ന ഈ വികലമായ വിശ്വാസം മാറ്റണം. അങ്ങനെ ഓരോരോ ഉദാഹരണങ്ങൾ എടുത്ത് പറയാം. ഓരോ കാര്യങ്ങളും അളക്കത്തിലും തൂക്കത്തിലും കുറവ് വരുത്തുകയാണ്. ഞാൻ ഒരു 2 തേങ്ങ എനിക്കിപ്പം വീട്ടിൽ കിട്ടുകയാണെങ്കിൽ 4 തേങ്ങ കൊടുക്കും. വേറൊന്നും എൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കാനില്ല. ചിലപ്പോൾ 4 അടക്കയും കൊടുക്കും. അതല്ലാതെ എന്താ കൊടുക്കാം? 100 കണക്കിന് 1000 സാധനങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങോട്ട് വാങ്ങുകയാണ്. അവിടെയൊക്കെ ചൂഷണം ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി വന്നാലോ, ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഭൂമിയിൽ ആകെ നിലനിൽക്കുന്നതെങ്കിലോ ജീവിക്കാൻ പറ്റൂല. ഗസാലി ഓരോ ഉദാഹരണം എടുത്തിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എനിക്ക് സ്വർഗത്തിൽ പരലോകത്ത് സ്വർഗം കിട്ടട്ടെ, നരകം കിട്ടട്ടെ, അത് ബോണസായി കിട്ടട്ടെ, അതെന്റെ വിഷയമല്ല. കിട്ടുകയാണെങ്കിൽ ഓക്കെ, പക്ഷേ ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ തന്നെ ഈ വ്യവസ്ഥിതി ഇസ്ലാം വേണം. എന്നിട്ടാണ് അദ്ദേഹം നസ്റുൽ ഇസ്ലാമിലേക്ക് ഇറങ്ങുന്നത്. എന്നിട്ടാണ് നസ്റുൽ ഇസ്ലാം എഴുതുന്നത്. ഒരു പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഇറങ്ങി ജനങ്ങളുടെ ഇടയിലേക്ക് പോവുകയാണ് അദ്ദേഹം. ഇതാണ് തിരിച്ചറിവ്. അതാ നിങ്ങൾ പറയുന്ന മാലിക് യൗമിദ്ദീൻ. ഈ ഐഡിയോളജി നിലവിൽ വരുന്ന ഒരു കാലഘട്ടം അങ്ങനെയൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊന്നും ഒരു ഫലമില്ല എന്ന് ഞങ്ങൾ തള്ളിക്കളഞ്ഞു. അതാണ് ദീൻ. ആ ഒരു ദിനത്തിന്റെ ഈ ഐഡിയോളജി നിലവിൽ വരികയും നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു നന്മ വരികയും തിന്മ വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടമൊന്നും അതൊന്നും വേണ്ടടോ. നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ തന്നെ വളർത്തോണം, നമ്മൾ തന്നെ അള്ള, നമ്മൾ തന്നെ ദൈവം. ഇതൊന്നും പ്രശ്നമൊന്നുമല്ല, ഇങ്ങനത്തെ ഐഡിയോളജി ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പോകുന്ന ആ ഒരു ആശയത്തെ, ഈ ഒരു നീതിയുടെയും ധർമ്മത്തിന്റെയും ചൂഷണരഹിതവുമായ ഒരു ദൈവിക ആശയത്തിന്റെ വ്യവസ്ഥിതി ഭൂമിയിലൊന്നും ആവശ്യമില്ല എന്ന് ഞങ്ങൾ തള്ളിക്കളഞ്ഞു. അതാണ് അങ്ങനത്തെ ഒരു ഡേ നിലവിൽ വരണം, ഉണ്ടാവും എന്ന് വിശ്വസിക്കുകയും അതിനൊരു മാലിക്കുണ്ട് എന്ന് പറയുകയും അതിന്റെ പ്രഖ്യാപനം നടത്തുകയും ചെയ്യുക. അതാണ് അടുത്ത വചനം. അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ അതാണ് മാലിക് യൗമിദ്ദീൻ, അതിന്റെ ഒരു ഡേ. അതാണ് സൂറത്ത് മുസമ്മിലിൽ എന്ന് ഞാൻ പറഞ്ഞു. ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ മാ സലകക്കും ഫീ സഖർ ഫീ ജന്നാത്തിൽ യതസാഅലൂൻ. ജന്നാത്തിൽ ഇരുന്ന് മുഅ്മിനീങ്ങൾ മുജ്രിമീങ്ങളോട് ചോദിക്കുക, മാ സലകക്കും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. ഇവർ പറയും ഞങ്ങൾ നിസ്കരിച്ചിലാണ്. ഫിറഔൻ നിസ്കരിച്ചാത്തതല്ലേ നരകത്തിൽ പോകാൻ. ഫിറഔൻ 2 റക്അത്ത് നിസ്കരിക്കാത്തോണ്ടാ നരകത്തിൽ പോയത്. ഇവിടുത്തെ ഒബാമയൊക്കെ നിസ്കരിച്ചാത്തോണ്ടല്ലേ ഇപ്പൊ നരകത്തിൽ പോയത്. ഓന ലേശം ദ്വായും അമൽ വിക്രം ദ്വായും തസ്ബീഹ് നിക്കാരോ ഒക്കെ ഫിറഔന്. ലോകത്ത് വന്ന മുജ്രിമീങ്ങളുടെ പട്ടിക എടുക്കും നിങ്ങൾ. ഈ ലോകത്ത് വന്ന മുജ്രിമീങ്ങളായ ആളുകൾ മുഴുവൻ സക്കറിൽ. ഇവർ പറയുന്നു നരകത്തിൽക്കാണെങ്കിലും മുസല്ലിയും പോകുന്നുണ്ടല്ലോ, നിസ്കാരാണെങ്കിൽ മുസല്ലിയും പോകുന്നുണ്ടല്ലോ. അത് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചല്ലോ. കാന്തപുരം അനുയായികളൊക്കെ നരകത്തിലാണ്, മുജാഹിദീങ്ങളല്ലേ. മുജാഹിദീങ്ങളൊക്കെ നരകത്തിലാണ് സുന്നികളും പറയണില്ല. ഇവരൊക്കെ മുസല്ലിയാണല്ലോ. ഇന്നത്തെ സ്ഥലത്തുണ്ടല്ലോ അവർക്ക്. പിന്നെന്താ? അപ്പൊ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ എന്ന് പറയുന്നതല്ല. വലം നകു നുതഇമുൽ മിസ്കീൻ വകുന്ന. മൂന്നാമത്തെ റീസൺ, മൂന്നാമത്തെ കാരണം പറയുന്നതാണ് വകുന്ന നുകദ്ദിബു ബിയൗമിദ്ദീൻ. ഞങ്ങൾ ഈ ദീനിന്റെ ഒരു യൗമ്, ഈ അദ്ദീൻ, ഈ പ്രത്യയശാസ്ത്രം നിലവിൽ വന്നിട്ട് ഒരു കാര്യമല്ല, അതുകൊണ്ടൊരു ഫായിദയുമില്ല എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളഞ്ഞ് ഞങ്ങൾ ജീവിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ജീവിതത്തിൽ ഞങ്ങൾ വന്നുപെട്ടത്. അതാണ് ദീൻ. ഇപ്പൊ സൂറത്തുൽ മാഊനിലും സൂറത്തുൽ മുസമ്മിലിലും അതുപോലെ തന്നെ ഖുർആനിലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ അദ്ദീൻ എന്ന് പറയുന്നത് എന്താണെന്ന് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഡേ, അതിന്റെ ഒരു ദിനം, അതിന്റെ ഒരു യൗം, അതിന്റെ ഒരു ടൈം, അതിന്റെ ഒരു കാലഘട്ടം, ഒരു പർട്ടിക്കുലർ ഡേ അല്ല, അതിന്റെ ഒരു കാലഘട്ടം ലോകത്തിൽ വരുന്നതിന് ഞങ്ങൾ തള്ളിക്കളഞ്ഞു, അതിനെ സ്വീകരിച്ചില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നൊരു കാര്യമല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ അത് കാര്യമുണ്ട് എന്ന് പറയാൻ വിശ്വസിക്കണം. അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എന്റെ സിറാത്തുൽ മുസ്തഖീം.
അപ്പൊ നീ സിറാത്തുൽ മുസ്തഖീം നാട്ടിൽ കൂടി തെരഞ്ഞു നടക്കണ്ട. എന്താ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞു അല്ലാഹു കുറെ കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. 5, 6, 7, 8, 9 10ഓളം കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. 9 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. എന്നിട്ടാണ് പറയുന്നത്, അതിലേക്ക് ചൂണ്ടിയിട്ടാണ് പറഞ്ഞത് വഅന്ന ഹാദാ, ഇതാണ് നിശ്ചയമായും തീർച്ചയായും ഇതാണ് സിറാത്തി മുസ്തഖീമായ എന്റെ ചൊവ്വായ പാത. ഇതാണ് എന്റെ ചൊവ്വായ സിറാത്ത് മുസ്തഖീം, സ്ട്രൈറ്റ് ലൈൻ, നേരായ പാത. ഞാനൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, മാത്തമാറ്റിക്സിലെ രണ്ട് ബിന്ദുക്കൾക്കിടയിലൂടെ ഒരു രേഖയല്ലാതെ വരക്കാൻ കഴിയില്ല. അത് കണക്കിന്റെ ഒരു തത്വമാണ്. ഗണിതശാസ്ത്രത്തിൽ വളരെ വ്യക്തമായ ഒരു തത്വമാണ്. 2 ബിന്ദുക്കൾക്കിടയിൽ നേർരേഖ ഒന്നേ വരക്കാൻ പറ്റുള്ളൂ. ഒന്നിലധികം നേർരേഖ വരക്കാൻ പറ്റില്ല. ഒരു പ്രമാണമേ, ഒരു വേദമേ നേർരേഖയായിട്ടുള്ളൂ. മനുഷ്യനിർമ്മിതമായ ആശയങ്ങൾ ഈ സിറാത്തുൽ മുസ്തഖീമായിട്ട് വരൂല. ദൈവികമായ ആ വര, ആ നേർരേഖ അവൻ വരച്ച് കാണിച്ചു തന്ന ആ വര മാത്രമേ സിറാത്തുൽ മുസ്തഖീമാകാൻ പറ്റുള്ളൂ. വേറെ ഒരു വര ആ സിറാത്തുൽ മുസ്തഖീമിൽ വരാൻ പാടില്ല. അത് നിയമമല്ല, അത് ബുദ്ധിപരവുമല്ല, അത് ഗണിതശാസ്ത്ര തത്വങ്ങൾക്ക് വരെ എതിരാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ ഏതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് അള്ളാഹു വ്യക്തമാക്കി പറഞ്ഞു. അത് ഏത് അധ്യായത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ? ഇത് മുഴുവൻ ഈ 9 കാര്യങ്ങളും ഓരോന്നും വിശദീകരിച്ചിട്ട് അവിടേക്കാണ് ചൂണ്ടുന്നത്. വഅന്ന ഹാദാ, ഞാൻ പറഞ്ഞു നിങ്ങളെ സിറാത്തുൽ മുസ്തഖീം എവിടെ? ബുഖാരിയിലേക്കാ ചൂണ്ടുന്നത്? മുസ്ലിമിലേക്കാ ചൂണ്ടുന്നത്? അബൂദാവൂദിലേക്കാ ചൂണ്ടുന്നത്? ഏതിലേക്കാണ് ഈ ചൂണ്ടുന്നത്? വഅന്ന ഹാദാ, തീർച്ചയായും ഇത് എന്ന് പറഞ്ഞാൽ ഏത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതാണ് സിറാത്തി മുസ്തഖീമ, എന്റെ ചൊവ്വായ വഴി ഇതാണ്. അപ്പൊ നിങ്ങൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നിങ്ങൾ ഫാത്തിഹയിൽ ആമുഖത്തിൽ ദൈവത്തോട് മാർഗനിർദ്ദേശിക്കാൻ പറഞ്ഞു. ആ പറഞ്ഞ ആവശ്യം അല്ലാഹു കണക്കിലെടുത്തു. എന്നിട്ട് പറഞ്ഞു തരികയാണ്, നിങ്ങൾ എന്നോട് എന്റെ സിറാത്തുൽ മുസ്തഖീം ചോദിച്ചില്ലേ? ആ സിറാത്തുൽ മുസ്തഖീം ഇതാണ് എന്റെ സിറാത്തുൽ മുസ്തഖീം, ഫത്തബിഊഹു, അതിനെ നിങ്ങൾ പിന്തുടരുക. ഫത്തബിഊഹു മാനില്ല, അവ രണ്ടും നിങ്ങൾ പിന്തുടരുവാനില്ല. 2, 3, 4 അഹ്ലുൽ ഹദീസിന്റെ പ്രമാണത്തിലേ ഉള്ളൂ. ഫത്തബിഊഹു എന്ന് പറഞ്ഞാൽ എത്രണ്ണുണ്ട്? ഹു എന്ന് പറഞ്ഞാൽ എത്രണ്ണുണ്ട്? ഒന്നേ ഉള്ളൂ. തമസക്തും ബിഹിമാനൊക്കെ ഹദീസാണ്. തറക്തുഫീക്കും അംറൈനി, 2 കാര്യം ഞാൻ നിങ്ങളിലേക്ക് എറിഞ്ഞു പോവുകയാണ്. ആ വേടനെ തെറ്റാ. ഒരു പ്രവാചകൻ എറിഞ്ഞു പോകൂല, വേണ്ടാതിട്ട് പോവുകയാണ്. എനിക്ക് വേണ്ടാതിട്ട് പോവുകയാണ്. തറക്കാന്ന് പറയില്ല, ശരിക്കാ വേടന്റെ തെറ്റാ. തറക്ക പറയില്ല. കം തറക്കു മിൻ ജന്നാത്തിൻ വഅയൂൻ, വേണ്ടാതെ ആ ദൈവത്തിന്റെ ആ വ്യവസ്ഥിതിയെ തള്ളിക്കളഞ്ഞപ്പോൾ അവർ വേണ്ടാതെ ഇട്ടുപോയ ജന്നാത്തുകൾ എത്രയാണ്. അത് അനുഭവിക്കാൻ കഴിയാതെ വിട്ടുപോവുകയാണ്. അങ്ങനെ ഇട്ടുപോവുക അല്ല നബി ചെയ്യാം, ഏൽപ്പിച്ചു പോവുകയാണ് ചെയ്യുക. അങ്ങനെ തന്നെ ആ വേടന്റെ തെറ്റാ. അത് പോട്ടെ, ഹദീസ്. എന്നിട്ട് വന്നത് ലം തളില്ലു, ഒരിക്കലും നിങ്ങൾ പിഴക്കില്ല. മാ തമസ്സക്തും ബിഹിമ, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്ന പക്ഷം. ബിഹിമാന്നാണ് ഖുർആനിലെ. ബിഹിമല്ല മക്കളെ, എന്റെ സഹോദരങ്ങളെ, ബിഹിമല്ല. പിൻപറ്റാൻ പറഞ്ഞപ്പോഴും സ്വീകരിക്കാൻ പറഞ്ഞപ്പോഴും ഒക്കെ ഏകവചനമാണ്. ഫത്തബിഊഹു, ആ മാർഗത്തെ, ആ സിറാത്ത്, എന്റെ ഈ സിറാത്തുൽ മുസ്തഖീം ഞാനിപ്പോൾ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്ന ആ സിറാത്തുൽ മുസ്തഖീം ഏകമാണത്, ഏകവചനമാണ്. ആ ഹൂനെ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക, അതിനെ മാത്രം നിങ്ങൾ പിന്തുടരുക. വലാ തത്തബിഉ സുബുല, വിവിധ മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരരുത്. സുബുലിനെ നിങ്ങൾ പിന്തുടരരുത്. ഇപ്പൊ ഹദീസിന്റെ സാങ്കേതിക പദങ്ങൾ എന്റെ സുഹൃത്തുക്കൾക്ക്, എന്റെ സഹോദരങ്ങൾക്ക് അറിയോ? എന്നാ സുബുലാണത്, തുറുക്കാണത്. തുറുക്ക് എന്നാ പറയാം, സുബുലി എന്നാ പറയാം. ഇവരുടെ ഓരോ ഹദീസ്, ഈ ഹദീസ് ഇന്ന തുറുക്കിലൂടെ വന്നതാണ്, ഈ ഹദീസ് ഇന്ന തുറുക്കിലൂടെ വന്നതാണ്, ഈ ഹദീസ് ഇന്ന തുറുക്കിലൂടെ വന്നതാണ്, ഈ ഹദീസ് ഇന്ന തുറുക്കിലൂടെ വന്നത്. ഇങ്ങനെ ഓരോ തെരീക്കാണ് ഓരോ ഹദീസിനും. അങ്ങനെ തുറുക്കുകൾ. സുബിലിന്റെ വേറൊരു പര്യായ പദമാണ് തുറുക്ക് എന്നുള്ളത്, വഴികൾ. സബീലെ തരീക്ക്, തുറുക്ക്, സുബില്, രണ്ടും പര്യായ പദങ്ങളാണ്. പക്ഷെ ഈ ഖുർആൻ പറഞ്ഞത് വലാ തത്തബിഉ സുബുല എന്ന് പറഞ്ഞു. പക്ഷെ ഇവർ സുബുലി എന്നുള്ള വേർഡിനെ മാറ്റി തുറുക്ക് എന്ന പദമാക്കി. ഓരോ ഹദീസിനെ നിങ്ങൾ ഹദീസ് പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കി, അവർ പറയും ഈ ഹദീസ് ഇന്ന തരീക്കിലൂടെ വന്നതാണ്, ഈ ഹദീസ് ഇന്ന തരീക്കിലൂടെ വന്നതാണ്, ഈ ഹദീസ് ഇന്ന തരീക്കിലൂടെ വന്നതാണെന്ന് പറയാം. ഈ ത്വരീക്ക് തന്നെ ആ ഈ സബീല് മാറ്റി ത്വരീക്കാക്കിക്കാണ്.
അതാണ് ഖുർആനിന്റെ ഖണ്ഡനമാണ് എല്ലാ ഹദീസുകളും. 30 ഗോത്രങ്ങളായിരുന്നു ചരിത്രത്തിൽ പറയുന്നത്. 30 ഗോത്രങ്ങളായിരുന്നു. പരസ്പരം കഴുത്തറുക്കിയായിരുന്നു, യുദ്ധങ്ങളായിരുന്നു, കലാപങ്ങളായിരുന്നു. ആ 30ഓളം ഗോത്രത്തലവന്മാരെ മുഴുവൻ ഒന്നാക്കി ഏകോദര സഹോദരങ്ങളാക്കാൻ ആക്കി മാറ്റി ആ പ്രവാചകൻ. അതാണ് പ്രവാചകന്റെ ദൗത്യം. അദ്ദേഹമാണ് ദൂതൻ. അതാണ് ദൂതൻ. അല്ലാതെ നിലവിൽ 30 ഗ്രൂപ്പുണ്ട്, മൂപ്പര് വന്നിട്ട് ഒരു ഗ്രൂപ്പും കൂടി. ഞാൻ ഈ അഹമ്മദ് നബി അല്ല എന്നുള്ളത് പറയാൻ കാരണം അഹമ്മദ് വരികയാണെങ്കിൽ മുസ്ലിങ്ങളെ ഒന്നിപ്പിക്കാനാ നോക്കുക. വേറൊരു ഗ്രൂപ്പ് മൂപ്പരുണ്ടാക്കുക. ദൂതന്മാരത് ചെയ്യൂല. വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നോക്കും. മനുഷ്യർക്കിടയിൽ ഭിന്നത എങ്ങനെ തീർക്കാന്ന ആ ഒരു ദൂതന്റെ ചിന്ത അതായിരിക്കും. എങ്ങനെയാണ് ഈ മനുഷ്യരെന്ന് ഒന്നിപ്പിക്കാതെ കാര്യം എന്നാണ്. അതേയിരിക്കും ഒരു ദൂതന്റെ ചിന്ത. അതാ സിറാത്തി മുസ്തഖീമ, ഇതാണിട്ടില്ലേ എന്റെ സിറാത്ത് മുസ്തഖീമ. നിങ്ങൾ ഭിന്നിക്കരുത് കേട്ടോ. ഈ പ്രശ്നങ്ങളിൽ നിങ്ങൾ ഒരുമിച്ച് പോകണം. എന്റെ മക്കളെ, എന്റെ സഹോദരങ്ങളെ, ഈ പ്രശ്നങ്ങളിലും ലോകം ഒന്നിച്ചാൽ അത് വിശദമാക്കിയിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമാക്കണം. എന്നിട്ട് ആ കാര്യത്തിൽ ലോകം ഒന്നിച്ചാൽ ആ ലോകത്ത് ആ ജനതക്കിടയിൽ ജീവിക്കാനുള്ള ഒരു സുഖം ഞാൻ ആലോചിച്ച് നോക്കി. അവിടെ ഒരു സുഖം, അവിടെ ഒരു സ്വർഗമായി. അങ്ങനത്തെ ഒരു ജനസമൂഹത്തിനിടയിൽ ജീവിക്കാൻ നമ്മൾ വീട് താഴിട്ട് പൂട്ടണ്ട. ഇപ്പൊ നമ്മൾ പൂട്ടിയാലും ചോദിക്കാം, മോനെ ഗേറ്റ് അടച്ചോണോ, ഗേറ്റ് പൂട്ടിയോന്ന് ഒന്നുകൂടി നോക്കാനോ, പേടിയാണ്. എപ്പോഴായത് വാതില് പൂട്ടിയോന്ന് ഒന്നുകൂടി പുറപ്പിക്കാം. പൂട്ടിയില്ലേ? സ്വന്തം പെൺമക്കളെ 2 3 ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവൾ സ്കൂളിൽ പോയി തിരിച്ചു വരുന്നവരെ ഉമ്മാടിയും പാപ്പാടിയും മനസ്സിൽ ബേജാറാണ്. ആ കുട്ടി സുരക്ഷിതമായിട്ട് വരില്ല എന്നുള്ള പേടിയാണ്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പാക്കി വെക്കണം. നിങ്ങൾ അതിൽ ഭിന്നിക്കരുത് കേട്ടോ. അതാണ് എൻ്റെ സിറാത്തും മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് ഇത് എടുക്കാത്തത് എന്താ? എൻ്റെ കൗമിന്റെ ഞാൻ പറഞ്ഞല്ലോ, കൗമിന്റെ തർക്കം അവിടെ നിന്നല്ല. തലയിൽ കെട്ടിയോ കെട്ടിയില്ല, താടി വെച്ചോ വെച്ചില്ല, ദിക്ർ ചെല്ലിയോ ചെല്ലിയില്ലേ, കടക്കുമ്പോ ദോയർന്നില്ലേ, ബാക്കി അതിന്റെ അപ്പുറമില്ല. കക്രൂസിൽ വലത് കാലിൽ ഊന്നിയിട്ടാണോ ഇരുന്നത്, ഇടത് കാലിൽ ഭാരം കൊടുത്തില്ലേ? ഇതാണ് കൗമിന്റെ നിൽക്കുക. അതിന്റെ അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒന്നും പെൺമക്കൾ രാവിലെ പോയാൽ വൈകുന്നേരം സുരക്ഷിതമായി വരുമെന്ന് പേടിയാണല്ലോ. പേടിയല്ലേ? പേടിയാണ്. സ്കൂൾക്ക് പറഞ്ഞാലും പേടിയാണ്. ഞാൻ പെൺകുട്ടികളില്ല ഉമ്മാനോടും പാപ്പാനോടും ചോദിച്ചോക്കണം. അത് എനിക്കൊന്നതില്ല, പക്ഷെ എന്നാലും ഏകദേശം ആ ഒരു ഫീലിംഗ് അറിയുന്നുണ്ട് ഇന്നത്തെ ഒരു ജനതയുടെ. പേടിയാണ്. അപ്പൊ ഇതാണ് സിറാത്തുൽ മുസ്തഖീം. ഇവിടെ നിങ്ങൾ ഏകോപിച്ച് ഏകമായി നിൽക്കൂ, ഭിന്നിക്കരുത്. ഇതാണ് എന്റെ സിറാത്തുൽ മുസ്തഖീം. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ സിറാത്തുൽ മുസ്തഖീം മനസ്സിലായോ എന്നല്ല ചോദിക്കുന്നത്. മനസ്സിലായെങ്കിൽ നിങ്ങൾ ഭിന്നിക്കരുത്. അതിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. വ്യത്യസ്ത ആശയങ്ങളും ഗ്രൂപ്പുകളും ഉണ്ടാക്കി നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. ദാലിക്കും വസാക്കും ബിഹി, ഇതാണ് അള്ളാഹു നിങ്ങളോട് വസിയത്ത് ചെയ്യാണ്. മക്കളെ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളൊരു മുത്തക്കിയായി തീരാൻ. ആരാണ് മുത്തക്കി എന്നൊക്കെ ഒരുപാട് വിശദീകരിച്ചത്. നിങ്ങൾ മുത്തക്കിയായി തീരാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് വസിയത്ത് ചെയ്യാൻ. നിങ്ങളുടെ റബ്ബ് ഹറമലൈക്കും റബ്ബുക്കും എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് റീഡ് ചെയ്ത് തരട്ടെയോ, നിങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറുണ്ടോ? അത്തലൂന്ന തിലാവത്ത്, അതിനെ പിന്തുടർന്ന് ജീവിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ?